സ്വപ്പം മ്യൂസിക് കേൾക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി ദേഹം മുഴുവൻ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വാദത്തിന്റെ കളപ്പ്, വാദത്തിന്റെ പെരുപ്പ്, വാദത്തിന്റെ ചുളിപ്പ്, വാദത്തിന്റെ വെടിപ്പ് ഇവയെല്ലാം നിശേഷം മാറിക്കിട്ടും. നമ്മളിന്ന് കാണാൻ പോകുന്നത് ലിവർ ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ സിറിയക് അബി ഫിലിപ്സിനെയാണ്. രാജഗിരിയിലെ ഡോക്ടറാണ്, കരളിൻ്റെ ഡോക്ടറാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഫോളോയിങ് ഉള്ള, 2-3 ഡിഫമേഷൻ കേസൊക്കെ ഉള്ള, 2-3 ക്രിമിനൽ കേസൊക്കെ ഉള്ള നല്ല കക്ഷിയാണ്. ഞാനൊരു ജേർണലിസ്റ്റാണ്. ഐ എം നോട്ട് എ മെഡിക്കൽ എക്സ്പേർട്ട്. സോ എവറിത്തിങ് സൈഡ് ഇൻ ദിസ് പോഡ്കാസ്റ്റ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. വെൽക്കം ഹോം. പിള്ളേരെയാണോ? ഇല്ല, ഇതല്ല എൻ്റെ പിള്ളേരുടെ അല്ല. പക്ഷെ ഇത് ഞാൻ പിള്ളേരായിട്ട് ഞങ്ങള് ഹോളിഡേ ടൈമിൽ ഞങ്ങളിരുന്ന് ഇഷ്ടംപോലെ കളിക്കുമായിരുന്നു. വി പ്ലേ ലോട്ട് ഓഫ് കോപ്പ് ഗെയിംസ്. ചിലർ ഒരു ഗ്ലാസ് വൈൻ അടിക്കും, എനിക്ക് ആ പരിപാടി ഇല്ല, അതുകൊണ്ട് ഞാനിരുന്ന് കളിക്കും. എന്ന് മനസ്സിലായോ നിനക്ക്? വെൽക്കം ടു സൊറ ഫ്രം ഇന്ത്യൻ എക്സ്പ്രസ്. ഐ ഗെസ് ഇങ്ങനത്തെ ഇൻ്റർവ്യൂസിൽ യൂഷ്വലി ഇങ്ങനത്തെ ഇൻ്റർവ്യൂസ് എല്ലാം തുടങ്ങുന്ന ഒരേ പാറ്റേണിലൊക്കെ. ഐ എം അസ്യൂമിങ് യൂഷ്വലി എല്ലാവരും ആദ്യം കാണുമ്പോൾ, ഇപ്പം പ്രൊഫഷണലായിട്ട് മീഡിയനെ കാണുമ്പോഴും അത്, പേഴ്സണലായിട്ട് എവിടെയെങ്കിലും ഡിന്നർ കഴിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോഴോ അത്, എല്ലാവരും ആദ്യം ചോദിക്കാൻ സാധ്യതയുള്ള സാധനം ഏതാണ്ട് ഒരേപോലത്തെ സാധനങ്ങളായിരിക്കില്ല. ആയുർവേദ സ്യൂഡോ സയൻസ് ആണോ, ഹോമിയോപ്പതിക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചിബൾ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ തന്നെയായിരിക്കില്ലേ സ്ഥിരം കോൺവെർസേഷൻ? ഇത് തന്നെയായിരിക്കില്ലേ? അതെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ ഓൺ ദി ഷോ. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും, എസ്പെഷ്യലി മീഡിയ, ഇപ്പം ഞാനിപ്പം മീഡിയ ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യനിങ് ആണ്. അതായത് നമ്മളുടെ ട്വിറ്റർ അല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എല്ലാവരും നോക്കുന്നത്. ബിഹൈൻഡ് ദ സീൻസ് അധികം ആൾക്കാർ നോക്കിയിട്ടില്ല, വളരെ കുറച്ച് ആൾക്കാരെ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ എന്തുകൊണ്ട് ഇത് പറയുന്നു, ഇത് പറഞ്ഞത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ നേരിട്ടു, ആ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് നോർമലി വരുന്നത്. അതെനിക്ക് തോന്നുന്നത് ഇത് യു ആർ വെരി വോക്കൽ അബൌട്ട് ദീസ് ഇഷ്യൂസ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു പേഴ്സണൽ ഒരു എന്തെങ്കിലും ഒരു കല്യാണത്തിനോ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന ആയുർവേദ ബിലീവ് ചെയ്യുന്ന, ആയുർവേദ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. എടുത്ത വഴിക്ക് അവരുടെ ക്വസ്റ്റ്യൻ ഇതായിരിക്കുമല്ലോ, ആയുർവേദ സ്യൂഡോ സയൻസ് ആണോ? ഹൗ ഡു യു ഡീൽ ദീസ് കൈൻഡ് ഓഫ് സിനാരിയോസ്? നമുക്ക് ഈ പറയുന്ന തിങ്സ് ദാറ്റ് യു ആർ വെരി വോക്കൽ അബൌട്ട് അത് ആദ്യം സംസാരിച്ചങ്ങ് പോവാം, എന്നിട്ട് വിൽ ഗെറ്റ് ഇൻ ടു യുവർ ബുക്ക് വിച്ച് ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട്. പക്ഷേ ലെറ്റ്സ് ഗെറ്റ് ദീസ് തിങ് ഔട്ട് ഓഫ് ദ വേ. Is Ayurveda a pseudoscience, or how is it different from pseudoscience, or is homeopathy a science? I mean, the usual questions that people ask you. Okay. I'm assuming that you'll have a standard reply for these things now. ഇല്ല, നീ സി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ചെയ്യുന്നതും ദ തിങ്സ് ദാറ്റ് ഐ ഡു, ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡ്. ബട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മീഡിയോക്രിറ്റി ഈസ് നൗ നോർമലൈസ്ഡ്. അതായത് ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മോഡേൺ മെഡിസിൻ ഡോക്ടർ ആവാം, അത് ശരിക്കുള്ള സയൻറ്റിഫിക് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ, അല്ലെ ഈവൻ എ ഫിസിയോതെറപ്പിസ്റ്റ് ക്യാൻ ബി എ ഡോക്ടർ. എന്നുവെച്ചാൽ അവർക്കും ടൈറ്റിൽ ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പല വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയും ഗവൺമെൻറ് തലത്തിലും സൊസൈറ്റി സാമൂഹ്യ തലത്തിലും കംപ്ലീറ്റ് ആയിട്ട് ഡൈല്യൂട്ട് ചെയ്തേക്കാണ്. അപ്പം ഞാൻ അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എന്താണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്കിവിടെ ഒരു കോൺട്രവേഴ്സി ഒന്നുമില്ല. ബിക്കോസ് അവർ സൊസൈറ്റി ഈസ് സോ മച്ച് normalizing mediocrity, they feel whatever I say is controversial. But nothing I say is controversial. Everything is evidence-based fact. അപ്പോൾ അങ്ങനെ തന്നെ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കലി പ്രോഗ്രസീവ് സൊസൈറ്റീസ് ഇൻ ദ വേൾഡ് എടുത്താൽ, അവിടെ ദർ ഈസ് നോ ഡിസ്കഷൻ ഓൺ ഈസ് ആയുർവേദ സൂഡോ സയൻസ്, ഈസ് ഹോമിയോപ്പതി സൂഡോ സയൻസ്, വൈ ഷുഡ് പീപ്പിൾ നോട്ട് യൂസ് ഹോമിയോപ്പതി, അങ്ങനെ ഒരു ഡിസ്കഷൻ ഇല്ല അവിടെ. അവിടെ മാധ്യമങ്ങളിലും ഇല്ല, വീടുകളിലും ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ആൻഡ് വെൽ നോൺ ദാറ്റ് ദീസ് ആർ ഓൾ അബ്സല്യൂട്ട് ഗാർബേജ്. ഇതൊന്നും മെഡിക്കൽ ഫീൽഡിൽ ഉൾപ്പെടുന്നതല്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കെയോസ് ആണ്. അപ്പോൾ ആ കെയോസിൽ ഞാനൊരു ലൈറ്റ് കത്തിക്കാൻ നോക്കുന്നതാണ് പ്രശ്നമല്ല വരുന്നത്. അത് I have a couple of questions about these things. I think you have രണ്ട് ടൈപ്പ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ 2-3 ടൈപ്പ് പേഴ്സണാലിറ്റി യൂഷ്വലി ലിവർ ഡോക്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടാറുണ്ട്. അന്യന്മാർ. അതെ. അതിൽ ഈ റോമിയോ സെക്ഷനിലേക്ക് ഞാൻ പിന്നെ വരാം, അത് ദാറ്റ് ഈസ് ഡീറ്റെയിൽ ഇൻ യുവർ ബുക്ക്. പക്ഷെ അതിൽ ഈ മറ്റ് 2 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. ഒന്ന് ഈ പറയുന്ന ആയുർവേദ, ഹോമിയോപ്പതി, അങ്ങനെ ട്രഡീഷണൽ മെഡിസിൻ എന്ന ആൾക്കാർ ഓമന പേരിട്ട് വിളിക്കുന്ന കാര്യങ്ങൾ
നിരന്തരമായിട്ട് വിമർശിക്കുകയും അതിനെ വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും ഓൾമോസ്റ്റ് ബുള്ളി ചെയ്യുന്ന പോലെ ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും ഇടപെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. മറു സൈഡിൽ ഈ പറയുന്ന ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള അത് ലിവറിനുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഒരുപാട് സംസാരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഓരോന്നായിട്ട് എടുത്തു നോക്കും. ഈ ആയുർവേദയുടെ കേസിൽ what do you think? You know for a fact that this is not science as per the definition of science that you have. പക്ഷേ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 7.5 ലക്ഷത്തോളം മറ്റു ട്രഡീഷണൽ പ്രാക്ടീസ് ചെയ്യുന്ന ആയുഷിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആയുർവേദ, യുനാനി, യോഗ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി ഇതിനെല്ലാം കൂടി ചേർത്തൊരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി അതിന് ബഡ്ജറ്റും ഉണ്ട്. നമ്മളൊരു ആയുർവേദ സ്റ്റേറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. 7.5 ലക്ഷത്തോളം ട്രഡീഷൻ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. കേരളം അതിൻ്റെ വലിയൊരു ഹബ്ബാണ്. എത്രയോ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആയുർവേദ മാനുഫാക്ചറിങ് അസോസിയേഷൻ, ആയുർവേദ ട്രേഡ് അസോസിയേഷൻ, ഇതിലെല്ലാം കേരളത്തിലെ ആൾക്കാരാണ് ഉള്ളത്. അതിൻ്റെ ടോപ്പ് ലെവലിൽ കേരളത്തിലെ ആൾക്കാരാണുള്ളത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് വൈ ഡു യു തിങ്ക് പീപ്പിൾ ആക്ച്വലി ഗോ? എല്ലാവരും മണ്ടന്മാരാണോ, അതോ ഇസ് ദർ സംതിങ് ബിയോണ്ട് ദാറ്റ് വി ക്യാൻ ഡിഫൈൻ യൂസിങ് സയൻസ്? എല്ലാവരും മണ്ടന്മാരല്ല, പക്ഷെ ചിലവർ ശരിക്കും മണ്ടന്മാരാണ്, ചിലവർ ഇഗ്നോറൻ്റ് ആണ്. ഓക്കെ. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ വി ഹാവ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഇൻഡോക്ട്രിനേഷൻസ്. അതായത് സം തിങ്സ് ആർ ഡോഗ്മാറ്റിക് ഫോർ ഓൾ ഓഫ് എസ്. ഇപ്പം ചില രീതികൾ ഇങ്ങനെയാണെന്നുള്ളത് തലമുറകളായിട്ട് നമ്മളെ ജനറേഷണൽ ആയിട്ടുള്ളൊരു നോളജാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹോമിയോപ്പതി എടുത്തോ, ആയുർവേദത്തോട് വരാം. ഇഫ് യു ടേക്ക് ഹോമിയോപ്പതി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇന്ത്യൻ ട്രഡീഷൻ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് കൾച്ചർ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് റിലീജിയൻ, നത്തിങ്. ജർമ്മനിയിൽ നിന്ന് വന്ന ഒരു കംപ്ലീറ്റ് ഫ്രോഡ് സംഭവം. അത് അന്നത്തെ കാലത്ത് ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരുന്നു. ബിക്കോസ് സയൻസ് അന്ന് ജനിച്ചിട്ടില്ല, ഇറ്റ് വാസ് നോട്ട് ഇവോൾവിങ് അറ്റ് ദ ടൈം. ആ ബ്രൂട്ടൽ ട്രീറ്റ്മെൻറ്റ്സ് എതിരെ ജെന്റിൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരാൾ കൊണ്ടുവന്ന ഒരു സംഭവം ആണ് ഈ ഹോമിയോപ്പതി. ആൻഡ് ഇറ്റ് ഈസ് പ്രിറ്റി ന്യൂ. ഇറ്റ്സ് 230 years ഓൾഡൊക്കെ ഉള്ളത്. അപ്പോൾ ഹോമിയോപ്പതി തന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഇവിടെ. അതിൻ്റെ കാരണം ഇവിടെ പല ലെവൽസ് ഓഫ് ആൾക്കാർ, ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ, ഇൻ ടെമ്പിൾസ് ആൻഡ് ചേർച്ചസ്, അങ്ങനത്തെ ഈ സൊസൈറ്റി പബ്ലിക്കൊക്കെ പോയി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ഇതിനെ നോർമലൈസ് ചെയ്തേക്കാണ്. ഇപ്പം ഞാനിതിനെ നോക്കുമായിരുന്നു, സ്കൂളിൽ നിന്നൊക്കെ ഒരു കുറിപ്പടി വരുമ്പം ആദ്യമേ ഞാൻ ആ കുറിപ്പടി വായിച്ചോണ്ടിരിക്കും, പിള്ളേർക്ക് വരുന്ന ചെറിയ ചെറിയ നോട്ടീസസ്. അപ്പം അതിനകത്ത് എഴുതിയേക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്, ഇഫ് യുവർ ചൈൽഡ് ഈസ് ഹാവിങ് എനി അലർജീസ് ഓർ ഓൺ എനി മെഡിസിൻ ഇൻക്ലൂഡിങ് ഹോമിയോപ്പതി പ്ലീസ് ലെറ്റ് us know. ഓക്കെ, സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് സപ്പോസ് ടു ബി എ ടെമ്പിൾ ഓഫ് എഡ്യൂക്കേഷൻ വെയർ പീപ്പിൾ ആർ ടോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്, അല്ലേ? അവിടുന്ന് തന്നെ ഇങ്ങനത്തെ കുറിപ്പടി കിട്ടുമെന്ന് പറയുമ്പം യു ക്യാൻ സീ ഹൗ തിങ്സ് ആർ. അത് ഞാൻ ചോദിക്കുന്നത്, അതിന് ദ വേ യു അറ്റാക്ക് ഇറ്റ് ഇസ് ത്രൂ എ പെർട്ടിക്കുലർ വേ. അതിനെ വളരെ രൂക്ഷമായിട്ട് അതിനെ ഒരു അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് യു ഡിഫൈൻ യുവർ പൊസിഷൻ. പക്ഷേ എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ എല്ലാം ഫാമിലിയിൽ ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇത് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു കമ്മ്യൂണിറ്റി സാധനം കൂടിയല്ലേ. നമ്മളൊരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് നിന്ന് ഇതിനെ കാണേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇപ്പം ബ്രിട്ടീഷ് വരുന്നതിന് മുന്നേ ഇവിടെ ആകെ ഉണ്ടായിരുന്നൊരു കാര്യം, ഒരു പക്ഷേ ഈ പറയുന്ന ട്രഡീഷണൽ മെഡിസിനും അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ആക്സസ് ഉള്ളൊരു സാധനം, ആൾക്കാർ അവരുടെ കമ്മ്യൂണിറ്റി ബിലീവ് ചെയ്യുന്നൊരു സാധനം. മൈ ബ്രദർ ഈസ് ഡൂയിങ് ഇറ്റ്, മൈ വൈഫ് ഈസ് ഡൂയിങ് ഇറ്റ്, ഓർ മൈ ഫാദർ ഓർ മൈ അങ്കിൾ, ജനറേഷൻസ് ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ്. ആ ഒരു ബിലീഫ് ഈ പറയുന്ന പ്യൂർലി ഒരു സയൻറ്റിഫിക് ആയ ഒരു മോഡേൺ സയൻസിനെ മാത്രം വെച്ചിട്ട് നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്താൽ, വിൽ യു ബി ഹെൽപ്പിംഗ് പീപ്പിൾ ഓർ വിൽ യു ബി ലൈക്ക് മേക്കിംഗ് മോർ എനിമീസ് ദാൻ അപ്പം നമ്മളിപ്പം അറ്റാക്ക് എന്ന് പറയുന്നത് ശരിക്കും അറ്റാക്ക് അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ഷുഗർ കോട്ട് ചെയ്യാത്ത ഫാക്ട്സ് ആണ്. നമ്മൾ ഡയറക്ട്ലി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. നമ്മൾ ഡിപ്ലോമസി സ്റ്റാൻഡേർഡ് എടുക്കുന്നില്ല. ഇത് ഹെൽത്ത് കെയർ ആണ്, അല്ലാതെ ചൂതുകളിയോ പൊളിറ്റിക്സോ ഒരു സെർമണൊന്നും അല്ല. ദിസ് ഈസ് നോട്ട് എ ഡിബേറ്റ്, ഇറ്റ്സ് എ ലെക്ചർ. സോ ഇറ്റ് ഈസ് അബൌട്ട് ഫാക്ട്സ് ആൻഡ് ദാറ്റ് തിങ്സ് ദാറ്റ് പീപ്പിൾ ആർ സപ്പോസ് ടു നോ അബൌട്ട് ആണിത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ഫാക്ച്വലായിട്ട് പറയുമ്പോൾ ഇതിൽ വിശ്വസിച്ചിട്ടുള്ള ആൾക്കാർ യൂസ് എ ബിലീഫ്, ബിക്കോസ് എവറിത്തിങ് റൺസ് ഓൺ ബിലീഫ്. ഇതിപ്പം നമ്മുടെ പള്ളിയിലും പെരുന്നാളിലൊക്കെ മേരെ തന്നെയാണ്. ഇറ്റ്സ് ഓൾ എ റിലീജിയസ് കൾട്ട് ലൈക്ക് തിങ്. ഈ ഹോമിയോപ്പതി ആയുർവേദമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആൾക്കാരുടെ വിശ്വാസവും ചില ആൾക്കാരുടെ എക്സ്പീരിയൻസസ്.
പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒക്കെ കൂടിയാണ് ഇതിന് ഇവിടെ സർവൈവർഷിപ്പ് ഉള്ളത് ഇങ്ങനത്തെ ഈ പറയുന്ന ഇതര വൈദ്യങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ. എന്നിട്ട് അതൊരു സ്റ്റേറ്റ് പാട്രണേജ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ 1970 80 ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുള്ള ഹോമിയോപ്പതി കോളേജുകൾ, ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്ന ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ലോകത്തൊരു സ്ഥലത്തും 5 വർഷം ഹോമിയോപ്പതി പഠിപ്പിക്കുന്നില്ല ഒരൊറ്റ കുട്ടിയെ, എക്സെപ്റ്റ് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഹിയർ. സ്പെയിൻ, ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ്, NHS, UK, ഈവൻ സം സ്റ്റേറ്റ്സ് ഇൻ ദ US, ഇവരൊക്കെ ഇതിന്റെ ഫണ്ടിങ് എടുത്ത് മാറ്റി ഇതിനെ ബാൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനുകളിലാണ്. ദാറ്റ്സ് വെയർ ഐ ഫൈൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. ലൈക്ക് ഹൂ വിൽ ബി ബ്ലെയിം? ഇപ്പോൾ ആൾക്കാർ ബ്ലെയിം, ഒരാളും അവരുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുത്തണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഹോമിയോപ്പതി ഡോക്ടറോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറോ അപ്രോച്ച് ചെയ്യില്ല. അവരെപ്പോഴും ഈ പറയുന്ന ഒരു എന്തെങ്കിലും ഒരു, ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ആരും ക്യാൻസർ വന്നാൽ ആയുർവേദം ഒന്നും അപ്രോച്ച് ചെയ്യില്ല. ഈ പറയുന്ന ചെറുകിട ലൈഫ് സ്റ്റൈൽ സാധനങ്ങളൊക്കെ ഇനിയുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ബഹുഭൂരിപക്ഷം ഞാൻ കാണുന്നത്, ഇറ്റ് മേ ബി എ കൺഫർമേഷൻ ബയസ്, ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ലൈഫ് സ്റ്റൈലായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനത്തെ പല സാധനങ്ങൾക്കും ഈ പറയുന്ന ആയുർവേദ ഹോമിയോപ്പതി സാധനങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു. മറ്റ് മേജർ സാധനങ്ങളെല്ലാം ആൾക്കാർക്ക് അറിയാം. അതിപ്പം ഏതുപോലെയെന്ന് വെച്ചാൽ ഒരു പനി വന്നാൽ പാരസെറ്റമോൾ കഴിച്ചാൽ മതി. പാരസെറ്റമോളിൻ്റെ വശങ്ങളും ദൂഷ്യവശങ്ങളും മനസ്സിലാക്കാതെ തന്നെ അത് ആൾക്കാർ മനസ്സിൽ അടിയുറച്ചു, പാരസെറ്റമോളും മനസ്സിൽ. അതേപോലെ ദ കമ്മ്യൂണിറ്റി ബിലീവ്സ് ദാറ്റ് ഹോമിയോപ്പതി ക്യാൻ ട്രീറ്റ് സർട്ടൻ തിങ്സ്, ആയുർവേദ ക്യാൻ ട്രീറ്റ് സർട്ടൻ തിങ്സ്. ഈ ഒരു നെറേറ്റീവ് ഇല്ലേ, ഈ നെറേറ്റീവ് ബിൽഡ് ചെയ്തേക്കുന്നത് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇൻഡസ്ട്രിയാണ്, അതിന്റെ പ്രാക്ടീഷണേഴ്സ് ആണ്. അതായത് അവര് വിട്ടുപറയില്ല. അവര് പറയും ഇന്നിന്റെ കാര്യങ്ങൾക്ക് മോഡേൺ മെഡിസിൻ, അവരുടെ വാക്കിൽ അത് അലോപ്പതി എന്ന് പറയും. അത് അലോപ്പതി ഇസ് എ റോങ് ടേം ടു യൂസ്. അവരുടെ ചില കാര്യങ്ങളിൽ മോഡേൺ മെഡിസിൻ ആണ്. ഇപ്പൊ എമർജൻസീസ് എന്നൊക്കെ പറഞ്ഞ് അവർ അതിനെ അങ്ങോട്ട് ഒരു സൈഡ് ലൈൻ ചെയ്യും. പക്ഷേ ബാക്കി ഡിസീസസ്, ക്രോണിക് ഇൽനെസ്സസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജനിതകമായി വരുന്ന കാര്യങ്ങൾ, ജനറ്റിക് ഡിസീസസ്, ലോങ് ടേം സപ്പോർട്ട് വേണ്ടതൊക്കെ ഞങ്ങളിലാണ് കൂടുതൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ ഒരു സ്പ്ലിറ്റ് അവർ തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ്. ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എല്ലാ തരത്തിലുള്ള ഡിസീസസും, ഫ്രം അക്യൂട്ട് ടു ക്രോണിക് ടു ലോങ് ടേം, എവറിത്തിങ് സയൻറ്റിഫിക്കലിയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ റിഫ്റ്റ് ഉണ്ടാക്കിയേക്കുന്നത് തന്നെ ഇവരാണ്. ആ റിഫ്റ്റിൽ നമ്മളങ്ങ് ബിലീവ് ചെയ്യാണ്. ആൾക്കാർ ഇപ്പോഴും അതിൽ ബിലീവ് ചെയ്ത് നടക്കുകയാണ്. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇതിൽ മാഷെ കാണാൻ വരുന്നതിന് മുന്നേ ഐ ട്രൈ ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ് ഇൻ ആയുർവേദ, ഹോമിയോപ്പതി, ആൻഡ് ദേ ഓൾ ഹാഡ് ദ സെയിം കംപ്ലൈൻറ്റ് അബൌട്ട് യു. അതെ, അവർ പറയുന്നത് ഒന്നോ രണ്ടോ, ഇപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ അവർ ചില ഹെർബൽ മെഡിസിൻ പ്ലാന്റുകൾ ഉദ്ദേശിക്കും, അത് വെച്ചിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത്. അവർ അതിൻ്റെ ഈ പറയുന്ന കഷായവും സാധനങ്ങളും എല്ലാം. പക്ഷേ ചില പ്രാക്ടീഷണേഴ്സ് അതേ ഫാമിലി പെടുന്ന വേറൊരു പ്ലാന്റ് മേ ബി ഹാവിങ് സം ടോക്സിക് സൈഡ് എഫക്ട് ടു ഇറ്റ്. അതിൻ്റെ പേരിൽ ചില പ്രാക്ടീഷണേഴ്സിൻ്റെ പേരിൽ എൻ്റയർ ഇൻഡസ്ട്രിയെ ആക്ഷേപിക്കുന്നത് ശരി. ഐ എം പ്ലേയിങ് ദ ഡബിൾസ് അഡ്വക്കേറ്റ്. ഐ എം നോട്ട് ഫേവറിങ് ദിസ് പാർട്ടി ഓർ ദാറ്റ് പാർട്ടി. But I think they see you in that way, that you are complaining about the whole industry instead of a few bad apples. അതാണ് ഞാൻ പറഞ്ഞത്, പലരും മണ്ടന്മാരാണെന്ന്. ആദ്യമേ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ആക്ച്വലി ഫൂളിഷ്. എന്താന്ന് വെച്ചാൽ ഇവരുടെ ഈ പറയുന്ന ഈ ബാലിഷ്യമായ ആർഗ്യുമെന്റ്സ് ഉണ്ടല്ലോ, ദീസ് ആർ ചൈൽഡിഷ് ആർഗ്യുമെന്റ്സ്. അപ്പം അവർ തമ്മിൽ പറയുന്നു there are certain things that is bad in Ayurveda industry and I am only talking about that. അല്ല, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദെയർ ഓൺ പ്രാക്ടീസ്. ഇപ്പം ഇവർ പറഞ്ഞില്ലേ, ദേ യൂസ് സർട്ടൻ ഹെർബ്സ് ഫോർ സം ട്രീറ്റ്മെൻറ്റ്. ഇവർ ഒരു സാധനം ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എവിഡൻസ് എവിടെയാണ്? അപ്പോൾ അവർ പറയും ഞങ്ങളുടെ ആയുർവേദ താളിയോളകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ അവർ ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റ് ഇപ്പോൾ എഴുതിയതാണ് 2000 കൊല്ലം മുമ്പ്. അതായത് ബൾബ് പോലും ഇല്ലാത്ത സമയത്തൊക്കെ, ഹോമിയോപ്പതി ബൾബ് പോലും ഇല്ലാത്ത സമയത്ത് അതിന് മുമ്പ് എഴുതിയ സാധനമാണിത്. വിച്ച് മീൻസ് നമുക്ക് ഹ്യൂമൻ ബോഡിയെ പറ്റി അനാറ്റമി, ഫിസിയോളജി ഒന്നും ഐഡിയ ഇല്ലാത്തൊരു സമയം. അതിൽ നിന്നുള്ള ഒബ്സർവേഷൻസും കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യാണ്, നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി ഫൂളിഷ് ബിക്കോസ് തിങ്സ് ഹാവ് ചേഞ്ച് നൗ. അപ്പോൾ അവരുടെ ഈ ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ, ഞാൻ ഒരു കാര്യം മാത്രമല്ല എടുത്ത് കാണിക്കുന്നത്. ഞാൻ ആയുർവേദത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മോഡേൺ മെഡിസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇഫ് പീപ്പിൾ ആക്ച്വലി നോ മൈ പ്രൊഫൈൽ റിയലി വെൽ ഓൺ സോഷ്യൽ മീഡിയ, പീപ്പിൾ ഹു ഹാവ് റിയലി ഫോളോഡ് മീ, അവരൊരിക്കലും കംപ്ലൈൻറ്റ് പറയത്തില്ല. ബിക്കോസ് മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിനും എൻ്റെ പരാതിയുണ്ട്, ആയുഷിന് എൻ്റെ എതിരെ പരാതിയുണ്ട്, പലർക്കും പരാതി എൻ്റെ എതിരെയുണ്ട്. ബിക്കോസ് ഐ ഓൾവേസ് സപ്പോർട്ട് വാട്ട് ഈസ് റൈറ്റ് ഫോർ ദ പേഷ്യൻറ്റ്. എനിക്ക് ഈ ആയുർവേദക്കാരുടെ പരാതിയോ മോഡേൺ മെഡിസിൻ ഡോക്ടറുടെ പരാതിയോ എനിക്ക് പ്രോബ്ലം അല്ല. ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം അറ്റ് ഓൾ. ബിക്കോസ് അവർ കൊളാട്രൽ ഡാമേജ് ആണ്. ഇവിടെ ഇമ്പോർട്ടൻസ് ആർക്കാണ്? പബ്ലിക് ഹെൽത്തിനും പേഷ്യൻറ്റ് കെയറിനുമാണ്. അതിലും അതിന് വളരെ ഒരു കൾച്ചറൽ പൊളിറ്റിക്സുമായിട്ട്, ഒരു നേറ്റിവിസ്റ്റിക് പൊളിറ്റിക്സുമായിട്ട് എൻഗേജ് ചെയ്യുന്നൊരു, പക്ഷെ അത് ഭയങ്കര ഓടാണ്. കാരണം ആയുർവേദ ആസ് ഇറ്റ് ഈസ്
ഇന്ത്യൻ ട്രഡീഷൻ എന്നൊക്കെ പറയുമെങ്കിലും ഇതിൽ ഈ പറയുന്ന വാദം പിത്തം കഫത്തിന്റെ മറ്റ് പല വേർഷൻസ് ഗ്രീക്ക് മിത്തോളജിയിലും ഉണ്ട്, സാധനങ്ങളും എല്ലാം ഉണ്ട്. ഉണ്ട്. അത് ഭയങ്കര ജോഗ്രഫിക്കലി ഹ്യൂമറൽ തിയറിയാണത്. ഇപ്പൊ ഈ പറയുന്ന യുനാനി ഇല്ലേ, ഈ ആയുർവേദത്തിനകത്ത് 3 കാര്യങ്ങളാണ് ഹ്യൂമറൽ തിയറികൾ. ഈ വാത പിത്ത കഫ എന്ന് പറഞ്ഞ സാധനം അത് ആർക്കും അവിടെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് കാണിക്കാനും പറ്റത്തില്ല, മെഷർ ചെയ്യാനും പറ്റത്തില്ല. അവർക്ക് അതിന്റെ അഡീഷണൽ ആയിട്ട് ഒരു ബ്ലാക്ക് ബൈൽ എന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട്. 4 ഹ്യൂമേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. യുനാനിക്കകത്ത്, സിദ്ധയ്ക്കകത്ത് 3 എണ്ണമാണ്. ഈ ബേസിക്കലി ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ പഴഞ്ചൻ ചിന്താഗതികളാണ്. അത്രേ ഉള്ളൂ. ഇതൊന്നും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഒന്നും അല്ല. അപ്പൊ അതിനെ നമ്മളിപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ആദ്യമേ അത് സേഫ് ആണോ നോക്കിയിട്ടല്ല, അത് ഇഫക്റ്റീവ് ആണോ നോക്കിയിട്ടാണ്. അല്ല ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ഓർ നോട്ട് എന്ന് പറയില്ല. ഇപ്പം ഞാനൊരു പനിക്കൊരു മരുന്ന് തന്നാൽ ആ തരുന്ന മരുന്ന് പനിയെ മാറ്റും എന്നാണ് എൻ്റെ മനസ്സിലാദ്യം വരേണ്ടത്. അല്ലാതെ ഈ തരുന്ന മരുന്ന് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുമെന്നല്ല. അതിലാണ് ഇതിൻ്റെ ഒരു ബ്ലെയിം സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ ഈ സയൻറ്റിഫിക് കമ്മ്യൂണിക്കേഷൻ പോരായ്മയിലും കൂടി. അതായത് പീപ്പിൾ സ്റ്റിൽ ഡോണ്ട് നോ അവരുടെ വീട്ടിൽ ഒരു മരുന്ന്, ഒരു പാരസെറ്റമോൾ മരുന്നോ അല്ലെങ്കിൽ ഒരു മരുന്നോ, അതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് സംഭവിക്കുക. ഇപ്പം ഞാൻ പോലും സത്യം പറഞ്ഞാൽ കോവിഡിൻ്റെ സമയത്ത് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ഹാപ്പൻ. ആ വാക്സിൻ്റെ റേസ് വരുന്നു. എന്തുകൊണ്ടാണ് വാക്സിൻ ഉണ്ടാക്കാൻ ഇത്രയും പാടുന്ന ആൾക്കാർ ആലോചിക്കുന്നു. പലരും അതിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് എഴുതുന്നു. അന്നേരമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഇത് ഒരു വാക്സിൻ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്, അതിന് ഈ പറയുന്ന ട്രയൽ സ്റ്റേജസ് ഇങ്ങനെയുണ്ട്. അത് ഓരോരോ ആദ്യം നോൺ ഹ്യൂമൻസിൽ ടെസ്റ്റ് ചെയ്ത്, അത് കഴിഞ്ഞ് ഹ്യൂമൻസ് സെലക്ട് ചെയ്ത്, സ്മോൾ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്ത്, വലിയ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത്, പല എയിൽമെൻറ്റ്സ് ഉള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള പല ആൾക്കാരെ ടെസ്റ്റ് ചെയ്ത് അവസാനമാണ് അത് മാസ് പ്രൊഡക്ഷനിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സാധനം പീപ്പിൾ ഡോണ്ട് നോ അല്ലേ. അത് ആ ഒരു സയൻസ് കമ്മ്യൂണിക്കേഷൻ അത് നമുക്ക് സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആക്ച്വലി ഇന്ത്യയിൽ കുറവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പുറത്തൊക്കെ നോക്കിയാൽ നമുക്ക് പല തരത്തിലുള്ള സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സിൻ്റെ ഒരു റെവല്യൂഷൻ കാണാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ സാം ഹാരിസ് ആയാൽ, റിച്ചർഡ് ഡോക്കിൻസ് ആയാൽ, ക്രിസ്റ്റഫർ ഹിച്ചൻസ് ആയാൽ, ഇവരൊക്കെ അവിടെ ഓരോ റെവല്യൂഷണറി ഫിഗേഴ്സ് ആയിരുന്നു. നമുക്ക് അങ്ങനെ ഇല്ല. വി ഡോണ്ട് ഹാവ് എനിബഡി ഡൂയിങ് ദാറ്റ്. അത് മാത്രമല്ല ഇവിടെ അവരെ പോലെ ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഇപ്പോൾ എൻ്റെ തന്നെ എക്സാമ്പിൾ എടുത്തോ, ആദ്യത്തെ ഒരു ഫ്യൂ ഇയേഴ്സ് വാസ് മാസ് ഇറ്റ്സ് ഹെൽപ്പ് ഫോർ മീ. ഈ പറയുന്ന ഈ ആയുർവേദക്കാരും ഹോമിയോപ്പതിക്കാരൊക്കെ കാര്യം ഞാൻ അഗ്രസീവ് ആണ്, അറ്റാക്കിങ് ആണെന്നൊക്കെ പറഞ്ഞാലും അവരുടെ അറ്റാക്കും ഭയാനകമാണ്. ഇപ്പം എത്ര കേസുണ്ട്? കേസ് 16 കേസോളം ഉണ്ട്. അതിനകത്ത് പോലീസ് കേസസ് ഉണ്ട്, ഡയറക്റ്റ് ഇപ്പോൾ റണ്ണിങ് ക്രിമിനൽ ഡിഫമേഷൻ കോർട്ട് കേസസ് ഉണ്ട്. ചില കമ്പനികളുടെ പേര് പോലും എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. 2 ഡിഫമേഷൻ ഉണ്ട്. എനിക്ക് 4-5 ഡിഫമേഷൻ ഉണ്ട്. ഓക്കെ, അതിൽ 3 ക്രിമിനലാണ്. അപ്പം ബേസിക്കലി ഞാൻ പറയുന്നത് സയന്റിഫിക് ഫാക്ട്സ്, ഞാൻ ഒന്നും എവിഡൻസ് അല്ലാതെ പറയുന്നില്ല. ഇതൊന്നും എൻ്റെ ഒപ്പീനിയൻസ് അല്ല. ഹോമിയോപ്പതി ഒരു കപടശാസ്ത്രം എന്ന് പറഞ്ഞാലും ആയുർവേദ ഒരു കപടശാസ്ത്രം എന്ന് പറഞ്ഞാലും അത് കപടശാസ്ത്രമാണെന്ന് തെളിയിക്കാനുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ബിക്കോസ് ദ പ്രിൻസിപ്പിൾസ് ആർ സൂഡോ സയന്റിഫിക്. പക്ഷേ ഇവർ ഈ പറയുന്നതൊന്നും പ്രൂവ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ദേ ആർ ട്രൈങ് ടു ഷൂട്ട് ദ മെസ്സഞ്ചർ. ഈ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് 7 കൊല്ലമായിട്ട് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സയൻസ് കമ്മ്യൂണിക്കേഷന് എന്നെ എതിർക്കാനോ എന്നെ റോങ് ആയിട്ട് പ്രൂവ് ചെയ്യാനോ ഒരൊറ്റ ആയുഷ് പ്രാക്ടീഷണർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അറ്റ് ദ സെയിം ടൈം അതർ സൈഡ് ഈ പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലത്തെ ആൾക്കാർ ഇവിടെ വരുന്നു, നമ്മുടെ ഈ പറയുന്ന ആയുഷിനെ കുറേയും കൂടി വലിയൊരു പ്ലാറ്റ്ഫോം കൊടുക്കുന്നു. ഒരു ആയുർവേദ എന്താ പറയാ, ട്രഡീഷണൽ മെഡിസിൻ ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ ഒരു വലിയൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി. ഒരു 2 രീതിയിലും ജെനുവിനായിട്ട് ഈ പറയുന്ന ആയുർവേദയ്ക്ക് ഒരു സ്റ്റാൻഡർഡൈസേഷൻ വേണമെന്ന് ആലോചിക്കുന്ന ഒരുപാട് ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നത് കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ MD, പുള്ളി മരിച്ചുപോയി. പക്ഷെ അതേമായിട്ട് ഞാൻ ഉണ്ടായിരുന്ന ഇൻട്രാക്ഷനിൽ എനിക്ക് ഓർമ്മയുണ്ട്. ഹിസ് ഡ്രീം വാസ് ടു മേക്ക് ദിസ് ഇൻ ടു എ സ്റ്റാൻഡർഡൈസ്ഡ് തിങ്. ഹി ഡിഡ്ന്റ് നോ ഹൗ. He wanted exactly my point. It's a pipe dream. Ade. It is a pipe dream. You cannot standardize Ayurveda. You cannot standardize homeopathy. എന്നുവെച്ചാൽ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നമുക്ക് ആക്ച്വലി ആ പെർട്ടിക്കുലർ തെറപ്പി അല്ലെ ഇൻ്റർവെൻഷൻ്റെ ഐഡിയൽ എഫിക്കസി സേഫ്റ്റി എല്ലാം വേണം. എന്നാലും നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ കഴിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്, ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് സിപ്രോഫ്ലോക്സസിൻ. 500 mg ഞാനിപ്പോൾ കഴിച്ചാൽ എൻ്റെ ശരീരത്തിൽ അത് വർക്ക് ചെയ്യുന്നതും അമേരിക്കയിലിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നതും സെയിം ആണ്. പക്ഷേ ഇവർ ഈ പറയുന്ന ഈ ഹെർബൽ മെഡിസിൻസും ഇവരുടെ ഈ പ്രാക്ടീസസ് ഉണ്ടല്ലോ, വൂഡു മാജിക് ആണ് ഞാൻ പറയുന്നത്, ശരിക്കും വൂവു എന്നാണ് പറയുന്നത്. ആ സാധനമൊക്കെ ഒരാൾ വർക്ക് ചെയ്യുന്നത് പോലെ അല്ല വേറൊരാൾ വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് അവർ തമ്മിലുള്ള സ്റ്റാൻഡർഡൈസേഷൻസ് ഇല്ല, ഇവർക്ക് ഗൈഡ് ലൈൻസ് ഇല്ല. ഒരു അസുഖത്തിന് എങ്ങനെ ചികിത്സിക്കണം, എന്ത് തരത്തിൽ ചികിത്സിക്കണം, എത്ര ലെവൽസ് ഓഫ് ചികിത്സകൾ കൊടുക്കണം എന്നുള്ള ഗൈഡ് ലൈൻസ് പോലും ഇല്ല. എല്ലാ വിശ്വാസമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഒരു റിലീജിയസ് കൾട്ടാണ്. ദിസ് ഇസ് ലൈക്ക് എ റിലീജിയസ് കൾട്ട്. സോ വെൻ യു ടോക്ക് അബൌട്ട് എ കൾട്ട്, they get angry. See, the problem is
the way people think about this, അവർ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഈ അരിഷ്ടം എൻ്റെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആലോചിക്കുന്ന പോലുമില്ല. ഇറ്റ്സ് ലൈക്ക് നാളെ സൂര്യൻ കിഴക്കാണോ പടിഞ്ഞാറോ ആണോ നിൽക്കുന്നതെന്ന് അവർ ആലോചിക്കുന്നില്ല. They just believe. Yeah, they just believe because they're taking it for granted. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടല്ലോ, ഇത് മുഴുവൻ മാറി ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ലെവൽ ഓഫ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ പിള്ളേരിൽ കൊടുക്കണം. ഒരു ബേബി ബൂമർ ജനറേഷൻ ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ ഫാദർ ആൻഡ് ഗ്രാൻഡ് ഫാദർ ജനറേഷൻസ്, അവരെ വിട്, അവരൊരു ലോസ്റ്റ് ജനറേഷനാണ്. ബിക്കോസ് ദേ വർ വർക്ക് ഹോസ് ജനറേഷൻസ്. നമ്മുടെ ജനറേഷൻസ് ഉണ്ടല്ലോ, മില്ലേനിയൽസ്, പിന്നെ സിലിനിയൽസ് എന്ന് പറയുന്ന അതിൻ്റെ അകത്തുള്ള ജനറേഷനുണ്ട്, ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ് അറിയാവുന്നത്. അവരിലാണ് നമുക്ക് കുറച്ചൊരു എന്താ പറയുന്നത് ഒരു വിശ്വാസമുള്ളത്. ബിക്കോസ് ദേ ആർ ദ വൺസ് ഹു ഹാവ് ആക്ച്വലി ഹെൽപ്പ് ദംസെൽസ് ബ്രേക്ക് ഔട്ട് ഓഫ് ദ ഇൻഡോക്ട്രിനേഷൻ. അപ്പോൾ പക്ഷേ ക്ലാസിക്കൽ മില്ലേനിയൽസിൽ ഇപ്പോഴും ഇതുപോലെ കുറേ വിശ്വാസങ്ങളുണ്ട്. ആൻഡ് ദാറ്റ്സ് വേർ യു കം ഇൻ വിത്ത് യുവർ സയൻറ്റിഫിക് കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ദ വേ യു ഡു ഇറ്റ്, ദ ടോൺ യു രജിസ്റ്റർ, അതിൻ്റെ ഒരു ഹാർഷ്നെസ്, അതിൻ്റെ ഒരു ടോൺ, do you think it's helping or it's making you like appear as an enemy in front of you? Are you winning minds or are you നമ്മുടെ ഫേസ്ബുക്കിന്റെ ഓണർ, ഫൗണ്ടർ മാർക്ക് സുക്കർബർഗ് പറഞ്ഞില്ലേ, യു ഡോണ്ട് ഗെറ്റ് ടു എ മില്യൺ ഫ്രണ്ട്സ് വിതൗട്ട് മേക്കിംഗ് എ ഫ്യൂ enemies. ആ സെറ്റപ്പാണിത്. നമ്മളിവിടെ ആരുടെയും കൂട്ടുപിടിക്കാനോ കൂട്ടുകാരുണ്ടാക്കാനോ ഒന്നും അല്ല നിൽക്കുന്നത്. നമ്മളിവിടെ ഞാൻ പറഞ്ഞല്ലോ, മൈ ഹോൾ എയിം ഇസ് പബ്ലിക് ഹെൽത്ത് ആൻഡ് പേഷ്യന്റ് കെയർ ആൻഡ് സേഫ്റ്റി. ഇതൊരു ഡോക്ടർ നിലയിൽ ഞാനെടുത്ത് ഓത്താണ്. മറ്റന്മാർക്ക് ഓത്ത് പോലും ഇല്ല ഈ ആയുഷ്മാർക്ക്. ദേ ഡോണ്ട് ഹാവ് എനി ഓത്ത്, ദേ ജസ്റ്റ് ഹാവ് എൻ ഓത്ത് പ്രൊട്ടക്ട് യുവർ ബിസിനസ്. അതാണ് അവരുടെ മെയിൻ പരിപാടി. പക്ഷെ നമ്മളങ്ങനെയല്ല, വി ആർ റിയൽ ഡോക്ടേഴ്സ്, വി ആർ ദെയർ ടു പ്രൊട്ടക്ട് ദ പബ്ലിക് ഹെൽത്ത് ആൻഡ് ദ പേഷ്യൻറ്റ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഡു നോ ഹാം ആണ്. അതിൽ ഏറ്റവും വലിയൊരു ഭാഗമാണ് ഈ ടീച്ചിങ്. ആൻഡ് ടീച്ചിങ് ക്യാൻ ബി ഇൻ മെനി വേസ്. ഇപ്പം നമ്മൾ ഷുഗർ കോട്ട് ചെയ്ത് പറയാണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഷുഗർ കോട്ട് ചെയ്യാതെ തന്നെ പറയണം, അല്ല കാര്യമില്ല. ഇപ്പം ഞാനൊരു ഹോമിയോപ്പതിക്കാരനെ പിടിച്ചിരുത്തി ഹോമിയോപ്പതി ഒരു കംപ്ലീറ്റ് ഉടായ്പാണ്, ഫ്രോഡാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയാൽ ഇറ്റ് ഈസ് എൻ അട്ടർ വേസ്റ്റ് ഓഫ് മൈ ടൈം. നടക്കത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ശരിയല്ലാന്ന് അത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാം. ആൻഡ് ദ വേ ഐ ഡു ഇറ്റ് ഈസ് ബൈ ബ്രൂട്ടലി ബീങ് ഓണസ്റ്റ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദം ഇഫ് ദ ഡു ദിസ്. അപ്പം അത് ഫാക്ച്വൽ എഡ്യൂക്കേഷനാണ്, അല്ലാതെ ഇവിടെ അഗ്രസീവ്നെസ് ഒന്നും ഇല്ല. ബിക്കോസ് അഗ്രസീവ് എന്ന് തോന്നുന്ന ആൾക്കാർ ആർ ദ വൺസ് ഹു ആർ അറ്റ് ഫോൾട്ട്. അവർക്ക് ഇത് അഗ്രസീവ് എന്ന് തോന്നത്തുള്ളൂ. ഓക്കെ, അതിൽ ഒരു കാര്യം കൂടി ഉള്ളത്, the more you're trying to make people think rationally and think critically, അതിനോടൊപ്പം ഈ പറയുന്ന മോഡേൺ മെഡിസിൻ്റെ ഒരു അപ്പാരറ്റസ്, അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് അത് പ്രാപ്യമാവുന്ന തരത്തിൽ, എത്തിപ്പെടാൻ പറ്റുന്ന തരത്തിൽ അതിനെത്തിക്കുകയും ഇതിൻ്റെ ഈ പറയുന്ന ഇതിനൊരു ആക്സസും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഒരു തടസ്സമാണ്. ഇപ്പോൾ ആൾക്കാർ ആയുർവേദം പോകുന്നത് അല്ലെങ്കിൽ ഹോമിയോപ്പതി പോകുന്നത് ചില സമയത്തെങ്കിലും എനിക്ക് തോന്നാറുണ്ട് ഇതിനൊരു സോഷ്യോളജിക്കൽ സൈഡില്ല. കാരണം ഇപ്പോൾ ഈ നഗരത്തിൽ, ഈ കൊച്ചി നഗരത്തിൽ എവിടെയാണെങ്കിലും നമ്മളൊരു കുട്ടിയെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യണമെങ്കിൽ 4500 5000 രൂപ മൊത്തം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 10000 രൂപയുടെ ബില്ല് വരും. എന്നാൽ അതേസമയം ആൾക്കാർ ആലോചിക്കുന്നത് ദ വേ ദേ തിങ്ക് അബൌട്ട് ഇറ്റ് ഇസ് പ്രോബ്ലി അത് ചിലവ് കുറച്ച് കുറേയും കൂടി ആക്സസിബിൾ ആയിട്ടുള്ള മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ ട്രീറ്റ് ചെയ്തുകൂടെ എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. ഇതിൽ ഒരു തരത്തിലും മാർക്കറ്റ്, ഈ പറയുന്ന മോഡേൺ മെഡിസിൻ്റെ കേസിൽ പലരും മാർക്കറ്റ് ഇടപെടാൻ മടിക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഇടപെടാൻ മടിക്കുന്നുണ്ട്. അതിൻ്റെ ആക്സസ് കുറേയും കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ ക്ലാസിക് എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ സ്റ്റെൻറ്റിൻ്റെ ക്യാപ്പ് വെച്ചിരിക്കുന്നതിനകത്ത്, പ്രൈസ് ക്യാപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് മെഡിസിന് യാതൊരു റോളും ഇല്ല. ഒരു സോഷ്യോളജിക്കൽ, ഒരു പൊളിറ്റിക്കൽ റോൾ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് തീരുമാനിക്കുകയാണ് ഇതിന് ഇത്ര ക്യാപ്പ് വെക്കാൻ പാടുള്ളൂ. ഈ സാധനം കൂടി ഇതിൻ്റെ കൂടെ വളരേണ്ടതല്ലേ? ഒരു ആസ് എ പ്രാക്ടീഷണർ ഓഫ് മോഡേൺ മെഡിസിൻ, this thought probably have come across your mind, no? It should be more accessible. This is ideal. അതായത് ഇവിടെ ഒരു ഇൻറ്റഗ്രേറ്റീവ് മെഡിസിൻ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഈ പറയുന്ന പോലെ ട്രഡീഷണൽ മെഡിസിനെയും ട്രഡീഷണൽ പ്രാക്ടീസസിനെയും പ്രൊമോട്ട് ചെയ്യാണ് അലോങ് വിത്ത് ദ സ്റ്റാൻഡേർഡ് കെയർ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷെ അതുപോലെ തന്നെ മോഡേൺ മെഡിസിൻ ആക്സസ് എക്സ്പാൻഷൻ നടക്കുന്നില്ല. ആൻഡ് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് ഇസ് അറ്റ് ഫോൾട്ട്. ബിക്കോസ് നമുക്ക് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ മെഡിസിൻ, പ്രോപ്പർ സയന്റിഫിക് മെഡിസിൻ ഷോൾഡർ ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറാണ്, അല്ലാതെ പബ്ലിക് സെക്ടർ അല്ല. നമുക്ക് US UK പോലെയുള്ള യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഹോസ്പിറ്റൽസും ടീച്ചിങ് ഹോസ്പിറ്റൽസോ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽസോ ഒന്നും ഇവിടെ ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഇവിടെ. അപ്പോൾ വെൻ പ്രൈവറ്റ് പ്ലെയേഴ്സ് ആർ ഇൻ ഇറ്റ് ഫോർ ദ മണി, ഇപ്പം തന്നെ കാണാം പല ഹോസ്പിറ്റൽസും
കേരളത്തിലും പല സ്ഥലങ്ങളിലും എല്ലാം പ്രൈവറ്റ് ഇക്വിറ്റിക്കാർ മേടിച്ചെടുത്ത് ദേ ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് മോർ പ്രോഫിറ്റബിൾ. ബിക്കോസ് ഇറ്റ്സ് പ്രോഫിറ്റബിൾ. ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ. അപ്പോൾ ഇവിടെ ഒരു മിസ്ഇൻഫോർമേഷൻ വരുന്നതേ, പീപ്പിൾ തിങ്ക് ദാറ്റ് മോഡേൺ മെഡിസിൻ ഇസ് മോർ എക്സ്പെൻസീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇസ് ചീപ്പർ ഓപ്ഷൻ. അതെ, തെറ്റാണ്. ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് ഇഫക്റ്റീവ്. 2, ഇറ്റ് ക്യാൻ ഹാം യു. ആൻഡ് മൂന്നാമത്, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ചീപ്പർ, വാട്ട് ഈസ് ദ ഹോൾ പോയിന്റ്? ബിക്കോസ് യു ആർ നോട്ട് ഗെറ്റിംഗ് എ ബെനിഫിറ്റ് ആൻഡ് യു മൈറ്റ് ബി ഹാംഡ്. പിന്നെ ശരിക്കുള്ളൊരു സത്യം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എൻ്റെ അടുത്ത് എത്രയോ പേഷ്യൻസ് വരുന്നുണ്ട് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ചെയ്തിട്ട് പല പല രൂപത്തിൽ എൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ. അവരുടെയൊക്കെ ബില്ലൊക്കെ കണ്ടാൽ മോഡേൺ മെഡിസിൻ അത്ര വലിയ ബില്ലുകളാണ്. ദേ ആർ സ്പെൻഡിങ് 10,000 സംടൈംസ് ഈവൻ lakhs. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ എഴുതിയേക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥയിൽ ദോസ് പേരൻസ് സ്പെൻഡ് മോർ ദാൻ 5 to 6 lakhs. I want to come to your book. പക്ഷേ ഇതിലിപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞു സ്റ്റേറ്റ് ഇസ് അറ്റ് ഫോൾട്ട്. നമ്മൾ ഈ പറയുന്ന മോഡേൺ മെഡിസിൻ്റെ മെഡിക്കൽ കോളേജുകളാണെങ്കിലും ശരി, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണെങ്കിലും ശരി, മെഡിക്കൽ കോളേജുകളിലാണ് സർക്കാരിനൊരു ഇടപെടാനൊരു റോളുള്ളത്. അവിടെ പലപ്പോഴും ഇപ്പോഴും ഡിബേറ്റ് നടക്കുന്നത് പേഷ്യൻസിനെ നിലത്ത് കിടത്തണോ ബെഡിൽ കിടത്തണോ എന്ന്. അതിലപ്പുറം എന്താണ് ഇപ്പോൾ എത്രയോ മെഡിക്കൽ കോളേജുകളിൽ എനിക്കറിയാം, റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ മെഷീൻ വാങ്ങിക്കൊണ്ട് വെക്കുന്നു, കോടിക്കണക്കിന് രൂപ മെഷീൻ വാങ്ങിക്കൊണ്ട് വെക്കുന്നു, ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല, റേഡിയോളജിസ്റ്റിനെ ഹയർ ചെയ്യുന്നില്ല, ആ മെഷീൻ അവിടെ 2-3 വർഷം കിടക്കുകയാണ്, ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ല. ഈ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ ഒരു സ്റ്റേറ്റ് അപ്പാരറ്റസിലുള്ള ഒരു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ റിട്ടൻഷൻ നടക്കുന്നില്ല. ഓക്കെ, പീപ്പിൾ ആർ, ഇപ്പം ഞാൻ ഇപ്പം തന്നെ നോക്കുവാണെങ്കിൽ, ഇപ്പം ഞാനൊക്കെ വൺ ഓഫ് ദ വെരി ഫ്യൂ പീപ്പിൾ ഇൻ മൈ MBBS ബാച്ച് ടു സ്റ്റേ ബിഹൈൻഡ് ഇൻ ഇന്ത്യ ആൻഡ് പ്രാക്ടീസ് ആണ്. എൻ്റെ MBBS ബാച്ചിലുള്ള പലരും ദേ ആർ ഓൾ ഔട്ട്സൈഡ് ഇന്ത്യ, US, UK പലരും. ഇവിടുത്തെ മെയിൻ റീസൺസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഈ ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് വർക്ക് ഉണ്ടല്ലോ, അത് ഒരു ഡോക്ടറിൻ്റെ നിലയിൽ ശരിക്കും ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഇവിടെ ഒരു ജനറൽ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരു റൂട്ടീനായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ എൻ്റെ വർക്ക് സാറ്റിസ്ഫാക്ഷൻ വിൽ ബി 0. ബിക്കോസ് യു ആർ പുഷ്ഡ് ഇൻ ടു എ സൊസൈറ്റി വെയർ യു ആർ സപ്പോസ് ടു സീ ലോഡ് ഓഫ് പേഷ്യൻസ് ആൻഡ് കേറ്റർ ടു ദം ലൈക്ക് ദെയർ കസ്റ്റമേഴ്സ്. അതാണ് ഇവിടുത്തെ ഒരു മെഡിസിൻ സ്റ്റൈല്. പലർക്കും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആൻഡ് പീപ്പിൾ ഗെറ്റ് ബേൺഡ് ഔട്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ ഇത്രയും വർക്ക് ചെയ്യുന്നവർക്കും ദേ ഗെറ്റ് പീനട്സ്. പേയ്മെൻറ്റ് വളരെ കുറവാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കുറവാണ്, അസറ്റ് ബിൽഡിംഗ് നടക്കുന്നില്ല. അപ്പം ഇവിടുത്തെ ഹോൾ ഐഡിയ ഓഫ് ഡോക്ടേഴ്സ് ബീങ് ഇൻ ഐദർ പ്രൈവറ്റ് ഓർ പബ്ലിക് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് ദേ ക്യാൻ ആക്ച്വലി ഹാവ് എ കംഫർട്ടബിൾ ലൈഫ് ഓൾസോ. അതും വേണമല്ലോ, ഡോക്ടർമാർ മനുഷ്യന്മാരാണ്. അത് ചെയ്യാത്ത പക്ഷമാണ് ഇതുപോലെ ഭയങ്കര അട്രീഷൻ റേറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിലൊന്നും ഡോക്ടർമാർ ആരും പിടിച്ചേക്കാത്തത്. ഒന്നും വേണ്ട, പ്രൈവറ്റ് തന്നെ നോക്കൂ, പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും ദേ ആർ ആസ്കിങ് ഫോർ ഡോക്ടേഴ്സ് ഫോർ ടാർഗറ്റ്സ്. ഓക്കെ, അത് മെഡിക്കൽ എത്തിക്സിനെതിരാണ്. Targets in the sense that you will see, you will do this many X-rays or you will send patients for this many transplants, you will get a cut from that. അപ്പോൾ ഡോക്ടർമാർ തന്നെ ഡോക്ടർമാരുടെ പൈസ ക്രിയേറ്റ് ചെയ്യണം അവിടെ. അല്ലാതെ പണ്ടത്തെ പോലെ ഒരു സാലറീഡ് വെൽ കംഫർട്ടബിൾ പൊസിഷൻ ഒന്നും ഇവിടെ ഡോക്ടർമാർക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല, ലാർജ് നമ്പേഴ്സ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഇപ്പോൾ പല സ്ഥലത്ത് സാച്ചുറേറ്റഡ് ആണ്, കാർഡിയോളജിയിലും ഗ്യാസ്ട്രോളജിയിലും ഒക്കെ നോക്കുവാണെങ്കിലേ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഫ്രീലാൻസ് ചെയ്ത് നടന്ന് ചെയ്യേണ്ട ഒരു കാര്യം, ചിലവർ ഓരോ സ്ഥലത്തിരുന്ന് പേഷ്യൻസിനെ ചൂഷണം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഡോക്ടേഴ്സിൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൊറിബിൾ ഹിയർ. അപ്പോൾ അതിനകത്തുനിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്നില്ല. അവർക്കും ഈ പറയുന്ന ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടോ ഇത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യണം? അതർവൈസ് ദേ ഹാവ് ടു ബി ദാറ്റ് മോട്ടിവേറ്റഡ്. നമ്മൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ചിലവരുണ്ടല്ലോ, ദേ വോണ്ട് ടു സെർവ് ദ പീപ്പിൾ, ദേ ആർ നോട്ട് വറിഡ് അബൌട്ട് മണി, ജസ്റ്റ് കംഫർട്ട് ലെവൽ മാനേജ്മെൻറ്റും ആൻഡ് സെർവ് ദ പീപ്പിൾ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ സെർവ് വിത്ത് ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ ഈ ഡോക്ടേഴ്സ് എല്ലാം നോബിൾ ആയിരിക്കണം, എല്ലാവരും സെർവ് ചെയ്യണം എന്നുള്ള that is a societal norm. Doctors are humans, they need also proper comfortable life and asset building. പക്ഷേ അത് ഒരു സർവീസ് മൈൻഡഡ് ആയിട്ട് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് ഈ ഇറങ്ങി വരുന്ന ഡോക്ടേഴ്സ് എല്ലാവരും ഫസ്റ്റ് ജനറേഷൻ ഡോക്ടേഴ്സ് മിക്കവരും. സെക്കൻഡ് ജനറേഷൻ ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ കുറവാണ്. ഞാനൊരു സെക്കൻഡ് ജനറേഷൻ ഡോക്ടറാണ്, എൻ്റെ ഫാദർ ഒരു സീനിയർ ഗ്യാസ്ട്രോളജിസ്റ്റ് ആണ്. പക്ഷെ അതുപോലെ ഫസ്റ്റ് ജനറേഷൻ ഡോക്ടേഴ്സ് ഇറങ്ങി വന്നാൽ ദേ ആർ സ്ട്രഗിളിങ്. അപ്പം അങ്ങനെയുള്ളവരെ റിറ്റെയിൻ ചെയ്യാൻ ഈ നാടിനൊന്നുമില്ല. ദേ ആർ നത്തിങ് ഫോർ ദ സ്റ്റേറ്റ് ടു ഗിവ് ദം. ഇതിൽ മറ്റൊരു പേഴ്സണാലിറ്റി പ്രൊജക്ഷൻ, ഈ അന്യൻ ക്യാരക്ടേഴ്സിൽ, ലിവർ ഡോക്ടറിൻ്റെ അന്യൻ ക്യാരക്ടേഴ്സിൽ മറ്റൊരു പേഴ്സണാലിറ്റി ഉള്ളത് ദ വേ യു കം ഔട്ട് അഗെയിൻസ്റ്റ് ആൽക്കഹോൾ. ഇപ്പോൾ നമ്മൾ ഒരു എത്രയോ ആൾക്കാർ, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര്, അതിൽ ഇൻക്ലൂഡിങ് സെലിബ്രിറ്റീസ് ഓൾസോ, ദേ ഹാവ് ടോൾഡ് മീ ദറ്റ് അവർ വൈകുന്നേരം ഒരു പെങ്കൊക്കെ ഒഴിച്ച് നൈസായിട്ടൊരു കുഷ്യനിലിരുന്ന് ഫോൺ എടുത്ത് നോക്കി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവും അതുകൊണ്ട് ഒരു വൃത്തികെട്ട ലിവറിൻ്റെ ഒരു ഫോട്ടോയും കൊണ്ട് ഒരു മനുഷ്യൻ
ഇങ്ങനെ ഒരു ശല്യം ഈ ലിവർ ഡോക്ടറിന് ഇത് കാരണം ഈ പറയുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു 1940 മുതലൊക്കെ ഈ പറയുന്ന ഗാന്ധിയൻ ഫിലോസഫി ഉള്ളതുകൊണ്ട് ഗാന്ധിയൻ സമാജവും ഗാന്ധിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുള്ളതുകൊണ്ട് മദ്യനിരോധന സമിതി ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പ്രോബ്ലി ഫസ്റ്റ് 2 decades ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്ക് ഈ പറയുന്ന പ്രൊഹിബിഷൻ ഇന്ത്യയിൽ ഒരു വളരെ സ്റ്റേറ്റ് നാഷണൽ വൈഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴാണ് അത് കുറേയും കൂടി ഒരു അബ്നോർമൽ സാധനമായത്. പ്രൊഹിബിഷൻ ഉണ്ടായിരിക്കുകയും മദ്യനിരോധന സമിതി കുറേ വർഷങ്ങളായിട്ട് ചെയ്തിട്ടും പറ്റാതിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയനെ കൊണ്ട് കുറച്ച് കാലം കൊണ്ട് നിങ്ങളുണ്ടാക്കി ഒരുപാട് പേര് മദ്യത്തിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് you are a prohibition. You are absolutely against alcohol. You don't tell people a small drink or a weekend drinking is possible or a social drinking is okay. You tell people alcohol, no. Yeah. Just no. I mean, has it been always like this? And I'm also curious that you come from Kottayam. എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സക്രിയ പണ്ട് പറഞ്ഞൊരു സാധനം എനിക്ക് ഓർമ്മയുണ്ട്. കോട്ടയത്തേക്ക് ഒരു 5-6 മണി കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ചായ വേണോ കാപ്പി വേണോ എന്നുള്ളൂ, വെള്ളം വേണോ സോഡ വേണോ, ഇത്രേ ചോദ്യമേ ഉള്ളൂ. അവിടുന്ന് വരുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ എത്തുന്നത്? വാസ് ഇറ്റ് ത്രൂ യുവർ ഡോക്ടർ ജേർണി ഓർ പേഴ്സണലി ഓൾസോ? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ത്രൂ മൈ ഡോക്ടർ ജേർണി. അതായത് ഞാൻ പണ്ട് ഒരു ടീറ്റോട്ടലായിട്ടൊന്നും അല്ല ജനിച്ചതേ. I mean, I used to enjoy my alcohol. I used to drink like a fish in my college. And I have gotten into alcohol toxicity also. വെള്ളം അടിച്ച് എൻ്റെ പ്രൊഫസർ തന്നെ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെവൽ വരെ വന്നിട്ടുണ്ട് MBBS. എന്നിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനത് ചരിച്ചൊഴിക്കുന്നതിന് നോക്കണ്ട. ബട്ട് ദെൻ അറ്റ് വൺ പോയിന്റ് ഇപ്പൊ നമ്മളിപ്പോ ഡോക്ടറായി, MBBS എന്ന് പറയുമ്പം നമുക്ക് വലിയൊരു ബോധോദയം ഇല്ലല്ലോ. നമുക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. ഒരു ഡോക്ടറായി എന്നുള്ളേ ഉള്ളൂ. ബിയോണ്ട് ദാറ്റ് യു ഡോണ്ട് നോ എനിത്തിങ്. But can you give me more description about the fish thing? Like how many beers or like hard liquor? It depends. എത്ര പാർട്ടീസ് ഉണ്ടോ എല്ലാ പാർട്ടിയിലും പോവും. ഞങ്ങൾക്ക് അവിടെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയുന്നത് റീസൺസ് ഉണ്ട്. ഇപ്പം ഒരു ഫുട്ബോളിലായാലും തോറ്റ കുടിക്കാം, ക്രിക്കറ്റിലായാലും ജയിച്ചാൽ കുടിക്കാം, ഒരു സീനിയറിന് തോന്നിയാൽ ഇൻവൈറ്റ് ചെയ്യും, കുടിക്കും. പിന്നെ MBBS PGയും ചെയ്യുന്ന ആ ഒരു കാലഘട്ടം ജീവിതം വളരെ. അപ്പൊ ഇതിനെപ്പറ്റി എൻ്റെ ഒരു കൈൻഡ് ഓഫ് എ ബുക്ക് ഈസ് ഓൾസോ കമ്മിങ് ഔട്ട് സം ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഐ ആം വർക്കിംഗ് ഓൺ ഇറ്റ്. MBBS ലൈഫും നമ്മൾ ലോട്ട് ഓഫ് തിങ്സ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പം ആൽക്കോൾ എന്ന് പറയുന്നത് ഞാൻ പണ്ട് പോലെ വിട്ടൊരു സംഭവമല്ല. ഞാൻ എൻ്റെ ഡോക്ടർ ജേർണിയിൽ ഇപ്പം MD പഠിച്ചു, പിന്നെ DM. ഇപ്പം DM ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. ഞാനിപ്പോൾ ഹെപ്പറ്റോളജി പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന ഏറ്റവും ലാർജസ്റ്റ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ഇതാ ആൽക്കോൾ യൂസേഴ്സ് ആണ്, ആൽക്കോൾ ലിവർ ഡിസീസ് ആണ്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഇപ്പം നമ്മളൊക്കെ ഡ്രിങ്ക്സ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ആലോചന എന്താ ലിവറാണ്. പക്ഷെ ഒരു ഹെപ്പറ്റോളജിസ്റ്റ് ആയ ഞാൻ ലിവറിനെ പറ്റി അല്ല ആലോചിക്കുന്നത്. എനിക്ക് അതിന് മറുവശം വന്നു. ഐ ഹാവ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓൺ വാട്ട് ആൽക്കഹോൾ ക്യാൻ ഡു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൽക്കഹോൾ ഈസ് എ ഡിസീസ് ഓഫ് ദ ഫാമിലി. അത് ഒരു മനുഷ്യൻ്റെ അസുഖമല്ല. ഇറ്റ് ക്യാൻ ബിക്കം എ ഡിസീസ് ദാറ്റ് ക്യാൻ എഫക്ട് ദ ഹോൾ ഫാമിലി. നമ്പർ ഓഫ് പീപ്പിൾ ഹു ഹാവ് ബ്രോക്കൺ families, number of people who have attempted to kill themselves, number of children who are traumatized beyond. അത് പറയാനാണെങ്കിൽ കുറേ കഥകളുണ്ട് പറയാൻ. ഇതൊക്കെ നമ്മൾ കണ്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി യു ഷുഡ് ആക്ച്വലി ബി പ്രാക്ടീസിങ് വാട്ട് യു പ്രീച്ച്. ഞാൻ എൻ്റെ ഒരു പേഷ്യനോട് പറഞ്ഞു, ഒരു ആൽക്കഹോൾ ലിവർ ഡിസീസ് പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നു, ഭയങ്കര ഹെവി ഡ്രിങ്കർ. എൻ്റെ അടുത്ത് പേഷ്യൻസ് രാവിലെ കുടിച്ചിട്ട് വരെ വന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ വിത്ത് ട്രെംബിളിങ്, ഒരു ബോധമൊന്നും ഇല്ലാതെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒപ്പിയിൽ വൈഫ്സ് വലിച്ചുകൊണ്ട് വരുന്നതാണ്, കൂടെ പിള്ളേരും സ്കൂളിൽ പോലും വിട്ടിട്ടില്ല. ദേ ഹവ് നോട്ട് ഈവൻ സെൻഡ് ദ ചിൽഡ്രൻ സ്കൂൾ, ഡയറക്ട്ലി ദേ ഹവ് കം ടു മീ. ഞാൻ അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ മദ്യപാനം നിർത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി കുളം തോണ്ടും എന്ന് പറയുന്ന ഞാൻ വൈകുന്നേരം പോയി ഒരു കുപ്പി ഇരുന്ന് അടിച്ച് എങ്ങനെ ഇരിക്കും? പുള്ളി കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ല. ഐ മീൻസ് നമുക്കൊരു കോൺഷ്യസ് ഇല്ല, നമ്മുടെ ഒരു സെൽഫ് കോൺഷ്യസ്, നമുക്കൊരു അവയർനെസ്സും ഇല്ല, ഒരു ഇൻസൈറ്റ് വേണ്ടേ. ആ ഇൻസൈറ്റ് എനിക്ക് ലഭിച്ചു through extreme work as a doctor. I think you're talking in the same register as Madhyanirodhana Samiti or Gandhians in Kerala. There'll be a lot of literature about this thing in Kerala. But the way you make an impact, I think, is user storytelling, pictures. ശരിക്കുമുള്ള ലിവർ ഡാമേജ്ഡ് ആൽക്കഹോൾ കഴിച്ച് ലിവർ ഡാമേജ്ഡ് ആയ ആൾക്കാരുടെ ഫോട്ടോസ് ഉപയോഗിക്കുന്നു, അതിന് കൊടുക്കുന്ന ക്യാപ്ഷൻസ്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ വൺ ടൈം തിങ് ഫോർ യു. You're consistently at it. Keep doing it. It's like, opening Instagram and seeing a Madhyanirodhana Samiti account over and over and over. It affects people. That liver photo affects people. ഇത് ഞാൻ പഠിച്ചത്
ആയുഷ് അല്ല ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീഷണേഴ്സിൽ നിന്നാണ്. അത് ശരി. എന്താന്ന് വെച്ചാൽ വൈ ഡു യു തിങ്ക് ദേ സ്റ്റിൽ മാറ്റർ? ബിക്കോസ് ദേ ആർ കൺസിസ്റ്റൻറ്റ് ഇൻ ഗിവിങ് ഔട്ട് മിസ്ഇൻഫർമേഷൻ. അവർക്ക് റെസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മളും ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മളൊരു ദൗത്യം ഏറ്റെടുത്താൽ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിവിടെ നോക്കുന്നത് ആൽക്കഹോൾ ബാൻ ചെയ്യാനൊന്നും അല്ല, അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. ആൽക്കഹോൾ വിൽ ബി ദെയർ, ഇറ്റ് ഈസ് ആസ് ഓൾഡ് ആസ് ഹ്യൂമാനിറ്റി, പീപ്പിൾ വിൽ കണ്ടിന്യൂ ഡ്രിങ്കിങ് ഇറ്റ്. ബട്ട് ദർ ഈസ് a point where a lot of people will realize that alcohol is not necessary for them. ഇപ്പം പല റീസൺസ് ഉണ്ട് ആൾക്കാർക്ക്. സോഷ്യലൈസേഷൻ എങ്കിലും ഒരു പരിപാടി അങ്ങനെ വരും. ചില ആൾക്കാരിൽ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ സ്ട്രെസ് സിറ്റുവേഷൻസ്, ലൈഫ് പ്രോബ്ലംസ്. ഇപ്പം കോവിഡ് വന്നതോടെയാണ് ആ കോവിഡ് വന്ന് പോയി കഴിഞ്ഞ ഫാമിലീസിൻ്റെ ആൽക്കഹോൾ പ്രോബ്ലംസ് ആണ് ഞാൻ ഇപ്പം കാണുന്നത്. 2019-2020 മാസീവായിട്ട് വർക്ക് ലോസ് വന്ന പല പയ്യന്മാരുടെയും നശിഞ്ഞ ലിവറാണ് ഞാൻ ഇപ്പം കാണുന്നത് 2026. ബിക്കോസ് ദേ സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് അറ്റ് ദറ്റ് ടൈം ആൻഡ് ദേ കുഡ് നോട്ട് ക്വിറ്റ്. അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ മാറിയേക്കാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോ നിർത്തണം. സോ യു ഹാവ് ടു സ്റ്റോപ്പ് ദിസ് സംവെയർ. അപ്പം ഐ എം നോട്ട് ലുക്കിംഗ് അറ്റ് 10 on 10 പീപ്പിൾ ക്വിറ്റിംഗ് ആൽക്കഹോൾ. ഐ ജസ്റ്റ് വാണ്ട് 1 person to quit alcohol. ആ ഒരു പേഴ്സൺ എന്തുകൊണ്ട് ക്വിറ്റ് ചെയ്തെന്ന് ആ പേഴ്സൻ്റെ അടുത്ത ജനറേഷൻസ് അറിയും. And they will stop doing this. And I think you want to make it into a cultural point, like this normalization of alcohol. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോട്ടയത്തെ ടീമിനെ പറ്റി പറയുന്ന പോലത്തുള്ള ആ ഒരു നോർമലൈസേഷൻ ഇല്ലാതാക്കാനും കൂടി ഇത് നോർമലൈസേഷൻ പാടില്ല. ഇപ്പം നമ്മുടെ ഇത് മൂവീസ് തന്നെ എല്ലാ ഇന്ത്യൻ സിനിമാസിലും ഇത് നോർമലൈസ്ഡ് ആണ്. മിക്ക ഇതിലും ആവേശം എന്നൊക്കെ പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ, അതിനകത്ത് എവറി സീൻ ഹാസ് ആൽക്കഹോൾ ഇൻ ഇറ്റ് ആൻഡ് ദേ ജസ്റ്റ് ഹാവ് എ സ്മോൾ ഡിസ്ക്ലെയിമർ അറ്റ് ദ ബോട്ടം. പക്ഷേ ആൾക്കാർ മനസ്സിലാവും എന്തുകൊണ്ട് WHO. ഞാൻ WHO വിമർശിക്കുകയും ചെയ്യും പരാമർശിക്കുകയും ചെയ്യും. ഐ എം ഫോർ ദം, ഐ എം ഓൾസോ അഗെയിൻസ്റ്റ് ദം ബിക്കോസ് ഇറ്റ് ഇസ് എ ക്വാസി പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. WHO is not a pure medical organization. It is also a political organization. അതിൻ്റെ ഭാഗമായിട്ട് അവർ പല വേണ്ടാത്ത പരിപാടിയും കാണിക്കുന്നുണ്ട്. പക്ഷേ ഹെൽത്ത് വൈസ് അവരുടെ കുറേ ഇൻഫർമേഷൻ ഈസ് ആക്ച്വലി പ്രിറ്റി കറക്റ്റ്. അതിലൊന്നാണ് ആൽക്കഹോൾ. ദേ ബേസിക്കലി സേ ദാറ്റ് ദർ ഈസ് നോ സേഫ് ലെവൽ ഓഫ് ആൽക്കഹോൾ ദറ്റ് ബെനിഫിറ്റ്സ് ഹ്യൂമൻ ഹെൽത്ത്. അതായത് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ലിവറിൻ്റെ ബേസിസിൽ പറഞ്ഞല്ല, ക്യാൻസർ. ലോവസ്റ്റ് ലെവൽസ് ഓഫ് ഡ്രിങ്കിങ് ക്യാൻ പ്രീഡിസ്പോസ് പീപ്പിൾ ടു ലോട്ട്സ് ഓഫ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്. ക്യാൻസറിനെ പറ്റി അറിയാലോ, ഡിഫറെൻറ്റ് പ്ലേയിങ് ഏരിയയാണത് ഡോക്ടർമാർക്കും പേഷ്യൻസിനും. അത് ഒരു ലെവലറാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു കംപ്ലീറ്റ് ലെവലർ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായി കാണുന്നത് ഈസ് മോസ്റ്റ്ലി ഇൻ വിമൻ ഹു കൺസ്യൂം ആൽക്കഹോൾ. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട് ആൽക്കഹോൾ ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ. അവോയ്ഡബിൾ ആണ്. അത് നിർത്തിയാൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അടിച്ചു തുറന്നിങ്ങ് പറയാണ്. അത് മാത്രമല്ല, ലൈക്ക് യു സെഡ്, not real stories of what my patients go through, plus how their livers look. ഇതൊന്നും ആൾക്കാർക്ക് അറിയാത്ത കാര്യങ്ങളാണ്. നമ്മൾ മദ്യപിക്കുമ്പോൾ നമ്മുടെ കരളിൽ എന്താണ് സംഭവിക്കുന്ന ആൾക്കാർ അറിഞ്ഞു. ദാറ്റ്സ് വെയർ ദ സ്റ്റോറി ടെല്ലിംഗ് കംസ് ഇൻ. ലൈക്ക് ഇപ്പം നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് എന്താ, സിനിമയിലെ ആൾക്കാർ മദ്യപിക്കുന്നതും വളരെ കാഷ്വൽ ആയിട്ട് മദ്യപിക്കുന്നത്, എസ്പെഷ്യലി വെസ്റ്റേൺ മൂവീസ് ആർ ലൈക്ക് ഇറ്റ്സ് എ കൾച്ചർ ദർ. ലൈക്ക് യു അത് ഈ പറയുന്ന ഇന്ത്യൻ മൂവീസിൽ കുറേ കാലം ഇല്ലാതിരുന്ന സ്ഥലമാണ്. അതിനൊരു വയസ്സായിട്ട് കണ്ടുകൊണ്ടിരുന്ന കുറേ കാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വി ഹവ് റീച്ച്ഡ് എ സ്റ്റേജ് വെർ ഇറ്റ്സ് നോർമൽ. അത് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് വെൻ യു ഡു ദീസ് കൈൻഡ് ഓഫ് ലിവർ ഫോട്ടോസ്. സംവെയർ ഒരു കോൺഷ്യസിൽ ഒരു വിള്ളൽ വീഴുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും ഇതിനെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്, ദ മൊമെന്റ് ദേ സീ ദാറ്റ് ലിവർ ഫോട്ടോ, പിന്നെ അവർക്ക് ഈ പറയുന്ന ഇതിനൊരു നോർമലൈസ് ചെയ്യുന്നതിൽ ആ ലിവർ ഫോട്ടോ ഒരിക്കലും ലങ് ക്യാൻസർ ഫോട്ടോ മാതിരി ബോട്ടിൽ വരില്ല. വരത്തില്ല. ബിക്കോസ് ആൽക്കഹോൾ ലോബി ഈസ് ദി സ്ട്രോങ്സ്റ്റ് ലോബി. ഇതേ ആൾക്കാർ തന്നെ തിയേറ്ററിൽ പോയിട്ട് പുകവലിയുടെ പരസ്യം കാണുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിൽ ചോദിക്കുന്ന പോലെ മറ്റേ ശ്വാസകോശം വന്നോ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ തമാശയായിട്ട് കാണാൻ തുടങ്ങി. പക്ഷെ ദിസ് പീപ്പിൾ ഡോണ്ട് സീ ഇറ്റ് ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഓൾസോ ഹാസ് ടു ഡു വിത്ത് യുവർ പേഴ്സണാലിറ്റി, ദ വേ യു ടെൽ സ്റ്റോറീസ്. നമ്മൾ ഈ പറയുന്നതൊക്കെ ഫിക്ഷൻ അല്ല, എല്ലാം നോൺ ഫിക്ഷനാണ്. ഐ മീൻ റിയലിസ്റ്റിക് ആണ്. അത് പറയാൻ എളുപ്പമാണ്. നമുക്ക് അതിനകത്തൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ കാണുന്ന പല പേഷ്യൻസിൻ്റെയും ആൽക്കഹോൾ സ്റ്റോറീസ് വിത്ത് എവിഡൻസ് ഞാൻ സംസാരിക്കുമ്പം ഇറ്റ് ക്രിയേറ്റ്സ് എ റിയലിസ്റ്റിക് പിക്ചർ ഇൻ പീപ്പിൾ ഹു ഹാവ് നെവർ ബീൻ എക്സ്പോസ്ഡ് ടു സച്ച് എ നെറേറ്റീവ്. ഇപ്പം പറഞ്ഞില്ല, നമുക്ക് സിനിമയിലെ നെറേറ്റീവ്, അല്ല നമ്മുടെ ചെറിയ ചെറിയ സീരിയലുകളിലെ നെറേറ്റീവ്, അല്ലെ ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചർ നെറേറ്റീവ്, ആൾക്കാർക്ക് എൻജോയ് ചെയ്യുമ്പോൾ ഒരു കോക്ടെയിൽ ഇട്ടിരിക്കുന്ന നെറേറ്റീവ്, ഈ നെറേറ്റീവ്സ് ഒക്കെ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്കിൽ ദർ ഇസ് എ ഹ്യൂജ് ഡാർക്ക് പ്ലേസ് വേർ പീപ്പിൾ ആർ നോട്ട് ബീൻ ടേക്കൺ ടു. അത് ഞാൻ കാണുന്നുണ്ട്, എന്നെ പോലെ ഡോക്ടേഴ്സ് പലരും കാണുന്നുണ്ട്. അത് ആൾക്കാരൊന്ന് കാണിച്ചു കൊടുക്കുന്നത് മാത്രമല്ല ഇതിലൊരു ക്ലാസ് സാധനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ആൽക്കഹോൾ ഈ പറയുന്ന ഇപ്പം ആസ് എ ഡോക്ടർ യു പ്രോബ്ലി ഹാവ് seen the patient history, so you might probably know about this better.
കാരണം പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രിവിലേജും അല്ലെങ്കിൽ അതിനൊരു അപ്പർ ക്ലാസ്സും ആൽക്കഹോളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ഇവിടെ ഞാൻ കാണുന്ന സമയത്ത് പലരും ഇപ്പം സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, ഇപ്പം ചില ആൾക്കാർ ആൽക്കഹോള് ഇല്ലാതെ പറ്റാത്ത ആൾക്കാരുണ്ട്. രാത്രി അതും ഇച്ചിരി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആളെ പേര് ഞാൻ പറയുന്നില്ല, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള ഒരു കേരള പൊളിറ്റീഷ്യൻ എല്ലാ ദിവസവും രാത്രി സിംഗിൾ മാൾട്ട് കഴിക്കാതെ പുള്ളി ഉറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ വർഷങ്ങളായിട്ട്. അപ്പം ഇങ്ങനെ ഒരു കൾച്ചർ പീപ്പിൾ സീ ഇറ്റ്, വാട്ട് ഈസ് ദ റിച്ച് ഡൂയിങ് as part of their socialization, what is the privilege doing as part of their socialization? It's casual drinking. It's not just casual drinking, it's drinking single malt and drinking actually alcohol with a higher concentration of alcohol. ഇത് ഈ ഒരു ആസ്പിറേഷണൽ വാല്യൂ ഉണ്ടോ ഈ പറയുന്നുണ്ടല്ലോ ചില വ്യക്തികളിൽ ദേ ഡ്രിങ്ക് ലെസ് പക്ഷെ ദേ റെഗുലർ ഇൻ ദാറ്റ് ഡ്രിങ്കിങ്. ഇപ്പം പറഞ്ഞില്ല, ഒരു വ്യക്തി രാത്രി ഒരു സിംഗിൾ മാൾട്ട് കഴിച്ചിട്ടേ കിടന്നുറങ്ങുള്ളൂ. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ അല്ല, അത് ആൽക്കഹോളിൻ്റെ ഡിസിഷനാണ്. ഹിസ് ബ്രെയിൻ ഈസ് റീവയർഡ് ബൈ ദാറ്റ് ആൽക്കഹോൾ ടു ഡൂ ദാറ്റ് എവറി നൈറ്റ്. ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ആൽക്കഹോളിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് വരുന്നത് എവിടെയാണെന്ന് അറിയോ? ബ്രെയിനിലാണ്. ഭയങ്കര ഹോർമോണൽ പ്ലേ ആണ് അവിടെ നടക്കുന്നത്. സിഗ്നലിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി റീവയർ ചെയ്യും. പിന്നെ നമ്മളറിയാതെ തന്നെ നമ്മൾ എല്ലാ ദിവസവും രാത്രിയിൽ ഉറങ്ങാടിക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ. സോ ഈസ് ഓൾറെഡി അണ്ടർ ദാറ്റ് ലോ ലെവൽ ഓഫ് ഡ്രിങ്കിങ് കൺട്രോൾ. ഐ വോണ്ട് കോൾ ഹിം എൻ ആൽക്കഹോളിക് ബിക്കോസ് അതിൽ ഡെഫിനിഷൻസ് ഉണ്ട്, പക്ഷേ ഹി ഈസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദാറ്റ്. അല്ല, എനിക്ക് ഏറ്റവും രസമുള്ള എൻ്റെ മനസ്സിലുള്ള ഒരു പിക്ചറുണ്ട്. ഈ കക്ഷിയും ഒരു ജാപ്പനീസ് അംബാസിഡറും ഇന്ത്യയിൽ വന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാത്രി കോവളത്ത് വെച്ച് കിടന്നൊരു ഹോട്ടലിൽ, 5 സ്റ്റാർ ഹോട്ടലിൽ നടക്കുന്നൊരു പരിപാടിയാണ്. എല്ലാവരുടെ അടുത്തും ഹോട്ടലിലെ സ്റ്റാഫ് വന്നിട്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ജപ്പാൻ അറിയാലോ, എല്ലാവരും അവിടുത്തെ പബ്ലിക് ഒഫീഷ്യൽസ് എല്ലാവരും എബോവ് 60 ആണ്. ഈ കക്ഷി എന്തോ എബോവ് 80 എന്തോ ആണ്. ഇങ്ങനെ ഓറഞ്ച് ജ്യൂസ് മതി എന്ന് പറഞ്ഞു, മധുരമൊന്നും ഇടാത്തൊരു ഓറഞ്ച് ജ്യൂസ് അവർ കൊണ്ടുകൊടുത്തു. മറ്റേയാൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള, ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ മാൾട്ട് എടുത്തിട്ട്. അപ്പോൾ ഞാനിത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ലൈക്ക് ഓൾമോസ്റ്റ് വി ആർ സിമിലർ വിത്ത് ജപ്പാൻ. നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൂടി വരുന്നു, പക്ഷേ our choices are completely different from them. The West has kind of probably realized the problem with alcohol. റിയലൈസേഷൻ ഗ്ലോബൽ തലത്തിലുണ്ട്. വി ഹാവ് എ ഹോൾ ഗ്ലോബൽ ബേർഡൻ ഓഫ് ആൽക്കഹോൾ ലിവർ ഡിസീസ്. ലാൻസെറ്റിലൊക്കെ പബ്ലിഷ് ചെയ്ത ഹ്യൂജ് ഡേറ്റയാണ്. എവരിബഡി നോസ് ഇറ്റ്, ഓൾ ദ ഗവൺമെൻറ് നോസ് ഇറ്റ്. പക്ഷേ ഈ പറയുന്ന, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ പറയുന്ന ഡ്രിങ്കിങ് ഫോർ വാട്ട് എവർ, ഫോർ പ്രസ്റ്റീജ് ഓർ പ്രിവിലേജ് ഓർ ടു ഷോ എ ക്ലാസ് ഓർ വാട്ട് എവർ, അതിലൊരു പ്രോബ്ലം ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പേഷ്യൻസ് എൻ്റെ അടുത്ത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പം താങ്കളിത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ക്ലിക്കായത്. ഞാൻ അവരുടെ അടുത്ത് പറയുന്നു, സി നൗ യു ഹാവ് ലിവർ ഡിസീസ്, സിറോട്ടിക് ലിവർ ആണ്, ലിവർ ചുരുങ്ങിയിരിക്കുകയാണ്, ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ആൽക്കഹോൾ. അപ്പോൾ ഇവരുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ അത് എങ്ങനെയാണ് പറ്റുന്നത്? ഇറ്റ്സ് ഇംപോസിബിൾ, ബിക്കോസ് ഞാൻ കഴിച്ചത് സിംഗിൾ മോൾട്ടാണ്, ഐലേ മോൾട്ടാണ്. ഞാൻ ഇവിടുത്തെ ഈ തറ കിങ്ഫിഷർ ബിയർ ഒന്നും അല്ല. യെസ് എന്നാണ് അവരെൻ്റെ അടുത്ത് പറയുന്നത്. സോ ദർ ഈസ് ദിസ് ഹ്യൂജ് problem, misinformation within alcohol, where people think that there is good alcohol and bad alcohol. അപ്പം അവിടെയാണ് ഈ ക്ലാസിസ്റ്റ് അപ്രോച്ച് പ്രശ്നമാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ they think that if you have a high quality alcohol, your liver is going to just not make a big fuss about it. പക്ഷെ ലിവറിനെല്ലാം എത്തനോളാണ്, അത് വിഷമാണ്, അത് കാറ്റഗറി 1 കാർസിനോജനാണ്, ക്യാൻസർ കോസിങ് ഏജൻ്റാണ്. അതുകൊണ്ട് തന്നെയാണ് അവോയ്ഡിങ് ആൽക്കഹോൾ ഈസ് ഓൾവേസ് ബെസ്റ്റ് ഫോർ എ ഹെൽത്ത്. ഇതിൽ എ തേർഡ് ആസ്പെക്ട് ഓഫ് യുവർ പേഴ്സണാലിറ്റി, ദിസ് ഐ ഡിഡൻറ്റ് നോ അൺടിൽ ഐ റെഡ് ദ ബുക്ക്. ആ ബുക്ക് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ്, യു ബുക്ക് കേം ഔട്ട് വെരി റീസെൻ്റ്ലി, ഇപ്പോൾ ഈ ഒരു മാസം ആവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇറങ്ങിയ സമയത്ത് അത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിനകത്തൊരു ദർ ഇസ് അനദർ കൈൻഡ് ഓഫ് liver doctor, right? Liver doctor or Dr. Abby Phillips usually come across as this വളരെ ബെലിജറൻ്റ് ആയിട്ടുള്ള, വളരെ ഒരു ധിക്കാരിയായിട്ടുള്ള, വളരെ കോമ്പാറ്റീവ് ആയിട്ടുള്ള, ആൾക്കാരോട് എതിർത്ത് സംസാരിക്കുന്ന ഒരു വിഖണ്ഡതാവാദം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അപ്പിയറൻസ്. പക്ഷേ ഈ ബുക്കിലെ ഡോക്ടർ ഭയങ്കര മെലോഡായിട്ടുള്ള, അതായത് ഷവറിലിരുന്ന് കരയുകയും വഴിയിൽ പോകുന്ന വഴിക്ക് ഒരു ഡാൽമേഷ്യൻ പപ്പിയെ കാണുകയും അതിനെ വീട്ടിൽ കൊണ്ടുവരികയും അതിനെ വളർത്തുകയും അത് മരിച്ചു പോകുമ്പോൾ അഗാധമായിട്ടുള്ള ദുഃഖം പ്രകടിപ്പിക്കുകയും. You have another kind of personality that I think people has not realized. You got
fed by the social media and you got carried away by social media to some extent? ഈ പറയുന്ന പേഴ്സണാലിറ്റിയാണ് എൻ്റെ ആക്ച്വൽ പേഴ്സണാലിറ്റി. ബിക്കോസ് ഞാനൊരു ഡോക്ടറാണ്. ഐ ഹാവ് മൈ പ്രൈമറി വർക്ക് ഇസ് ആസ് എ ഡോക്ടർ, ആസ് എ ക്ലിനീഷ്യൻ, ആസ് എ ടീച്ചർ. അപ്പോൾ എൻ്റെ ശരിക്കുള്ള പേഴ്സണാലിറ്റി ഇസ് ദാറ്റ്. അതാണ് ബുക്കിൽ വന്നേക്കുന്നത്. ബിക്കോസ് ബുക്ക് എഴുതുമ്പം ഞാൻ വേറൊരു ലോകത്തല്ല, ഞാൻ എൻ്റെ Very ലോകത്ത് തന്നെ. emotional. I didn't expect that. I mean, I almost expected you to write patient diagnosis സാധനങ്ങളും എല്ലാം, or you know, a complete this thing, ഒരു ആയുർവേദത്തിനെതിരെ ഒരു തീസിസ് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ വന്നത് വളരെ ഇമോഷണൽ ഈ ബുക്ക് ആയിട്ട്, എക്സാക്ട്ലി ദ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള, അതിൽ ആ തുടക്കത്തിലെ ചാപ്റ്റേഴ്സിലെല്ലാം you're very vulnerable and it comes across, and I like the format really. നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സിൽ ഡയഗ്നോസിസ് പോലത്തെ ഒരു സീരീസ് ഒക്കെ പോലത്തെ ഒരു ഫോർമാറ്റ്, അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി, അദ്ദേഹം വരുന്നു, അദ്ദേഹം നിങ്ങൾ അദ്ദേഹത്തിനെ കാണുന്നു, അദ്ദേഹമായിട്ട് സംസാരിക്കുന്നു, ആ പേഷ്യൻറ്റിൻ്റെ അന്വേഷണം എന്താണെന്നുള്ളത് ഓൾമോസ്റ്റ് ഒരു ഡിറ്റക്റ്റീവ് ത്രില്ലർ പോലെ. ചില ചാപ്റ്ററൊക്കെ ഞാൻ എന്നിട്ട് വേഗം ലാസ്റ്റിലേക്ക് വായിക്കാൻ തുടങ്ങി, ഇത് എന്താ സംഭവം, ഇതിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതല്ല അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്നുള്ള അറിയാൻ വേണ്ടി ഞാൻ എന്നിട്ട് ആ ചാപ്റ്റർ ലാസ്റ്റിലേക്ക് പോയി നോക്കാം, അപ്പോൾ ഒരു സമാധാനം വരും. എന്നിട്ട് ബാക്കിയത് ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പോലെ ഒരു എല്ലാ ചാപ്റ്ററും അങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ വാട്ട് ഐ ലൈക്ക് ദിസ്, യു ആർ പെപ്പറിങ് ഇറ്റ് വിത്ത് മെഡിക്കൽ ഹിസ്റ്ററി. ലൈക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെ വന്നു, ഓരോ എലിമെൻറ്റ്സ് എങ്ങനെ വന്നു, അതിൻ്റെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്. ആൻഡ് യു ഡിൻ സ്റ്റാർട്ട് ഇൻ മോഡേൺ സയൻസ്, പഴയ ഗ്രീക്കിലെ ഹിസ്റ്ററി, പഴയ അറേബ്യൻ പേർഷ്യൻ ഹിസ്റ്ററി, അതെന്നെല്ലാം ഓരോ ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെ വരുന്നു. ഇറ്റ്സ് ഫുൾ ഓഫ് മെഡിക്കൽ വേർഡ്സ്, പക്ഷേ ഐ ഫെൽറ്റ് ഇറ്റ്സ് ലെജിബിൾ ഫോർ ഈവൻ എ ലേമൻ. അതെ, ഞാനൊരു ഡോക്ടേഴ്സിന് വേണ്ടി മാത്രം എഴുതല്ലത്, ഇറ്റ് ഈസ് ഓൾസോ ഫോർ ദ നോൺ മെഡിക്കൽ കമ്മ്യൂണിറ്റി. ബട്ട് ഐ എം ക്യൂരിയസ്, അറ്റ് വാട്ട് പോയിന്റ് ഇൻ യുവർ ലൈഫ് ഇങ്ങനെ ഒരു ബുക്ക് ആവശ്യമുണ്ട്, ഇത് ഞാൻ എഴുതേണ്ട കാര്യമുണ്ടെന്ന് തോന്നാൻ കാരണം എന്താ? ഇത് പക്ഷേ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ അല്ല. എനിക്ക് എനിക്ക് എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ് ബേസിക്കലി. സോ ഇനീഷ്യലി ഐ ഡിഡ് നോട്ട് വോണ്ട് ടു ബി എ ഡോക്ടർ. എനിക്ക് മീഡിയ, സ്ക്രീൻ റൈറ്റിംഗ്, സ്ക്രിപ്റ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. സോ ദാറ്റ് ഈസ് വൈ ഇഫ് യു സീ മൈ ബുക്ക് ഷെൽഫ്, ഇറ്റ്സ് ഫുൾ ഓഫ് ഗ്രാഫിക് നോവൽസ്. ഞാൻ വലിയ നോവൽസ് വായിക്കാറില്ല. ഐ ലവ് ദീസ് കൈൻഡ് ഓഫ് സിനിമാറ്റിക് റീഡ്സ്. പക്ഷേ ഡോക്ടറായി പോയി. അപ്പോൾ ഡോക്ടറായി ഡോക്ടറായി ആക്സിഡന്റൽ ഡോക്ടറാണ്, ബട്ട് ഐ ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. എന്നുവെച്ചാൽ ഡോക്ടറായി കഴിയുമ്പോൾ you also have an influence in storytelling as it's seen in the West, അല്ലേ? ഒരു യൂറോപ്യൻ കൈൻഡ് ഓഫ് ഫ്ലാറ്റ് എടുത്ത് നോക്കിയാൽ അതിനൊരു യൂറോപ്യൻ ടച്ച് ഉണ്ട്. അതെ അതെ, മൊത്തത്തിലൊരു ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്. അത് ഈ ഗ്രാഫിക് നോവൽസ് പല തരത്തിലെ പല കൾച്ചേഴ്സിൽ നിന്നുള്ള ഗ്രാഫിക് നോവൽസ് വായിച്ച് എനിക്ക് കിട്ടിയ ഒരു തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ്. അപ്പം അത് വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ എഴുത്ത് എനിക്ക് ഒരിക്കലും വിടാൻ പറ്റത്തില്ല. ഐ നീഡ് ടു റൈറ്റ് സംതിങ്. ഐ ഓൾവേസ് ലവ് ടു റൈറ്റ് സംതിങ്. അങ്ങനെ ഇപ്പം മെഡിസിനിൽ കയറിയപ്പം ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ് മെഡിക്കൽ റിസർച്ച്. അപ്പം എനിക്ക് ഇഷ്ടം പോലെ പബ്ലിക്കേഷൻസ് ആയി തുടങ്ങി. ആൻഡ് ദർ ഈസ് ഓൾസോ സം കൈൻഡ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ബിക്കോസ് യു ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക്. പക്ഷേ ഞാൻ മെഡിക്കൽ റിസർച്ച് ചെയ്ത് പബ്ലിഷ് ചെയ്ത് ഓരോ സ്ഥലത്ത് പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്നു, എനിക്ക് അവിടെ നിന്ന് ഒരു അവാർഡൊക്കെ കിട്ടുന്നു, മെഡിക്കൽ കമ്മ്യൂണിറ്റി നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഐ എം ഗെറ്റിംഗ് ടു സീ ദ സെയിം കൈൻഡ് ഓഫ് പേഷ്യൻസ് എവറി ഡേ. ഒരു എക്കോ ചേമ്പർ ആയിട്ട്. അതെ, അതായത് നമുക്ക് പേഷ്യൻസ്, അതായത് കുറേ അവോയ്ഡബിൾ ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിന്, അല്ലെ നമുക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവോയ്ഡ് ചെയ്യാൻ കുറച്ച് ലിവർ ഡിസീസസ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പോയിട്ട് ഈ ഇക്കോ ചേമ്പറിലാണ് സംസാരിക്കുന്നത്, അല്ലാതെ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നില്ല. അപ്പം ഐ റിയലൈസ് ദാറ്റ് ബീങ് എ ഡോക്ടർ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബീങ് എ ടീച്ചർ ടു യുവർ സ്റ്റുഡൻസ് ബട്ട് ഓൾസോ ടു യുവർ പേഷ്യൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ ഈ OPD വാൾസ് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യണ്ടേ. അപ്പം അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയ കയറുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിലുള്ള ഒരു ചാനലിംഗ് ആയി മാറി ഈ സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ ഇനീഷ്യലി ഐ യൂസ് ടു ബി വെരി സ്ട്രേറ്റ് ഫോർവേഡ് ഫാക്റ്റ് എഴുതും. എൻ്റെ സ്റ്റഡി ഇതാണ് ഇതിനകത്ത് കണ്ടുപിടിച്ചത്, ഈ ഹെർബ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് എഴുതും. കുറേ തെറി കിട്ടും, നമ്മൾ അടുത്തതിലോട്ട് പോകും, വേറെ ചേഞ്ച് ഒന്നും കാണുന്നില്ല. ദെൻ ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് മൈ പേഷ്യൻസ് ഹു വെൻ ത്രൂ ദാറ്റ് ഇൻ ദ ഫോം ഓഫ് സ്റ്റോറീസ്. അപ്പം ട്വിറ്ററിൽ എനിക്ക് ഭയങ്കര ലോങ് ഫോം പോസ്റ്റുകൾ ഞാൻ ഇടാൻ തുടങ്ങി ഫോർ മെഡിക്കൽ ട്വിറ്റർ. പക്ഷേ ഇറ്റ് വാസ് റിട്ടൺ ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഇസ് സോ സിമ്പിൾ ദാറ്റ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തത് കൂടുതലും നോൺ മെഡിക്കൽ ട്വിറ്ററാണ്, അതായത് ട്വിറ്ററിൽ സാധാരണക്കാർ. അങ്ങനെ കുറേ എഴുതി, അങ്ങനത്തെ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂ ആയപ്പോഴത്തേക്ക് ഹാർപ്പർ കോളിൻസ് പബ്ലിഷേഴ്സ് എന്നെ അപ്രോച്ച് ചെയ്തിട്ട് പറഞ്ഞു, വുഡ് യു ലൈക്ക് ടു റൈറ്റ് എ ബുക്ക് ഓൺ വാട്ട് യു ആർ റൈറ്റിംഗ് ആൻഡ് മേക്ക് ഇറ്റ് എ ബിഗർ എക്സ്റ്റൻഷൻ ഓഫ് വാട്ട് ദിസ് ഇസ്. അപ്പോൾ പണ്ടത്തെ നമ്മുടെ ചൈൽഡ്ഹുഡ് ഡ്രീം അവിടെ കത്തി. മാത്രമല്ല ഇതിൽ അങ്ങനെ ഒരു ഇന്ത്യയിലെ മെഡിക്കൽ റൈറ്റിങ്ങിൽ ഈ പറയുന്ന നോൺ അക്കാഡമിക് ആയിട്ടുള്ള സാധനത്തിൽ ഇങ്ങനെ വളരെ കുറവ്. ഇപ്പോൾ വെസ്റ്റിൽ ഒരുപാടുണ്ട്. അപ്പം സിദ്ധാർത്ഥ മുഖർജിയുടെ ബുക്കുണ്ട്, ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉണ്ട്.
ഒരുപാട് ബുക്കുകളുണ്ട് അതുലിലും മറ്റേ ഈ പറയുന്ന അതുൽ Being. ഗവാൻ. അപ്പം ആ ഒരു ഓൺ ഡെത്ത് പോലത്തെ പുസ്തകങ്ങൾ അതിൽ ഈ പറയുന്ന ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന സന്ദർഭങ്ങളോടൊപ്പം അയാൾ ചിന്തിക്കുകയാണ് ഈ അസുഖത്തിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് അല്ലെങ്കിൽ ഡെത്തുമായിട്ടുള്ള ഒരു ഫിലോസഫി എങ്ങനെയാണ്. യു ആർ ഇൻ ദ സിമിലർ ലൈൻ. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതെ, അതുപോലെ ആ സെയിം ജനറാണ്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ റൈറ്റേഴ്സ് ഉണ്ട് ഇതുപോലെ എഴുതുന്നത്. യെസ്. പക്ഷെ ദർ ആർ നോബഡി ആക്ച്വലി ഇൻ ഇന്ത്യ റൈറ്റിംഗ്. This is very relatable because the patients you're describing are very relatable. അത് എൻ്റെ നെയ്ബർ ആയിരിക്കാം, എൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം. അതെ, ഇപ്പോൾ അതിനകത്ത് ഒരു എക്സാമ്പിൾ എനിക്ക് തോന്നിയത് ഒരു ചേച്ചി മറ്റേ പ്രോട്ടീൻ ഷേക്ക് തടി കുറയ്ക്കാൻ വേണ്ടി പ്രോട്ടീൻ ഷേക്ക് കഴിച്ചിട്ട് പിന്നെ ഈ പറയുന്ന ലിവർ ഡാമേജ് വന്ന് അവസാനം ഐ നോട്ട് റിവീലിംഗ്, പക്ഷെ അവസാനം ഒരുപാട് ബുദ്ധിമുട്ടിയ അതിനകത്ത് ഒരു സെൻറ്റൻസ് ഉണ്ട്. അവർ ഈ പ്രോട്ടീൻ ഷേക്ക് കഴിക്കാൻ പോയത് ഒരു ടെമ്പിൾ ഫെസ്റ്റിവലോ ഒരു ഫെസ്റ്റിവലിന്റെ അതെ, ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു കാർണിവലിൽ അവരൊരു സ്റ്റാളിൽ കണ്ട സാധനമാണ്. കറക്റ്റ്. അപ്പൊ അത് ശരിക്കും നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന വേ പ്രോട്ടീൻ അല്ലായിരുന്നു, സംതിങ് മോർ സിനിസ്റ്റർ. അതായിരുന്നു ദ ഹോൾ പോയിന്റ് ഓഫ് ദാറ്റ് സ്റ്റോറി. അപ്പൊ അതിനെപ്പറ്റി ഞാൻ എടുത്തു പറയുന്നുണ്ട്. അതെ. ആ കമ്പനി എനിക്കിട്ട് കുറെ കേസ് പഠിച്ചതാണ്. അത് യു മെയ്ഡ് ഇറ്റ് ഇൻ ഒരു പബ്ലിക്കേഷൻ. പക്ഷെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, അവരൊരു കാർണിവലിന് പോകുന്നു, ഒരു ടൗണിൽ ഒരു കാർണിവലിൽ പോകുന്നു, അവിടെ ഒരു സ്റ്റാളിൽ. ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷനുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു സാധനമാണ്. ഇതിപ്പോ റിയൽ ലൈഫ് ആയതാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ജനർ ഓഫ് റൈറ്റിംഗ്, ഇങ്ങനെ ഒരു ജനർ ഓഫ് ഓത്തേഴ്സ് ഇന്ത്യയിൽ ഇല്ല. സോ അവിടെ ഒരു ഹ്യൂജ് ഗ്യാപ്പാണ് ടു ഫിൽ ഇറ്റ്. അപ്പം ഐ ഫൗണ്ട് ഇറ്റ് an excellent opportunity. ഇത് ഹാർപ്പർ കോളിൻസ് ആദ്യം വന്നപ്പോഴേ. അപ്പം ഇത് ഫസ്റ്റ് ഓഫ് മൈ ഓഫറിങ്സ് ആണ്. അതിപ്പം നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ, യു ഹാവ് ടു റൈറ്റ് എ ബുക്ക് ദറ്റ് ക്ലീൻസ് യുവർ മൈൻഡ് ഫസ്റ്റ്. അപ്പം എൻ്റെ ഈ പേഷ്യൻസിൻ്റെ കഥകളെല്ലാം അതായത് നമുക്ക് മറക്കാൻ എനിക്ക് എല്ലാ പേഷ്യൻസിൻ്റെ ഓർമ്മയുണ്ട്, പക്ഷെ നമുക്ക് മറക്കാൻ പറ്റാത്ത കുറച്ച് ചാലഞ്ചിങ് കേസസ് ഉണ്ടല്ലോ, അതെല്ലാം ഈ ബുക്കിലുണ്ട്. അപ്പം ഞാൻ അതിനകത്താണ് അൺലോഡ് ചെയ്തത്. ഇനി വരുന്നതൊക്കെ ഇതിലും വലിയ വലിയ കാര്യങ്ങളും ഇതിനെ പോലെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉള്ളത്. ഇതിൽ ആദ്യത്തെ ആ ചാപ്റ്റർ മുമ്പ് ട്വിറ്ററിൽ എഴുതിയിട്ടുള്ളതാണ്. സായി ലക്ഷ്മി എന്ന് പറയുന്ന 14 വയസ്സുള്ളൊരു കുട്ടി കരളിന് അസുഖമായിട്ട് വരുന്നു. ആൻഡ് യു റിയലൈസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ലോങ് ഡയഗ്നോസിസ്, ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അവസാനം മനസ്സിലാവുന്നത് അത് ഓൾമോസ്റ്റ് ആൽക്കഹോൾ എങ്ങനെയാണോ കരളിനെ ബാധിക്കുന്നത് അതുപോലെയാണ് ഈ കുട്ടീനെ ഈ പറയുന്ന ലിവറിൽ ബാധിച്ചിരിക്കുന്നത്. ദെൻ യു റിയലൈസ് ഇറ്റ്സ് ത്രൂ എ ഹെർബൽ ടെസ്റ്റിംഗ് ആൻഡ് സം ആയുർവേദ പ്രൊഡക്ട്സ് ഹാവ് ഡാമേജ് ദ ലിവർ. ഇതുപോലത്തെ കഥകളാണല്ലോ ഇതിൽ മുഴുവൻ, ഇതുപോലത്തെ കഥകളാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് വൺ തിങ് ടു റൈറ്റ് ദ ബുക്ക് because by then you're over it. You've experienced what you have experienced. But it's another thing to go through that process. No, it's a day-to-day thing and it's also your job. അതിൽ അവിടെ നിന്ന് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് കഴിയുന്നവരെ physically you are exhausted, mentally you are exhausted. Can you talk about, and I think there are few characters in your book. ഇപ്പം അവിടുത്തെ സീനിയർ ഹെപ്പറ്റോളജിസ്റ്റ്, സീനിയർ പാത്തോളജിസ്റ്റ് ഉണ്ട്. ഈ കഥാപാത്രങ്ങളുണ്ടല്ലോ, ദേ കം ഒക്കേഷണലി, ദേ ആർ ലൈക്ക് ദ പസിൽ സോൾവേഴ്സ്. ഇടയ്ക്ക് വന്ന് ഇത് നിങ്ങളോട് നോക്കാൻ പറയും, ആ ലിവറിന്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ കാണിച്ചു തരുമ്പോഴാണ് ലൈറ്റ് ഗോസ് ഓഫ് ഇൻ യുവർ ഹെഡ്. ഞാൻ അവരെ സ്പെസിഫിക് ആയിട്ട് പേരെടുത്ത് എഴുതിയിട്ടില്ല. ഇറ്റ് വാസ് എ നോൺ ഫിക്ഷൻ നെറേറ്റീവ് ആൻഡ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബ്രിങ് എനി മോർ ട്രബിൾ ഓൺ ദം. പക്ഷേ ദ ഹോൾ പോയിന്റ് ഈസ് നോട്ട് ജസ്റ്റ് മീ ഹൂ ഇസ് ഡയഗ്നോസിങ്. അവിടെ ഒരു ടീമുണ്ട്, അത് ആൾക്കാർക്ക് അറിയില്ല. പേഷ്യൻസ് ആണെങ്കിലും they should realize, I mean, I want people to realize that medicine is not always one person's effort. 90% എഫേർട്ടും ഒരു ടീമാണ്. പക്ഷെ അതിലും ഏറെ എഫേർട്ട് എന്ന് പറയുന്നത് ശരിക്കും പേഷ്യൻറ്റും ഫാമിലിയാണ്. എൻ്റെ പല ഡയഗ്നോസിസ് നോക്കിയാൽ പേഷ്യൻ്റ് തന്നെ നമുക്ക് ഡയഗ്നോസ് തരുന്നത്, ബിക്കോസ് ദർ ആർ സോ മെനി ക്ലൂസ് ഇൻ ദർ ഹിസ്റ്ററി. അപ്പം ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒരു വെൽ റണ്ണിങ് ആൻഡ് ഒരു ഡയഗ്നോസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഭയങ്കര വാല്യുബിൾ ആണ്. ഇപ്പോൾ ഹെപ്പറ്റോളജിയിൽ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പത്തോളജിയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പത്തോളജി. അവർ ഇല്ലാതെ നമുക്ക് ഹെപ്പറ്റോളജിയിൽ ഡിഫിക്കൽട്ട് കേസ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻ്റർവെൻഷണൽ മാനേജ്മെൻറ്റും ഈ പല സ്പെസിഫൈഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇൻ്റർവെൻഷണൽ റേഡിയോളജി വേണം. I think we have one of the best guys, the best team right now in the country. And they are so aggressive with diagnostics. അവർ കണ്ടുപിടിച്ചിട്ടേ വിടുള്ളൂ. അതിൽ ഈ ബുക്കിൽ പറയുന്ന 1-2 സാധനങ്ങളുണ്ടല്ലോ, ഈ തൊണ്ടയിലൂടെയൊക്കെ
ഇത് ഇറക്കിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് അതെ, ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബേസിക്കലി ലിവർ വളരെ- ബയോപ്സി ആണ് ഒരു സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അപ്പം എല്ലാവരുടെയും ലിവർ ബയോപ്സി നേരെ പോയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. വി കാൺ ജസ്റ്റ് ഡയറക്ട്ലി ഗോയിങ് ത്രൂ ദ സ്കിൻ ബിക്കോസ് ദർ മൈറ്റ് ബി എ ലിവർ ഫെയിലിയർ വിച്ച് ക്യാൻ ലീഡ് ടു മോർ ബ്ലീഡിങ്. ഇറ്റ്സ് ഡേഞ്ചറസ് ഫോർ ദ പേഷ്യൻറ്റ്. സോ വാട്ട് വി ഡു ഇസ് വി ഗോ ത്രൂ ദ വെയിൻ ഇൻ ദ നെക്ക്. നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന മാതിരി ഒരു വയറിട്ടിട്ട് ലിവർ പോയിട്ട് ലിവറിലെ ടിഷ്യൂ എടുത്തിട്ട് പുറത്തുനിന്ന് വരികയാണ് ആ സെയിം വെയിനിൽ കൂടെ. അപ്പോൾ ബ്ലീഡിങ് അവിടെ വരുന്നില്ല. You have to like really precise when doing it. അബ്സല്യൂട്ട്ലി. ഇതൊക്കെ ഹയസ്റ്റ് ലെവൽ ഓഫ് എക്സ്പെർട്ടീസ് ആണ്. അപ്പം അതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് കാണിച്ചേക്കുന്നതാണ്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ അനുസരിച്ച് എനിക്ക് മാത്രമല്ല ആ ബേർഡൻ, ആ ചെയ്യുന്ന ആൾക്കുണ്ട് ബേർഡൻ, ആ പെത്തോളജി റീഡ് ചെയ്യുന്ന ഡോക്ടറിനും ഉണ്ടൊരു ബേർഡൻ. Because they have to be perfectly analyzing that specimen. That person should be perfectly taking that specimen, causing no harm to the child or whoever that patient is. And I should be the person who should be deciding on what that patient should go through. ഇതൊരു ചെറിയ കാര്യമല്ല. ഇപ്പൊ ഡോക്ടേഴ്സ് ഇരുന്ന് വർക്ക് ചെയ്യുന്ന 95 പ്രിസ്ക്രിപ്ഷൻ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചിന്ത. ഇത് അങ്ങനെയൊന്നുമല്ല. ഈ മെഡിസിൻ പണി എന്ന് പറയുന്നത് ഇത് ചെറിയൊരു പണിയല്ല. ആൻഡ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എൻ്റെ ഈ ബുക്കിലൂടെ സ്റ്റോറീസ് കൂടെ പറയത്തുള്ളൂ. ബിക്കോസ് ദർ ഇസ് അനദർ പാർട്ട് ഓഫ് ഇറ്റ് ദാറ്റ് ഐ എക്സ്പീരിയൻസ് വിച്ച് ഐ എം നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ. അത് ഐ തിങ്ക് വിൽ ഗോ ടു ദി ഗ്രേവ് വിത്ത് മീ. ബിക്കോസ് ഇതിൻ്റെ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് കുറേയൊക്കെ ഞാൻ ഈ ബുക്കിൽ അൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദർ ഈസ് എ പാർട്ട് വെയർ യു കാൻ എക്സ്പ്ലെയിൻ ദറ്റ് കൈൻഡ് ഓഫ് സ്ട്രെസ് ബിക്കോസ് യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് ഓൾ യുവർ ലൈഫ്. അതാണ് നമുക്ക് സാധാരണഗതിയിൽ നമ്മളൊരു ICUലേക്ക് ഒരു പേഷ്യൻറ്റിനെ കടത്തി വിടുന്ന സമയത്ത് ഇപ്പം അയാളൊരു ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ കൂടെ ചെല്ലുന്ന ആളോ ആണെങ്കിൽ വാട്ട് വി സി ഇസ് ഓൺലി ദിസ് തിങ്. പേഷ്യൻ്റ് അകത്തേക്ക് പോകുന്നു, they do certain tests and they come and give you a diagnosis, they give you the medicine. That's what we see as normal laymen. പക്ഷേ you are telling us the other side of it. ഈ അകത്തേക്ക് കൊണ്ടുപോകുന്ന പേഷ്യൻറ്റിന് പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ് ആക്ച്വലി സംഭവിക്കുന്നത്, ടെസ്റ്റ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ടെസ്റ്റ്, ആ ടെസ്റ്റിൻ്റെ ഹിസ്റ്ററി എന്തൊക്കെയാണ്, ആ ഫാമിലി ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അതെ അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കേറ്റർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റൻസീവ് കെയർ ഹെപ്പറ്റോളജിയാണ്. അതായത് വെരി സിക്ക് ലിവർ പേഷ്യൻസ് ആണ് ഞാനിപ്പം ബേസിക്കലി ഡീൽ ചെയ്യുന്നത്. ഞാൻ പണ്ടൊക്കെ എല്ലാ ദിവസവും റൗണ്ട്സിന് പോവും, ICUയിൽ എല്ലാവരുമായിട്ട് സംസാരിക്കും. ആൻഡ് എ ലാർജ് പാർട്ട് ഓഫ് ദാറ്റ് വാസ് ഡെത്ത് കൗൺസിലിംഗ്. പേഷ്യൻസിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ബാഡ് ഡിസീസസ് ആണ്, ലിവർ അത്ര ബാഡാണ്, ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻസ് ഇല്ല, മോസ്റ്റ് ഓഫ് ദം ആർ എൽഡർലി, അല്ലെ ഡോണേഴ്സ് ഇല്ല, അല്ലെ പൈസ ഇല്ല, അല്ലെ അഡ്വാൻസ് ക്യാൻസർ ആണ്. അപ്പോൾ മോഡേൺ മെഡിസിൻ്റെ ലിമിറ്റ്സ് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. പിന്നെ അവിടെ നമുക്കൊരു മനുഷ്യത്വമാണ് വരുന്നത്. യു ടേക്ക് കെയർ ഓഫ് ദം, യു ഡോണ്ട് സ്റ്റോപ്പ് ട്രീറ്റിംഗ് ദം, യു സ്റ്റാർട്ട് കെയറിങ് ഫോർ ദം. എനിക്കിത് കുറേ വർഷം ഞാൻ ചെയ്ത് ഐ ആക്ച്വലി ബേൺഡ് ഔട്ട്. ബിക്കോസ് നമുക്ക് എപ്പോൾ ചെന്നാലും പലരുടെ അടുത്തും ഇതാ പറയുന്നത്, പേഷ്യൻസ് എത്ര ബാഡാണ്, മരിക്കും, ഇതാണ് അതാണ്, അവരുടെ ഒരു ബുദ്ധിമുട്ട്. ആ ഫാമിലീസൊക്കെ നമ്മൾ ശരിക്കും അടുത്തടുത്ത് ഇടപെടുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് ഈസി ഫോർ ദം. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് കുറേയൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് ഐ കാൺ ടേക്ക് ഇറ്റ് എനിമോർ. ആ ഹോപ്പ്ലെസ്നെസ് ഇറ്റ് വിൽ റബ് ഓഫ് ഓൺ യു ഓൾ ദ ടൈം. നമ്മളിപ്പം എത്രയോ പേഷ്യൻസ് മരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഡെത്ത് സമ്മറി സൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ മരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഡെത്ത് മൈ ഓൾഡ് ഫ്രണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇത് ഇപ്പം എന്നെപ്പോലെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കര മോർബിഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഡീൽ ചെയ്യുന്ന ഏത് ഡോക്ടറിനും ഞാനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഡെത്ത് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് വേറെ തരത്തിലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹോപ്പ് എന്നൊരു സാധനമുണ്ട്, പക്ഷേ കംഫർട്ട് ആൻഡ് ഡിഗ്നിറ്റി എന്നൊരു വേറെ സാധനമുണ്ട്. അതാണ് നമുക്ക് പേഷ്യൻസിന് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് ദി എൻഡ്. കംഫർട്ട് ആൻഡ് ഡിഗ്നിറ്റി അതാണ് നമ്മൾ ഇതിനകത്ത് കുറേ ചാപ്റ്റേഴ്സിലും ചെയ്തേക്കുന്നത്. നോട്ട് ഓൾ ഓഫ് മൈ പേഷ്യൻസ് സർവൈവ്. ഇറ്റ്സ് എ വെരി ഡിപ്രസിങ് ബുക്ക് അറ്റ് ടൈംസ്. അപ്പം അതിൽ ആ ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് എൻ്റെ ഡിപ്രഷൻ അല്ല. ഞാൻ ഈ കാണുന്ന ഫാമിലീസും ഞാൻ ഈ ഡീൽ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും കൂടെയുള്ള ഒരു ഡിപ്രഷനാണ് അവിടെ കാണുന്നത്. ഒരു ഹോപ്പ്ലെസ്നെസ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഒരു ലെവൽ കഴിഞ്ഞ് എനിക്ക് താങ്ങാൻ പറ്റില്ല. ഇൻഫാക്ട് ദർ ഈസ് എ ചാപ്റ്റർ വെർ ഐ ആക്ച്വലി സേ ദാറ്റ് ബിക്കോസ് ഓഫ് ഓൾ ദീസ് തോട്ട്സ്, ഇൻട്രൂസീവ് തോട്ട്സ് ഇൻ മൈ മൈൻഡ്, ഐ ഹാഡ് എ നിയർ ഫേറ്റൽ ആക്സിഡൻറ്റ്. ഈ ചിന്തകൾ തലയ്ക്കകത്തിരുന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഡ്രൈവറിനൊക്കെ വെച്ചത്. എൻ്റെ അടുത്ത് ഫാമിലി പറഞ്ഞു വണ്ടി ഓടിക്കാൻ പാടില്ല, ഇനി ഡ്രൈവറിനെ വെച്ച് ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഐ എം നോട്ട് ഡ്രൈവിംഗ് എനിമോർ. ഹൂർ ഇസ് ഐ മീൻ ഇഫ് ഐ എം ഡ്രൈവിംഗ് മൈ ഫാമിലി വിൽ ബി വിത്ത് മീ, അല്ലെ ഡ്രൈവറാണ് കൊണ്ടുവന്നത്. ദ റീസൺ ഈസ് ദിസ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പോൾ ഒരു നല്ല ഡിവിഷൻ ഓഫ് ലേബർ. അപ്പം എനിക്ക് എല്ലാ പേഷ്യൻസിനെയും കാണണം, എനിക്ക് എല്ലാവരെയും സഹായിക്കണം, എനിക്ക് എല്ലാവരെയും സേവ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയല്ല. ഐ ഹാവ് എ ടീം. അപ്പം ഇൻ്റർവെൻഷണൽ ഹെപ്പറ്റോളജി ഒരു ടീമുണ്ട്. ഈ പറയുന്ന ICU ആൻഡ് IP ഹെപ്പറ്റോളജി നോക്കാൻ വേണ്ടി എൻ്റെ വേറൊരു ടീമുണ്ട്. ആൻഡ് ദേ ആർ എക്സലൻറ്റ് ഇൻ ദ ഹോസ്പിറ്റൽ. ദേ ടേക്ക് കെയർ ഓഫ് ദാറ്റ് ബേർഡൻ. അപ്പോൾ അവർക്ക് OPD എമർജൻസി ബേർഡൻ ഇല്ല, അത് ഞാനാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിന് കുറച്ചുകൂടി ഏറ്റവും ഗ്രേവസ്റ്റ് കണ്ടീഷനിലുള്ള ആൾക്കാരെയാണ്
you will be dealing with, അല്ലേ? 100%. എൻ്റെ പേഷ്യൻ്റ് പ്രൊഫൈല് ഓങ്കോളജി ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഡ്രഗ്ഫുൾ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക്, പക്ഷെ എനിക്ക് തോന്നുന്നു ക്യാൻസറിൽ ഇപ്പോഴും കുറച്ചുകൂടെ റേ ഓഫ് ലൈറ്റ് ബ്രൈറ്റർ ആണ്. ആൻഡ് ഓൾസോ പീപ്പിൾ ക്യാൻസറിൽ കുറേയും കൂടി ആൾക്കാർ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ദാറ്റ് ക്യാൻസർ വന്നാൽ അത് ടെർമിനൽ ഇൽനെസ് ആണ്, അതിന് മരുന്നില്ല. ഐ തിങ്ക് ദേ ആർ പ്രിപ്പയറിംഗ് ഫോർ ദ വേഴ്സ്റ്റ്. പക്ഷെ ലിവർ അങ്ങനെയല്ല. അതെ, they hope, they still hope. They still hope. But the reality is you're saying അവർ ആ വാതിലിനകത്തേക്ക് കയറുമ്പോൾ തന്നെ their chances are like reduced by less than 50%. For many patients, ഞാനിപ്പം ലാസ്റ്റ് വീക്ക് കണ്ട ഒരു ഭൂരിഭാഗം പേഷ്യൻസും ദേ ആർ നോട്ട് ഗോയിങ് ടു സർവൈവ് ഫോർ 6 months വിത്തൗട്ട് എ ലിവർ ട്രാൻസ്പ്ലാന്റ്. ലിവർ ട്രാൻസ്പ്ലാന്റ് എവിടെ നീയും എവിടെ ഇവരുടെ പൈസ ഇരിക്കുന്നത്? ഡോണർ ഇല്ല, പൈസ ഇല്ല, വീട് വെക്കണം, സ്ഥലം വെക്കണം, പിള്ളേരുടെ എഡ്യൂക്കേഷൻ എടുത്ത ലോൺ ബാക്കി. How are they will do it? പൈസ എന്ന് പറയുമ്പോൾ അതിന്റെ റേഞ്ച് ഏതാണ്ട് ഈ പറയുന്ന 20-25 ലക്ഷം രൂപയുടെ Ideally 20-25 lakhs ആണ് വരുന്നത്. പക്ഷേ we have done it at much lesser cost because patients are taken for transplants at the right time. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്യൻറ്റിനെ റൈറ്റ് ടൈമിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ കോസ്റ്റ് കുറയും. കുറേ ലേറ്റ് ആയിട്ട് ചെയ്ത് കോംപ്ലിക്കേഷൻ ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി അൺനെസസറി. അപ്പോഴാണ് ഈ 25-30 എന്നൊക്കെ പോകുന്നത്. പക്ഷെ നമ്മുടെ ഒരു ആവറേജ് വരുന്നത് അറൗണ്ട് 18-20 ആണ്. മാത്രമല്ല 25 ലക്ഷം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരാളുടെ ലൈഫ് സേവിങ്സ് ആണ്. അപ്പം അങ്ങനെയുള്ളപ്പം ഈ പറയുന്ന ഞാൻ കാണുന്ന ഒരു 10 പേഷ്യൻസിൽ 9 പേരും 6 months മരിക്കാൻ പോവാണ്. ഐ നോ ഇറ്റ്, ദേ വിൽ ഡൈ. പക്ഷേ എനിക്ക് അവരുടെ അടുത്ത് അങ്ങനെ നേരെ തുറന്നടിച്ച് പറയാൻ പറ്റില്ല that you are going to die. So I take them on a journey where they understand slowly that their time is limited and family will at some point accept it and then start caring for them. And whatever you can do, you will possibly do. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ബുക്കിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് വരുന്നൊരു കാര്യമുണ്ട്. ഇൻ ഈച്ച് കേസ് യു ഓൾമോസ്റ്റ് പ്ലേ ദ റോൾ ഓഫ് ഗോഡ്. യു ടേക്ക് ദ ഡിസിഷൻ. ഇന്ന വഴിക്ക് പോകണോ, ഇന്ന വഴിക്ക് പോകണോ, എ ചെയ്യണോ, ബി ചെയ്യണോ, സി ചെയ്യണോ, ആൻഡ് ഈച്ച് വിൽ ഹാവ് എ കോൺസിക്വൻസ്. ഒരു പക്ഷേ എ ചെയ്താലായിരിക്കും അവരുടെ ഇഷ്ടപ്പെടുന്നത്. യു ഡോണ്ട് നോ അൺലെസ് യു ടേക്ക് ദാറ്റ് ജേർണി. അത് പല സമയത്തും ഈ ബുക്കിൽ പേഷ്യൻ്റ് കേസിൽ വരുന്നുണ്ട്. You told me about the toll that, but in each case when you take this, how would you deal this thing in the past? എങ്ങനെയാണ് അതിന് ഇപ്പം നാട്ടുകാരുടെ ഒരു സാങ്ച്വറിയാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽസിന്, ഡോക്ടേഴ്സിന്റെ സാങ്ച്വറി എന്താണ്? വാട്ട് ഈസ് യുവർ സാങ്ച്വറി? നമ്മൾ ആ വാക്ക് എടുത്ത് പറഞ്ഞല്ലോ, ഗോഡ്. ഞാൻ ഐ വാസ് ബോൺ എ കാത്തലിക്. I was raised a Catholic. I was indoctrinated as a Catholic. പക്ഷേ I am an atheist by virtue of being a doctor. അപ്പം ഇവിടെ നോക്കി അവിടെ ഇവിടെ കുരിശും അതൊക്കെ കാണാം, അതൊക്കെ ഫാമിലിയുടെ താല്പര്യങ്ങൾ. ബട്ട് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് എനിമോർ. അപ്പം ഒരു സമയം ഉണ്ടായിരുന്നു ഡ്യൂറിങ് ദ ടൈം ഐ വാസ് ഇനീഷ്യലി പ്രാക്ടീസിങ് വേർ ഐ വുഡ് ആക്ച്വലി സേ ദാറ്റ് പേഷ്യൻസ് എന്തായാലും മരിക്കാൻ പോകുള്ളൂ. അപ്പോൾ ഐ വുഡ് സേ ദാറ്റ് ദിസ് ഇസ് ദ ഫേറ്റ്, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങൾക്ക് ഇത്രയും സമയം തന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ളൊരു സ്റ്റൈൽ ഡയലോഗ് ഉണ്ട്. പല ഡോക്ടേഴ്സിന് ഇപ്പോഴും ഉണ്ട് അത്. പക്ഷേ സ്ലോ ആൻഡ് സ്റ്റഡി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈ പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എനിക്കാണ്. അല്ലാതെ നമ്മളാരും കാണാത്ത ഒരു ദൈവത്തിനല്ല. സോ ദേ ആർ മൈ റെസ്പോൺസിബിലിറ്റി. സോ ഐ എം നോട്ട് ഗോയിങ് ടു പ്ലേ ഗോഡ് ഹിയർ. ഇവിടെ ആരും ദൈവങ്ങളല്ല. എനിക്ക് തോന്നുന്നു സമൂഹവും ഡോക്ടർമാരെ കാണരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. പ്ലീസ് ഡോണ്ട് സീ എനിബഡി ആസ് ഗോഡ് ബിക്കോസ് ദർ ഈസ് നത്തിങ് ലൈക്ക് എ ഗോഡ്. ഒരു ഡെസ്പറേഷന്റെ അങ്ങേ തലക്കിൽ നിന്നാണ്, റാഷണൽ ആയിട്ടൊരു സാധനം അല്ലല്ലോ. അപ്പൊ എനിക്ക് പരിചയമുള്ളൊരു കക്ഷിയുണ്ട്, ഞാൻ അത് ഒരു ചെറിയ സാധനം, അത് പുള്ളി ഈ പറയുന്ന പോലെ ജനിച്ചപ്പം കാത്തലിക്കാണ്, വളരെ കാലമായിട്ട് കാത്തലിക്കാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള എത്തീസ്റ്റ് ആയിട്ട് മാറി, ലെഫ്റ്റ് സിമ്പതൈസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി മരിക്കാൻ പോകുന്നൊരു സിറ്റുവേഷൻ വന്നു, എന്നോട് ചെറിയ പ്രായത്തിൽ മരിക്കാൻ പോകുന്നൊരു സിറ്റുവേഷൻ വന്നു. പോവാത്ത സ്ഥലങ്ങളില്ല. ലൈക്ക് അറ്റ് ദാറ്റ് പോയിന്റ് ആൻഡ് ഹി ഹാസ് റിട്ടൺ അബൌട്ട് ഇറ്റ് വെരി ബ്യൂട്ടിഫുള്ളി. ഹി സെഡ് ആൾദൈവങ്ങളെ വരെ പോയി കാണുന്ന, അത് കംപ്ലീറ്റ് ലെഫ്റ്റ് സപ്പോർട്ടർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, വളരെ എത്തീസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ ഇൻ ദാറ്റ് മൊമെന്റ് ഓഫ് ഡെസ്പറേഷൻ ഹി ലേറ്റർ റൈറ്റ്സ് അബൌട്ട് ഇറ്റ് ദാറ്റ് ഐ സിംപ്ലി ഡോണ്ട് കെയർ. മൈ തിങ് എൻ്റെ കുട്ടി ജീവിക്കണം, മരിക്കരുത്, അത് മാത്രമാണ് എൻ്റെ മുന്നിലുള്ള വിഷയം. അതൊരു ആ ഒരു ഡെസ്പറേഷൻ വരുന്ന ആവാന്ന് എനിക്ക് തോന്നുന്നു. ആവാം, പക്ഷെ ഇപ്പം അങ്ങനെ വരുന്നില്ല. ഓക്കെ, ബിക്കോസ് നമ്മൾ ഇപ്പം പേഷ്യൻസിന് വേണ്ടി നമ്മൾ അവരെ അങ്ങ് ഒഴിവാക്കി വിടുവല്ല. നമ്മളിപ്പോൾ വേറെ ഒരു ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് ഫാലസി എന്ന് പറയുന്നത് ഈ സംഭവത്തിനെ, അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതിനകത്ത് നമുക്ക് റീസൺസോ കാര്യങ്ങളോ ശരിക്കും കൊടുക്കാനില്ലാത്ത കാരണം നമ്മൾ അതിനകത്ത് ദൈവത്തിൻ്റെ പേര് വെച്ചിട്ട് അങ്ങ് ഒതുക്കി വിട്ടു. ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് ഫാലസിയാണ്. പക്ഷെ അവിടെ എൻ്റെ പല പേഷ്യൻസും ഞാൻ അവരെ പാലിയേറ്റീവ് വിടും, ഭയങ്കര ദൂരത്തുള്ളവരാണ്, കോഴിക്കോടും കണ്ണൂരൊക്കെ വിടും. പക്ഷെ അവർ തിരിച്ച് എറണാകുളത്ത് വരും എൻ്റെ എമർജൻസിയിൽ, വെൻ ദേ ആർ സിക്ക്. ഞാൻ ചോദിക്കും, വൈ ആർ യു കമ്മിങ് ഹിയർ? എന്ത് ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നു? നമുക്ക് വീട്ടിൽ തന്നെ പാലിയേറ്റീവ് കെയർ എല്ലാം അറേഞ്ച് തന്നാണ്. അവർ പറയും, ഡോക്ടറുടെ അടി വന്ന് ഡോക്ടറുടെ യൂണിറ്റിൽ ഞങ്ങൾക്ക് മരിച്ചാൽ മതി.
See, അവിടെ ഗോഡൊന്നുമില്ല. സോ ദേ ഫൗണ്ട് എ കെയറിംഗ് പേഴ്സൺ ആൻഡ് ദേ വോണ്ട് ടു ബി അണ്ടർ ദാറ്റ് പേഴ്സൺ ആൻഡ് ദേ വോണ്ട് ടു ഡൈ അണ്ടർ ദാറ്റ് പേഴ്സൺ. ഡെത്ത് ഇസ് കമ്മിങ്. അവിടെ ഡെത്ത് ഒന്നും ഒരു ഇഷ്യൂ ആയി മാറുന്നില്ല ഇപ്പം. ബട്ട് ദേ വോണ്ട് ദാറ്റ് കംഫർട്ട്. എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും മരിച്ച ആൾക്കാർ. ഹൗ ഡു യു ഡീൽ വിത്ത് ദിസ് റെസ്പോൺസിബിലിറ്റി? ഇതിൽ ഇപ്പം ഞാൻ പറയുന്ന പോലെ ഈ ബുക്കിൽ പറയുന്ന പോലെ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ അറ്റ് സം ടൈംസ് യു ഹാവ് ടു മേക്ക് എ കോൾ, യു ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ചാപ്റ്ററിലാണ്, തേർഡ് ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു, ഒരാളുടെ ഈ പറയുന്ന ഇന്ന് എ ചെയ്യണോ ബി ചെയ്യണോ എന്നുള്ള ആ ഒരു ക്രിട്ടിക്കലായ ഒരു കോൾ എടുക്കണം. എ എന്ന വഴിയിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത് കുറേ കൂടി റിസ്കി ആയിരിക്കും, പക്ഷേ ഒരു പക്ഷേ ജീവിച്ചേക്കാം. ബി ആണെങ്കിൽ അത് ഈ പറയുന്ന ഒരു പക്ഷെ കുറച്ച് കാലം കൂടി മുന്നോട്ട് പോകും. ഇതിലാണ് റാഷണലിസം കിക്ക് ഇൻ ചെയ്യുന്നത്. ബേസിക്കലി ഓബിയസ്ലി ഇതിനകത്ത് ഇയേഴ്സ് ഓഫ് ട്രെയിനിങ് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട്. അപ്പം നമുക്കൊരു ഹോൾ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ ഇൻഫർമേഷൻ ലിമിറ്റ് ആകുന്ന ഒരു സന്ദർഭം വരുമല്ലോ, അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഡിസിഷൻസ് എടുക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഡിസിഷൻ ഈസ് ആക്ച്വലി ബോൺ ഔട്ട് ഫ്രം വാട്ട് ഈസ് ഡൂയിങ് ബെസ്റ്റ് ഫോർ ദം. ഓക്കെ, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ഈസ് വെരി റിസ്കി ടു ഡു. പക്ഷെ ആ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു ഡയഗ്നോസിസ് കിട്ടത്തുള്ളൂ. പക്ഷെ ആ ഡയഗ്നോസ് കിട്ടിയാൽ, ഞാൻ ഈ പറയുന്ന ഡയഗ്നോസ് ആണെങ്കിൽ, എനിക്ക് ആ ഡയഗ്നോസിനെ ആ അസുഖത്തെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാം. ഓക്കെ, അപ്പം ഈ റിസ്ക് എടുത്ത് ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് ശരിക്കും ദർ ഈസ് ആക്ച്വലി എ ഗുഡ് ഔട്ട്കം. അപ്പം അതാണ് നമ്മുടെ ചിന്ത ഫസ്റ്റ് വരുന്നത്. അല്ലാതെ ഈ റിസ്കിൽ നമ്മൾ സ്റ്റക്കല്ല. അതിൽ ഇപ്പോൾ ബുക്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന എക്സാമ്പിളിൽ എനിക്ക് തോന്നിയൊരു ഒരു പാറ്റേൺ, യു ഗൈസ് ആർ വെരി അപ്ഡേറ്റഡ്. ലൈക്ക് ഒരു ഡയഗ്നോസിസുമായിട്ട് ഒരു പേഷ്യൻ്റ് വരുന്നു, മറ്റു ഡോക്ടറുകളെ കാണിച്ചൊരു ഡയഗ്നോസുമായിട്ട് ഒരു പേഷ്യൻ്റ് വരുന്നു, ആൻഡ് യു ഡു യുവർ ഓൺ ഡയഗ്നോസിസ് ആൻഡ് യു റിയലൈസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് കോസ്, ഇറ്റ്സ് സംതിങ് എൽസ്, which happens to you, which comes to you because you are updated about that thing. അതിൽ തന്നെ ഈ പല റിസർച്ചും ഇതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് എനിക്ക് തോന്നുന്നു, വളരെ നോമിനലായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള റിസർച്ച് ഇതിനകത്ത് വരുന്നുണ്ട്. പലതും ഈ പറയുന്ന മെഡിക്കൽ ഹിസ്റ്ററിയുടെ ഡാറ്റാസ് മുഴുവൻ വെസ്റ്റിൽ നടന്നിട്ടുള്ള സാധനങ്ങളാണ്. ഇതിനെ എങ്ങനെ കാണുന്നു? ഈ ഒരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഈ പറയുന്ന ഗവൺമെൻറ്റിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും ഈ ഒരു മെഡിക്കൽ റിസർച്ചിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, അത് പേഷ്യൻറ്റിൻ്റെ ക്രിട്ടിക്കൽ കെയറും ആ പറയുന്ന ഡയഗ്നോസിസ് തീരുമാനിക്കുന്നതിലും ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ്. ഇതിനകത്ത് ഇപ്പോൾ 2 പോയിന്റ്. ഒന്ന്, അപ്ഡേറ്റ് പറഞ്ഞല്ലോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടേഴ്സ് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ, ഇപ്പം എൻ്റെ ഫോറൻസിക് മെഡിസിൻ പ്രൊഫസർ അന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, ബാംഗ്ലൂർ വെച്ച്, വാട്ട് ദ മൈൻഡ് ഡസ് നോട്ട് നോ ദ ഐ കനോട്ട് സീ, അതാണ് പുള്ളി പറഞ്ഞത്. അപ്പം നമുക്ക് അറിയാത്ത ഒരു കാര്യത്തെ പറ്റി നമുക്ക് പേഷ്യൻസിൻ്റെ അടുത്ത് പറയാനോ ചെയ്യിപ്പിക്കാനോ നമുക്ക് പറ്റില്ല. അപ്പം എവറി ഡേ, അപ്പം ഞാനിപ്പോഴും എവറി ഡേ ഐ റീഡ് ഫോർ an hour. ഐ ലുക്ക് അറ്റ് എവറിഥിങ് ദാറ്റ് ഈസ് ന്യൂ ദാറ്റ് ഹാസ് കം ഔട്ട് ഓവർ ദ വീക്ക്. അപ്പം എനിക്ക് ചില ദിവസങ്ങളിൽ വായിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ ഐ റീഡ് ഡ്യൂറിങ് ദ വീക്കെൻഡ്സ് ടുഗെദർ. അപ്പോൾ ഹെപ്പറ്റോളജി റിസർച്ചിൽ ഐ ആം അപ്ഡേറ്റഡ്. ഐ നീഡ് ടു ബി അപ്ഡേറ്റഡ് ബിക്കോസ് an updated doctor is the patient's best ally. അല്ലാതെ വെറുതെ പണ്ടത്തെ പോലെ ഒരു റോട്ട് ലേണിംഗ് മാതിരി ഇങ്ങനെ ഓരോന്ന് എഴുതി കൊടുക്കുന്ന ഡോക്ടേഴ്സ് അല്ല റിയൽ ഡോക്ടേഴ്സ്. അപ്ഡേറ്റഡ് ഡോക്ടേഴ്സ് ആർ വെരി ഗുഡ് ഫോർ ദ പേഷ്യൻറ്റ്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ റിസർച്ചിൽ ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ കുറേ ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ നമ്മൾ കാണുന്നതും ആ സെയിം ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ വെസ്റ്റിൽ കാണുന്നതും ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കാനും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഇവിടുന്ന് കുറേ പുതിയ പുതിയ പഠനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് വർക്ക്, ഐ കോൾ ദിസ് ആസ് ആൻ അക്കാഡമിക് ക്ലിനിഷ്യൻ. ഇത് വളരെ ക്രൂഷ്യലാണ്. എനിക്ക് തോന്നുന്നത്, ഡു യു വാണ്ട് ടു ഗിവ് സം എക്സാമ്പിൾസ് ഓഫ് ദിസ്, ലൈക്ക് ഇൻ യുവർ ഫ്രം യുവർ, ഐ നോ യു ഹാവ് പ്ലെന്റി ഓഫ് എക്സാമ്പിൾസ്, പക്ഷേ ബുക്ക് വായിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ പറയാം. ഞാനിപ്പം ഇന്ത്യ തന്നെയുള്ളൊരു കാര്യം പറയാം. ഇന്ത്യയിൽ ഞാൻ നോർത്ത് ഇന്ത്യയിലാണല്ലോ പഠിച്ചതൊക്കെ, ഞാൻ ഡൽഹിയിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ ഈ ആൽക്കഹോൾ ലിവർ ഡിസീസ് പേഷ്യൻസിനെ കാണുമായിരുന്നു. അവരുടെയൊക്കെ ഈ ഗട്ട് മൈക്രോബയോം ടെസ്റ്റിംഗ് ചെയ്യും. അതായത് അവരുടെ ചെറുകുടലിൽ വൻകുടലിലൊക്കെ ഉള്ള അണുക്കൾ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് വിത്ത് ആൽക്കഹോൾ, വിത്തൗട്ട് ആൽക്കഹോൾ, ആൻഡ് ഇൻ സിവിയർ ആൽക്കഹോൾ യൂസ് എങ്ങനെയാണ് മാറുന്നതൊക്കെ നമ്മൾ നോക്കി. അപ്പം അവിടുത്തെ ഡേറ്റ പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ, ഫോർ എക്സാമ്പിൾ ഒരു ക്ലെപ്സിയല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, അതിൻ്റെ അംശം ഭയങ്കര ഹൈ ആയിരുന്നു അവിടുത്തെ ആൽക്കഹോൾ യൂസർ ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മൾ ഈ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യും. അതായത് നല്ല ഹെൽത്തി ആൾക്കാരുടെ മലത്തിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത്, ആ മലം പ്രോസസ്സ് ചെയ്ത് ട്യൂബിട്ട് ആമാശയത്തിലും അന്നനാളത്തിൽ കൂടെ ആമാശയത്തിലും ചെറുടലിലൊക്കെ ഈ സ്റ്റൂൾ കൊടുക്കും, നല്ല അണുക്കളെ കൊടുക്കും. എന്നിട്ട് ഈ നല്ല അണുക്കൾ എന്നിട്ട് ഈ ബാഡ് അണുക്കളെയൊക്കെ ഒതുക്കി പേഷ്യൻസിൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ് ആകുന്ന ഒരു സംഭവം. ഇറ്റ്സ് എ സാൽവേജ് പ്രൊസീജിയർ. അപ്പം വി യൂസ് ടു ഡു ദാറ്റ് ആൻഡ് വി യൂസ് ടു സീ ദാറ്റ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ വുഡ് റൈസ് ആൻഡ് ദ ബാഡ് വൺസ് വിൽ ഗോ ഡൗൺ ആൻഡ് പേഷ്യൻസ് ഗെറ്റ് ബെറ്റർ. ഞാൻ കേരളത്തിൽ വന്നിട്ട് ഈ സെയിം പരിപാടി ചെയ്തു. അതായത് നമ്മൾ മൈക്രോബയോമിനെ പഠിച്ചപ്പം ഈ പറയുന്ന
ക്ലെപ്സിയല്ല എന്നൊക്കെ പറഞ്ഞ പാർട്ടീസ് ഒന്നും ഇവിടെ ഇല്ല. ആ. ഇവിടെ ടോട്ടലി ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആർ അറ്റാക്കിംഗ് ദ പേഷ്യൻറ്റ്. എൻഡറോകോക്കസ് എന്നൊക്കെ പറഞ്ഞ ഗ്രൂപ്പിലുള്ളൊരു സാധനം. നമ്മൾ പിന്നെ കണ്ടുപിടിച്ചു ഇവിടെ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് വേറൊരു ഗ്രൂപ്പാണ്. അവിടെ ബെനിഫിഷ്യൽ ആയിട്ട് വന്നൊരു ബാക്ടീരിയ ബിഫിഡോ ബാക്ടീരിയം എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഇവിടെ അക്രമൻസിയ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അപ്പം നമ്മളുടെ പേഷ്യൻ്റ് ഗ്രൂപ്പ്സിൽ പഠിച്ച് തന്നെ കണ്ടുപിടിച്ച വ്യത്യാസങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഡോണേഴ്സിനെ നോക്കുമ്പോൾ, അതായത് സ്റ്റൂൾ ഡോണേഴ്സ് ഉണ്ട്, ഹെൽത്തി ആൾക്കാരൊന്ന് മലം തരും, അതാണ് പ്രോസസ്സ് ചെയ്ത് പേഷ്യൻ്റ് കൊടുക്കുന്നത്. ആ ഡോണേഴ്സിനെ നോക്കുമ്പം നമ്മൾ ഇങ്ങനെ ഈ പർട്ടിക്കുലർ നല്ല ബാക്ടീരിയ ഉള്ള ഗ്രൂപ്പുള്ള ആൾക്കാരെ മാത്രം എടുത്താണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വെസ്റ്റിലും വാട്ട് വി ഹവ് സീൻ ഇസ്, അവിടെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു പുതിയ മരുന്ന് വന്നിട്ടുണ്ട് ലിവർ ക്യാൻസറിന്, അഡ്വാൻസ് ലിവർ ക്യാൻസറിന് സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് ഉള്ളൊരു മരുന്നാണ് അറ്റസോളിസുമാബ് ആൻഡ് ബെവാസിസുമാബ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ, ഒരു ബയോളജിക്കൽ തെറപ്പിയാണ്, ഒരു ഇമ്മ്യൂണോതെറപ്പി. ബ്യൂട്ടിഫുൾ റെസ്പോൺസ് ഫോർ അഡ്വാൻസ് ലിവർ ക്യാൻസർ പേഷ്യൻസ് ഇൻ ദ വെസ്റ്റ് ആൻഡ് ഓൾസോ ഇൻ ചൈന, സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഈ സെയിം സാധനം നമ്മൾ ഇന്ത്യയിലും കൊടുക്കുന്നുണ്ട്, ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ് അഡ്വാൻസ് ലിവർ ക്യാൻസർ. ഞാനൊരു ഭയങ്കര എക്സ്പെൻസീവ് ആണ്, 12-13 ലക്ഷമാണ് ആ ട്രീറ്റ്മെന്റിന്. അപ്പോൾ ഞാൻ കുറച്ച് പേഷ്യൻസ് ഇത് കൊടുത്ത് നോക്കി, എൻ്റെ ഒറ്റ പേഷ്യൻറ്റ് മര്യാദയ്ക്ക് റെസ്പോൺസ് തരുന്നില്ല. ദേ ആർ ഓൾ ഗെറ്റിംഗ് പ്രോഗ്രസീവ് ഡിസീസ്. വാട്ട് ഇസ് ദ റീസൺ? പിന്നീട് പഠനങ്ങൾ കണ്ടുപിടിച്ചു, ഇവിടുത്തെ പഠനങ്ങൾ അവിടുത്തെ പഠനങ്ങൾ കണ്ടുപിടിച്ചു, വൈറസ് മൂലം വരുന്ന ലിവർ ഡിസീസ് വരുന്ന ക്യാൻസർ ആണെങ്കിൽ ഈ മരുന്ന് വർക്ക് ചെയ്യും ബെറ്റർ. പക്ഷെ നമ്മുടെ ഇവിടെ ലിവർ ഡിസീസ് വരുന്ന വൈറസ് കാരണമല്ല, ഇറ്റ് ഈസ് മോർ ഓഫ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, ഡയബറ്റിസ്, അമിതവണ്ണം, അങ്ങനെയുള്ളവർ വരുന്ന സിറോസിസിനകത്തുനിന്ന് വരുന്ന ക്യാൻസേഴ്സ് ആണ്. അത് ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല. സോ സീ ദ ഡിഫറൻസ്, സോ സീ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡൂയിങ് അക്കാഡമിക് മെഡിസിൻ. അത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതൊക്കെ പിക്കതും ബെസ്റ്റിന്ന് ബോറോ ചെയ്താണ്. ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളാണ് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കേണ്ട ആൾക്കാർ. ഇതിൻ്റെ ഈ റിസർച്ചിൻ്റെ ഒരു ഓവറോൾ സിറ്റുവേഷൻ, ഐ നോ യു ഹാവ് 2 PhD സ്റ്റുഡൻസ്, പക്ഷേ ഇൻഡിവിജ്വലി അല്ലാതെ ഒരു ഓവറോൾ ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നോക്കുമല്ലോ, പ്രത്യേകിച്ച് നമ്മൾ കേരളം പോലൊരു സംസ്ഥാനത്തിലെ ഒരു ഈ പറയുന്ന ഡയബറ്റീസ് ആണെങ്കിലും എല്ലാം വളരെ കൂടുതലായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം വളരെ കൂടുതലായിട്ടുള്ള സംസ്ഥാനമാണ്. ഒരു ഓവറോൾ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് റിസർച്ചിൻ്റെ? നമുക്കിവിടെ നല്ല ബ്രില്യൻ്റ് ആൾക്കാരുണ്ട്, സയൻറ്റിസ്റ്റ് ഉണ്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇപ്പം ഞാനിപ്പം തിരുവനന്തപുരത്തുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കൊച്ചിയിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ അഡ്വൈസറും ഈ ക്ലിനിക്കൽ പാനൽ മെമ്പേഴ്സൊക്കെയാണ്. ഇപ്പം കേരള ഗവൺമെൻറ് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ഒരു ക്ലിനിക്കൽ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം എന്ന് പറഞ്ഞാൽ ഈ മൈക്രോബയോമിനെ മാത്രം പഠിക്കാൻ പറ്റുന്ന സംഭവമുണ്ട്. അതിനകത്ത് ഓൺലി ഹ്യൂമൻ ക്ലിനിക്കൽ എക്സ്പെർട്ട് മെമ്പറുമാണ് ഞാൻ. സോ വി ഹാവ് ദ റിസോഴ്സസ്, വി ഹാവ് ദ പീപ്പിൾ, വി ഹാവ് ദ ഇൻഫ്രാസ്ട്രക്ചർ. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് ഇല്ല. നമുക്ക് ഫണ്ടിങ് നടക്കുന്നുണ്ട്, പക്ഷേ ഫോർ സം റീസൺ ദീസ് ആർ നോട്ട് ഗെറ്റിംഗ് ട്രാൻസ്ലേറ്റഡ് ടു ക്ലിനിക്കലി ബെനിഫിഷ്യൽ ഔട്ട്കംസ്. അതിൻ്റെ റീസൺ എന്താ അറിയോ? ഇവിടുത്തെ ബേസിക് സയൻസ് സമൂഹവും ഇവിടുത്തെ ക്ലിനിക്കൽ ഡോക്ടർ സമൂഹവും തമ്മിൽ രണ്ട് തുറയില്ല. ബിക്കോസ് ക്ലിനിക്കൽ ഡോക്ടേഴ്സിന് ബേസിക് സയൻസ് അറിയത്തില്ല, ബേസിക് സയൻസ് ആൾക്കാർക്ക് ക്ലിനിക്കലിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ക്ലിനിക്കൽ ഡോക്ടേഴ്സിന് എപ്പോഴും ഒരു ഹുങ്കുണ്ടല്ലോ, ദേ ആർ ഓൾവേസ് ഓൺ ടോപ്പ് ഓഫ് എവറിത്തിങ് ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അങ്ങനെ നടന്നാൽ ഇവിടെ നടക്കത്തില്ല കാര്യം. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് ബേസിക് സയൻറ്റിസ്റ്റ് ആയിട്ടാണ്. ഇപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് തന്നെ, ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ബാക്കിയുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടുള്ള എൻ്റെ ഡീലിംഗ് വളരെ കുറവാണ്, അത്യാവശ്യമില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് പെത്തോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി, ഇങ്ങനത്തെ ബയോകെമിസ്ട്രി, മോളിക്കുലർ ബയോളജി, ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഞാൻ ഡീൽ ചെയ്യുന്നത് മുഴുവൻ. അതിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള പലരും എക്സെപ്ഷണലി ബ്രില്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ആൾക്കാർ പലരും കേരളത്തിൽ വർക്ക് ചെയ്യുന്നില്ല, പുറത്ത് പോയി വർക്ക് ചെയ്യുന്നു. അതും വലിയൊരു കാര്യമാണ്. ബിക്കോസ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ ഈ ഡിവിഷനെ ഇല്ലാതെയാക്കാം. ബിക്കോസ് ഞാനിപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് ആൽക്കോളിക് ലിവർ ഡിസീസിൽ ആദ്യമേ ലോകത്ത് ചെയ്ത് ഞാനാണ്. അത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റി? എനിക്ക് ആ ബേസിക് സയൻസ് ആൾക്കാരായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഐ കം ബാക്ക് ടു മൈ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇത് പലരുടെയും സാങ്ച്വറിയാണ് ഈ പറയുന്ന ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരും. പക്ഷേ ഹൗ വുഡ് യു പ്രോസസ് ഇറ്റ്? ബുക്കിനകത്ത് ഈ പറയുന്ന പല സാധനങ്ങളും പറയുന്നുണ്ട്, ദാറ്റ് ഹൗ യു ആക്ച്വലി പ്രോസസ് ദിസ് ട്രോമ ഓഫ് ബീയിങ് എ ഡോക്ടർ. And for those who have not read the book, one രണ്ട് examples. Would you like to talk about the thing about your dog? ഡോഗ് ഒരു ഭയങ്കര ടച്ച് ഏറിയാണ്. ആ ഡോഗ് പോയതോടെ പിന്നെ എനിക്ക് ഡോഗില്ല. ഞാനൊക്കെ കോട്ടയത്തായിരുന്നപ്പോൾ ചുങ്കത്തെ, മൈ ഡാഡ് വാസ് വർക്കിംഗ് അറ്റ് ദേവമാത ഹോസ്പിറ്റൽ ഇൻ കൂത്താട്ടുകുളം അറ്റ് ദ ടൈം. വി വർ ഇൻ ചുങ്കം. അന്ന് മുതലേ ഞങ്ങളുടെ കൂടെ പട്ടികളുണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് പെറ്റ് ഡോഗ്സ്. ഒരു സമയത്ത് 8-9 ഒക്കെ ഉണ്ടായിരുന്നു, അൾസേഷൻസും ടെറിയേഴ്സും അങ്ങനെയൊക്കെ. അപ്പം ഓൾ മൈ ലൈഫ് ഐ ഹവ് ഗ്രോൺ ടുഗെദർ വിത്ത് ലോട്ട് ഓഫ് ഡോഗ്സ്. അപ്പം അങ്ങനെ വരുമ്പം നാച്ചുറലി ഐ ഹാവ് എ ഹ്യൂജ് ലവ് ഫോർ
പെറ്റ് ഡോഗ്സ്. അപ്പോൾ ഞാനൊരു ഡോഗ് പേഴ്സൺ ആണ്, ക്യാറ്റ് പേഴ്സൺ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു സമയത്താണ് ഈ ഒരു ഡോഗ് നമ്മുടെ ലൈഫിൽ എൻ്റർ ചെയ്യുന്നത്, ജൂണിപ്പർ. അത് ഈ സ്ട്രെസ്സിനെല്ലാം ഒരു ബസ്റ്ററായിട്ട് അത് ഉണ്ടായിരുന്നു കുറേ. അല്ല, ആ ഡോഗ് ഞാൻ പറഞ്ഞ അത് ഒരു മനുഷ്യൻ സ്റ്റക്കിന് ഡോഗ്സ് ബോഡിയാണ്. അത്രയ്ക്കായിരുന്നു അതിൻ്റെ ആയിട്ടുള്ള കണക്ഷനെ. ഭയങ്കര നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു അസുഖമോ വല്ലായ്മയോ വന്നാൽ യു വിൽ സീ ദ ഡോഗ് നെക്സ്റ്റ് ടു യു. ഇറ്റ് ഫീൽസ് ഇറ്റ്, യു നോ യു ആർ നോട്ട് ഡൂയിങ് റൈറ്റ്, യു ആർ നോട്ട് ഡൂയിങ് വെൽ. അങ്ങനത്തെ ഒരു പട്ടിയായിരുന്നേ. അപ്പോൾ അത് വളരെ ട്രാജിക്കായിട്ട് ഒരു മയോകാർഡൈറ്റിസ്, ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അതിന് ഹാർട്ട് ഫെയിലിയർ വന്നിട്ട് അത് മരണപ്പെട്ടു പോയി. അപ്പം അതിനെ ഞാൻ പോയി CPR ഒക്കെ കൊടുത്ത് ഇൻറ്റുബേറ്റ് ഒക്കെ ചെയ്തതാണ്. അത് ആ സമയത്ത് അവിടെ ഉണ്ടാവാൻ പറ്റില്ല. ആ സമയത്ത് എയർപോർട്ടിലേക്ക് അതെ അതെ, പെട്ടെന്നൊരു ഐ വാസ് ആക്ച്വലി ഗോയിങ് ടു ഗീവ്. അതുകൊണ്ട് എനിക്ക് ഡേറ്റ് ഓർമ്മയുണ്ട്, പട്ടി ചത്തുപോയ ദിവസം 27th of August ആയിരുന്നു. ബിക്കോസ് ഐ വാസ് ഗോയിങ് ടു ഗീവ് എ ടോക്ക് ടു തമിഴ്നാട് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഗ്യാസ്ട്രോളജി ഇൻ ചെന്നൈ. അന്ന് 2 ദിവസം മുമ്പാണ് പട്ടീൻ ഡോഗിനെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നതും. ഞാൻ എല്ലാം ഓക്കെ ആയി, സ്റ്റെറോയിഡൊക്കെ കൊടുത്തു, ഫ്ലൂയിഡൊക്കെ കൊടുത്തു, ബെറ്റർ ആവുമെന്നുള്ള ഇതിൽ വെറ്റിനറിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പം ഞാൻ യാത്ര ചെയ്യാണ്, എനിക്ക് ഡോഗിനെ പിന്നെ കാണാൻ പറ്റും. ഐ കുഡ് നോട്ട് സ്പെൻഡ് ടൈം ബിക്കോസ് ഈ ഡോക്ടർ എന്നുള്ളത് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ, പ്രസൻറ്റേഷൻസ്, അതിൻ്റെയൊക്കെ പുറകെ പോയി. മനസ്സിൽ എപ്പോഴൊക്കെയോ ഈ പട്ടിയുടെ ചിന്ത വരും. ഹോസ്പിറ്റൽ ഓക്കെയാണ്, പീപ്പിൾ ആർ അറൗണ്ട്, ഡോക്ടേഴ്സ് ആർ ദെയർ, സോ ദിൽ ടേക്ക് കെയർ എന്നുള്ള സ്റ്റൈലിൽ പോയി. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് എന്തോ തോന്നി, ഐ നീഡ് ടു ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ ഡോഗ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഈ ഡോഗ് ഓൾമോസ്റ്റ് ഡെഡാണ്, ബിക്കോസ് ഇറ്റ്സ് കൊളാപ്സ്ഡ്, കാർഡിയക് അറസ്റ്റ് നിൽക്കുകയാണ്. അവർ CPR കൊടുക്കുന്നു, ഞാൻ CPR കൊടുക്കുന്നു, അവർ ഇൻറ്റുബേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഐ മീൻ ഞാൻ മനുഷ്യർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഐ നോ മൈ ഡോഗ് ഇസ് ഡെഡ്. പക്ഷെ എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് CPR അടിക്കുകയാണ്. ഇപ്പം പറഞ്ഞില്ലേ, നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മുടെ മൈൻഡ് എങ്ങോട്ടാണ് പോകുമെന്ന് പറയാൻ പറ്റില്ല. യു ആർ സ്റ്റിൽ ട്രൈങ് ടു റിവൈവ് ദ ഡോഗ്. ഐ ന്യൂ ദ ഡോഗ് വാസ് ഡെഡ്. അത് പോയതോടെ എനിക്ക് ഭയങ്കര പ്രശ്നമായി, ബിക്കോസ് നമ്മുടെ ലൈഫിൽ വലിയൊരു ഭാഗമായിരുന്നു. ഇപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ പിള്ളേർ, ഡോഗ്സ് ടീച്ച് കിഡ്സ് എ ലോട്ട് ഓഫ് ഗുഡ് മാനേഴ്സ്. ഭയങ്കര സംഭവമാണത്. അപ്പോൾ എൻ്റെ പിള്ളേരും ഇതിൻ്റെ കൂടെ വളർന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട്. അന്ന് ആ പൊസിഷൻ, അന്ന് ആ ദിവസം അവിടെ ഉണ്ടാവാതിരുന്നതിൽ ഒരു റിഗ്രറ്റ് പിന്നെ അത് ആ റിഗ്രറ്റ് ഒരിക്കലും പോകത്തില്ല. ഇഫ് യു സീ ഇൻ മോസ്റ്റ് ഓഫ് മൈ കമ്മിങ് ബുക്സ് ഓൾസോ യു വിൽ സീ എ ഡോഗ്. ഈ ഡോഗിൻ്റെ ക്യാരക്ടർ അവിടെ എപ്പോഴും കാണും, ബിക്കോസ് നമുക്ക് ആ റിഗ്രറ്റ് ഇറ്റ് വിൽ നോട്ട് ഗോ അവേ, ഇറ്റ് വിൽ കീപ് കമ്മിങ് അപ്പ് ലൈക്ക് ദിസ്. പക്ഷെ അത് ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്, അതൊരു മനുഷ്യനായിരുന്നെങ്കിൽ, അതൊരു പേഷ്യൻ്റ് ആയിരുന്നെങ്കിൽ, സ്വന്തം ഒരു ഗോഡ് ഫോർബിഡ്, നമുക്ക് അറിയുന്ന ആരും ആവാതിരിക്കട്ടെ, ഒരാകുമ്പോൾ നമ്മൾ കുറേ കൂടി അവിടെ നിൽക്കാൻ വേണ്ടി നോക്കി. നമ്മൾ ആ ഒരു അവിടെയാണ് ഐ തിങ്ക് ഇറ്റ്സ് ഓൾ നമ്മൾ റിവേഴ്സ് ഗിയറിൽ അല്ല ബാക്ക് മിററിൽ നോക്കുന്ന പോലെയാണ്, തിങ്സ് ദാറ്റ് വി കുഡ് ഹാവ് ഡൺ ഡിഫറെന്റ്. സോ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അല്ലേ. സി നമ്മളിപ്പം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണല്ലോ, ഞാനിപ്പോൾ ഇവിടെ ഒരു വീട് പണിയുന്നുണ്ട്, സ്ഥലമൊക്കെ എടുത്തു, ഒരു ചെറിയ വീട് പണിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലേയിങ് ആണ്. അപ്പം സാധാരണ എങ്ങനെയാണ്, ഒരു പ്രീസ്റ്റ് വരും, അവർ വരും, വലിയ കർമ്മങ്ങളൊക്കെ നടക്കും, എന്നിട്ട് അവരാണ് അതൊക്കെ ഇടുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്നത് എൻ്റെ ഫാദറും എൻ്റെ ഫാദർ ഇൻ ലോയാണ്. 2 of my fathers should place the foundation stone. അതെങ്ങനെ എനിക്ക് മനസ്സിലായി, ബിക്കോസ് നമ്മൾ ആൾക്കാരെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് വെൻ ദർ അലൈവ്. വി ഷുഡ് സെലിബ്രേറ്റ് അവർ പേരൻസ് വെൻ ദർ അലൈവ്, നോട്ട് ആഫ്റ്റർ ദർ ഗോൺ. അവർ പോയി കഴിഞ്ഞ് അതിനെപ്പറ്റി ആലോചിച്ച് അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും അവിടെ ഓരോ 42 ദിവസം മറ്റേ ദിവസം ഈ ദിവസം, വാട്ട് ഇസ് എ പോയിന്റ്? ഒരു കാര്യമില്ല. അവർ അലൈവ് ആയിരിക്കുമ്പോഴാണ് അവരെ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ അവർക്കും സാറ്റിസ്ഫാക്ഷനുള്ള കാര്യം ചെയ്യണം. അപ്പം ഇതൊക്കെ ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് എനിക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ പേഷ്യൻസിൻ്റെ കാര്യത്തിലും വെൻ ഐ സീ ദാറ്റ് you know some level of comfort is there, not with respect to medicine but with respect to their family involvement, അത് ഞാൻ അങ്ങ് ചെയ്തു കൊടുക്കും. ഇപ്പം പണ്ടൊക്കെ പറയാം ICUയിൽ കയറാൻ ഇന്ന സമയമുണ്ട്, ഈ സമയത്ത് കയറത്തുള്ളൂ. എൻ്റെ ICUയിൽ അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ കയറ്റും. and they can see their family, they can see their patients. അപ്പോൾ ഇതൊക്കെ ആ ഒരു ലോസിൽ നിന്ന് ബോൺ ആയതാണ്. ഇറ്റ് ഷാറ്റേർഡ് യു. ഈ ബുക്കിൽ എഴുതുന്നുണ്ടല്ലോ, ഈ അത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൽ പോയിട്ട് ഇൻകൺസോളബിൾ ആയിട്ട് അത് കരയും. അത് മൈ വൈഫ് നോസ് ഇറ്റ്. ഞാൻ പിന്നെ എൻ്റെ വൈഫ് ടീന ആളെ മാത്രമേ വിളിച്ചുള്ളത് കഴിഞ്ഞിട്ടേ. പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ പോയ പ്രസൻറ്റേഷൻ ചെയ്ത് തീർത്ത് എനിക്ക് പോലും അറിയില്ല കേട്ടോ. ഐ ഹാഡ് 2 presentations ചെന്നൈയിൽ. അത് ചെയ്ത് തീർത്ത് ഞാൻ ഐ വാസ് ലൈക്ക് എ സോംബി. അപ്പോൾ എനിക്ക് ആ ലോസ് എനിക്കറിയാം. ഇതൊരു ഡോഗാണ്, പീപ്പിൾ സേ ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് എ ഡോഗ്, പക്ഷേ അത് ഡോഗ് മാത്രമല്ലായിരുന്നു, എൻ്റെ ഒരു ഭയങ്കര ഫ്രണ്ടായിരുന്നു. അപ്പം നമുക്കും അങ്ങനെയുണ്ട്, നമ്മുടെ പേരൻസ് നമ്മുടെ ഫ്രണ്ട്സാണ്, നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഇവരൊക്കെ പോകുമ്പോൾ
how am I going to deal with it? You know, I mean, when people say that you just lost an animal and you are a wreckage. So imagine losing somebody you actually are part of your life, you know, like your children or your wife or your... And you're not stranger to death. You see not at death every day. Still. സ്റ്റിൽ അതാണ് ആ ഡെത്തിൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ പറയുന്നത്. ഒരു വിയേർഡ് റിലേഷൻഷിപ്പാണ്. യു ട്രൈ ടു ബീറ്റ് ഇറ്റ്, ബട്ട് അൾട്ടിമേറ്റ്ലി യു ഡോണ്ട് വാണ്ട് ടു ബീറ്റ് ഇറ്റ് ഓൾസോ, യു നോ, ബിക്കോസ് സംടൈംസ് ഡെത്ത് ഇസ് കംഫർട്ടിങ് ഫോർ മെനി ഓഫ് മൈ പേഷ്യൻസ്. അത്രയ്ക്ക് സ്ട്രഗിളാണ്. പല പേഷ്യൻസ് എന്തോരാ സഹിക്കുന്നതെന്നറിയാം. റിപ്പീറ്റഡ് എൻ്റെ ചില പേഷ്യൻസ് വീട് 2-2.5 മാസമായിട്ട് കണ്ടിട്ടില്ല. റിപ്പീറ്റഡ് ഹോസ്പിറ്റലൈസേഷൻസ് ആണ്. പോവും വരും. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആലോചിക്കാൻ പാടില്ലാത്തതാണ്. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് ദാറ്റ് എന്താണ് മരിക്കാത്തത്? വൈ ആർ ദ ജസ്റ്റ് ഗോ, യു നോ, ഇറ്റ്സ് സോ കംഫർട്ടിങ് ഫോർ യു ആൻഡ് ഫോർ ദ ഫാമിലി. ഈ ഓർഡിയൽ കഴിയുന്നു. അപ്പം സത്യമാണ്. ഐ മീൻ അതുകൊണ്ടാണ് പറയുന്നത് സംടൈംസ്. ഇപ്പോൾ ആ പിറ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ഈ ആലോചിക്കുന്നത് തെറ്റല്ലേ, അല്ലേ? യു ഷുഡ് നോട്ട് തിങ്ക് ലൈക്ക് ദാറ്റ് ആസ് എ ഡോക്ടർ. അപ്പോൾ പിറ്റ് എന്ന് പറഞ്ഞൊരു ഭയങ്കര നല്ല സീരീസ് ആണ്. ഐ തിങ്ക് എവരിബഡി ഷുഡ് വാച്ച് ഇറ്റ്. ദ പിറ്റ് HBO സീരീസാണ്, ഹോട്ട്സ്റ്റാറിലുണ്ട്. അപ്പം അതിനകത്ത് ആ എമർജൻസി ഡോക്ടറും ഈ സെയിം ഡയലോഗ് പറയുന്നത്. പുള്ളി പറയുന്ന ഒരു പേഷ്യൻറ്റ് പല തവണ അഡ്മിറ്റ് ആവുന്നു. അപ്പം പുള്ളിയുടെ ജൂനിയർ ചോദിക്കുന്നു ഇത് ചെയ്യേണ്ട അത് ചെയ്യേണ്ട. പുള്ളി പറയുന്നു ജസ്റ്റ് ലീവ് ഇത് ഇറ്റ്. പ്രശ്നം ഇതാണ്. നമ്മളിപ്പോൾ ആ ഒരു പട്ടിയുടെ കേസിൽ പോലും അങ്ങനെ ഒരാൾ പറഞ്ഞാൽ നമുക്ക് തല്ലാൻ തോന്നും, അല്ലേ? ശരിയാണ്. അതാണ് അതിൻ്റെ. പക്ഷേ സംടൈംസ് ഞാൻ പറയാണ് ഡെത്ത് ബിക്കംസ് വെരി കംഫർട്ടിങ്. ഇതാണ് എൻ്റെ ഒരു പ്രാക്ടീസ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അത് ഡിഗ്നിഫൈഡ് രീതിയിൽ കംഫർട്ട് കൊടുക്കണം. It takes a toll on you. You're a very passionate person, and it takes a toll on the way you're talking about. You're very emotional even when you're talking about your patients. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ പറയുന്ന ഒരു എന്താ പറയുക, ഹെർബലായിട്ടോ അല്ലെങ്കിൽ സോ കോൾഡ് അവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഫീഡ്സ് യുവർ റേജ്. അങ്ങനെ തോന്നാറുണ്ടോ? ഐ ആം നോട്ട് ആംഗ്രി. എനിക്ക് ശരിക്കും പറഞ്ഞ ആൾക്കാർ ഞാനൊരു റേജ് ഇല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പെർസോണ വെക്കണം, അല്ലെങ്കിൽ ആൾക്കാർ കേൾക്കില്ലെന്നേ. ബിക്കോസ് സോഷ്യൽ മീഡിയ ഇസ് പ്രിറ്റി മച്ച് ഇഡിയോട്ടിക്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് റേജ് ബേറ്റും കുറച്ച് ക്ലിക്ക് ബേറ്റ് ഒക്കെ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ നമ്മളെ കേൾക്കത്തില്ല. അതുകൊണ്ട് യു ഹാവ് ടു കീപ്പ് എ പെർസോണ ലൈക്ക് ദാറ്റ് ആൻഡ് ഐ വിൽ കീപ് ഡൂയിങ് ഇറ്റ്. പക്ഷേ അണ്ടർലൈങ് ഐ എം നോട്ട് ആംഗ്രി വിത്ത് എനിത്തിങ്. ഇപ്പോൾ എൻ്റെ ഒരു പേഷ്യൻ്റ് ആയുർവേദം കഴിച്ചു വന്നു, ഞാൻ ആ പേഷ്യൻ്റായിട്ട് ആംഗ്രി അല്ല. ബിക്കോസ് I won't say that you are such a stupid person to go for Ayurveda. ഒരിക്കലും പറയില്ല. ബിക്കോസ് അവർക്ക് മിസ്ഇൻഫോർമേഷനിലാണ് അവർ വീണുപോയത്. ഞാൻ ആയുർവേദ പ്രാക്ടീഷണറേയും തെറി പറയില്ല. ബിക്കോസ് അയാൾ പഠിച്ചതാണ് അയാൾ ചെയ്യുന്നത്. ബിക്കോസ് ഹി ഈസ് ഓൾസോ മിസ്ഇൻഫോംഡ്. ഇറ്റ്സ് നോട്ട് ഹിസ് ഫോൾട്ട്. നീറ്റ് എഴുതി കിട്ടിയില്ല, ഡോക്ടർ ആവണം, 3 തവണ 4 തവണ എഴുതി, ഇതോ വരുന്ന BAMS അന്നെടുത്ത്. ഇറ്റ്സ് നോട്ട് ഹിസ് ഫോൾട്ട്. അപ്പം ഞാൻ ആയുർവേദ ഡോക്ടറും തെറി പറയില്ല, ഇവരും തെറി. പക്ഷേ ഞാൻ ആ പ്രാക്ടീസിനെ തെറി പറയും. ബിക്കോസ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയും തെറി പറയും. There are people propelling it from the government level, from regulatory level ഒക്കെ. അവന്മാർക്കിട്ടൊക്കെ ഞാൻ തെറി പറയും. പക്ഷേ എൻ്റെ പേഷ്യൻസിനെയോ ആ ട്രീറ്റ് ചെയ്ത ഡോക്ടറിനെ ഒരിക്കലും ഞാൻ തെറി പറയില്ല, പ്രാക്ടീസിനെ തെറി പറയും. അതായത് ഇഫ് ഐ കുഡ് റീഫ്രെയിം ഇറ്റ്, എനിക്ക് ഇവരോട് പ്രത്യേകിച്ച് പ്രശ്നം, പക്ഷെ എൻ്റെ പണി ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അല്ല, എനിക്ക് പണി വേണ്ട. ഈ ആയുഷിൻ്റെ ഏറ്റവും വലിയ ആർഗ്യുമെന്റ് എന്താണ്? ഞാൻ എന്തുകൊണ്ട് ആയുഷിനെതിരെ പറയുന്നു? എൻ്റെ ബിസിനസ് നഷ്ടപ്പെടുന്നു, ആയുഷിൽ കൂടുന്നു എന്നുള്ള ആണ് അവർ ബാലിഷമായ ചൈൽഡിഷ് ആർഗ്യുമെന്റ് അവിടെ വരുന്നത്. ഇൻഫാക്ട് ദേ ആർ ആക്ച്വലി ഇൻക്രീസിങ് മൈ ബിസിനസ്. ഞങ്ങൾ എത്ര പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഹെർബൽ ലിവർ ഇഞ്ചറി ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ലക്ഷങ്ങൾ കൊടുത്ത ആൾക്കാർ ട്രീറ്റ് ചെയ്താണ്. ഞാൻ പറയുന്നത് ഐ ഡോണ്ട് വോണ്ട് ദാറ്റ് ബിസിനസ്. How many of your patients on average? സോ നമ്മുടെ റിസർച്ച് വൈസ് നോക്കുവാണെങ്കിൽ ഒരു ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയും. അതായത് ആനുവലി വി സി അബൌട്ട് 6%. എനിവർ ഫ്രം 6% to 12% വി സി. അതായത് ഇപ്പോൾ 100 പേര് എടുത്ത് അതിനകത്ത് 12% ആൾക്കാരിൽ അക്യൂട്ട് ലിവർ ഇഞ്ചറി വരുന്നത് ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ കാരണം. വിച്ച് ഈസ് മച്ച് മോർ ഐ ഫീൽ. ബിക്കോസ് ഇന്ത്യയിൽ വലിയ ലാർജ് ലെവലിലൊന്നും സ്റ്റഡി നടന്നിട്ടില്ല. കൊറിയയിലും ചൈനയിലൊക്കെ അത് 70%. അവിടെ സ്റ്റഡീസൊക്കെ ഉണ്ട്. ആൻഡ് വൺ ഫൈനൽ ക്വസ്റ്റ്യൻ അബൌട്ട് ഇത് ഞാൻ 2 പാർട്ടായിട്ട് ചോദിക്കാം. ഒന്ന്, ഹൗ ഡു യു plan to take this forward? ഈ പറയുന്ന സയൻറ്റിഫിക് കമ്മ്യൂണിക്കേഷൻ, ഐ നോ യു ആർ റൈറ്റിംഗ് മോർ ബുക്സ്. അതിലെങ്ങനെയാണ് ഇത് ഈ പറയുന്ന സയൻറ്റിഫിക് കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? രണ്ടാമത്, പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ, ഇതേപോലത്തെ സിറ്റുവേഷനിലുള്ള ഡോക്ടർമാർ, ഹൗ ഡു യു അഡ്വൈസ് ദം? ബിക്കോസ് ഐ തിങ്ക് you have made it. You have also you made a process to kind of
ഈ ട്രോമ പ്രോസസ്സ് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും അതിനെ സപ്രസ് ചെയ്യേണ്ട സമയത്ത് സപ്രസ് ചെയ്യാനും റിലീസ് ചെയ്യേണ്ട സമയത്ത് റിലീസ് ചെയ്യാനും സംഹൗ യു ആർ ഡൂയിങ് ഇറ്റ് ഐ തിങ്ക് ആൻഡ് ഇൻ ബിറ്റ്വീൻ യു ആർ വാച്ചിങ് വെബ് സീരീസ് ഇൻ ബിറ്റ്വീൻ യു ആർ സ്പെൻഡിങ് ടൈം വിത്ത് ഫാമിലി. ഇതെല്ലാം പാർട്ട് ഓഫ് ചാനലിംഗ് ആട്ടോ. ഐ മീൻ ലൈക്ക് വാട്ട് യു ആസ്ക്ഡ്, ഐ മീൻ ഐ ടേക്ക് ദാറ്റ് ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ്. ഹൗ ഡു യു ഹൗ ഞാൻ എന്താ എൻ്റെ പ്ലാൻ ഫോർ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളതല്ലേ. സി ഇപ്പം ഇത്ര നാളും നമ്മുടെ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഒരു കൺഫ്രണ്ടേഷനിലായിരുന്നു. യു കൺഫ്രണ്ട് ദ ഫോൾസ് ഇൻഫർമേഷൻ ഓർ മിസ്ഇൻഫർമേഷൻ, ഭയങ്കര കൺഫ്രണ്ടേഷണൽ. ഇപ്പം ഞാനത് അപ്സ്കിൽ ചെയ്തു ബൈ റൈറ്റിംഗ് ബുക്സ്. അപ്പോൾ ഈ ബുക്ക് വായിച്ചാൽ അറിയാം ഒരു ഹാർട്ട് ഓഫ് മെഡിസിൻ എന്താണ്, അതാണ് റിയലിസ്റ്റിക്. അപ്പോൾ ദർ ഇസ് എ ഹ്യൂജ് സ്പേസ് വേർ മെഡിസിൻ ഈസ് ഡിമോണൈസ്ഡ് അല്ലേ. അത് മെഡിസിൻ എല്ലാം ചൂഷണത്തിന് വേണ്ടി മാത്രം ഇരിക്കാമെന്ന് കുറേ ആൾക്കാർക്ക് ചിന്തയുണ്ട്. ആ ഒരു അത് ആക്ച്വലി ഈ അടി ഉണ്ടാക്കുന്ന സമയത്ത് ഇറ്റ്സ് യു ബേസിക്കലി ഡൂയിങ് ബോർ ഹാം ഐ ഗസ്. ഇത് അതിലേക്ക് കുറെ കൂടി ഫീഡ് ചെയ്യുന്ന പോലെയാണ് അത് ഫീൽ ചെയ്യുന്നത്. ഇത് ഭയങ്കര ആ ഒരു നറേറ്റീവ് അവിടെ എന്തായാലും ബിൽഡ് ആവും ബിക്കോസ് ഇറ്റ് ഇസ് ബൈ ദ അതർ പേഴ്സൺ. ഐ ആം സേയിങ് ബുക്ക് ഒരു വളരെ ഓപ്പോസിറ്റ് ആണ്. ബുക്ക് വളരെ കലറലിയിക്കുന്ന കഥകളുടെ സത്യമാണ്. അപ്പം ആ ഒരു സ്പേസ് നമുക്ക് റീക്ലെയിം ചെയ്യണം. ദാറ്റ് ഈസ് ഹൗ മെഡിക്കൽ കമ്മ്യൂണിക്കേഷൻ, സയൻസ് കമ്മ്യൂണിക്കേഷൻ ട്രൂലി വർക്ക്സ്. അപ്പം ബുക്സ് ആർ ഫോർ എ ജനറേഷൻ. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു റീൽ ഇട്ടു, ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് പോയി. പക്ഷേ ബുക്സ് അങ്ങനെയല്ല. സോ എൻ്റെ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഇനി ഈ ഫോർമാറ്റിലായിരിക്കും മോസ്റ്റ്ലി. ബട്ട് ഐ വിൽ സ്റ്റിൽ പിക്ക് സം ബാറ്റിൽസ്. ഇന്ന് രാവിലെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. അനുഷ്ക ശർമ്മയ്ക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ഹോമിയോപ്പതിനെ ഗ്ലോറിഫൈ ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വൈറലായി, മിക്കവാറും ഏതെങ്കിലും ന്യൂസ് പേപ്പറിലൊക്കെ വരും. You have a problem when celebrities do it, especially when people who are accountable and responsible do the opposite. Somebody has to step in. അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്നില്ല. ഇവരറിയണം ഇവർ ചെയ്യുന്നതിനകത്ത് കോൺസിക്വൻസസ് കാണുന്നു. ഡിസ്പൈറ്റ് അതിന്റെ കോസ്റ്റും അതിന്റെ കോൺസിക്വൻസും കോൺസിക്വൻസ് ഇപ്പോൾ എടുക്കാമെന്നേ, ഇറ്റ്സ് ഓക്കെ. ഇതിങ്ങനെയാണ് സംഭവം. നമ്മൾ 5 years 6 years ആയിട്ട് വി ആർ ഗെറ്റിംഗ് ബെൽറ്റഡ് ഫ്രം റൈറ്റ് ലെഫ്റ്റ് ആൻഡ് സെന്റർ. അതുകൊണ്ട് ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ്. അപ്പം ഇതിൽ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഐ മീൻ യു ഡോണ്ട് ഹാവ് ടു സ്റ്റോപ്പ് ബിക്കോസ് യു ആർ വറീഡ് അബൌട്ട് കോസ്റ്റ് എനിമോർ. But who supports you apart from your Twitter audience? ഇപ്പം നമുക്ക് കുറേ ലോയേഴ്സ് ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും. മിക്കവരും പ്രോ ബോണോ ആണ് വർക്ക് ചെയ്യുന്നത്. ചിലർ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇപ്പം നോക്കി, ഞാനിപ്പം പണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെതിരെ എന്തെങ്കിലും ഇട്ടാൽ ഐ ഹാഡ് ടു ഡീൽ വിത്ത് ദാറ്റ് പോസ്റ്റ് ആൻഡ് ഇറ്റ്സ് റെസ്പോൺസസ് ത്രൂ ഔട്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ there is a community who is following me and who is supporting me and they will take care of it. പക്ഷേ in personal life, ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഫാമിലി, ഇവരൊക്കെയാണല്ലോ നമ്മൾ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്നത്, ഫിസിക്കലി ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനായിട്ട് ഒരു കുഴപ്പമില്ല. ബിക്കോസ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലും നമ്മളും ഡയറക്റ്റ്ലി എംപ്ലോയിഡ് അല്ല. ഞങ്ങളുടെ ഒരു കമ്പനിയാണ്, ഒരു ഗ്രൂപ്പാണ്, ഒരു എക്സ്പേർട്ട് കൺസൾട്ടൻസി ഏജൻസിയാണ്. അപ്പം ഞാൻ, ഫാദർ, വേറെ 12 ഡോക്ടേഴ്സാണ് അതിനകത്ത്. അപ്പോൾ വി ഗിവ് ദം അഡ്വാൻസ് ടെർഷറി കെയർ സർവീസസ് on a contract basis. 5 വർഷത്തെ കോൺട്രാക്ട് ഇപ്പോൾ പിന്നെ 5 വർഷത്തേക്ക് പുതുക്കിയേക്കാണ്. അപ്പം they will never interfere in whatever I do because I have autonomy in that way. പിന്നെ പേരൻസും അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ഇനീഷ്യലി തുടങ്ങിയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് എൻ്റെ പേരൻസ് തന്നെയായിരുന്നു, എൻ്റെ ഫാമിലി തന്നെയായിരുന്നു. ബിക്കോസ് ഓബിയസ്ലി ദേ വർ വറീഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. ആദ്യമായിട്ടാണ് കുറേ കോർട്ട് കേസസും FIR ഒക്കെ വീട്ടിലോട്ട് ലെറ്റർ ആയിട്ട് വരുന്നത്. അതൊക്കെ ആരും കണ്ടിട്ടില്ല. എൻ്റെ ഫാദർ വളരെ സൗമ്യമായിട്ട് വിളിക്കുമല്ലോ. അതെ, പല പല പ്രശ്നങ്ങൾ. അപ്പം ആ ഒരു പീക്ക് അങ്ങോട്ട് സ്ട്രെയിറ്റൻ ആയപ്പോഴത്തേക്ക് ദേ അണ്ടർസ്റ്റുഡ് ദ വാല്യൂ ഓഫ് വാട്ട് ഐ എം ഡൂയിങ് ആൻഡ് ഓൾസോ ബിക്കോസ് ഐ എം പാഷനേറ്റ് ഇൻ ഡൂയിങ് ഇറ്റ്. ഞാൻ ഇനി പറഞ്ഞാൽ നന്നാവില്ലെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ ചെയ്യും എന്താണ്, ബിക്കോസ് ഐ എം ഇൻഹെറൻറ്റ്ലി ബിൽഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അങ്ങ് മാറിയപ്പോഴത്തേക്ക് ഈ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഈ കോൺഫ്രണ്ടേഷനിലായി മാറി നോ വി ആർ സിറ്റിംഗ് ആൻഡ് ഹാവിംഗ് ദിസ് കോൺവെർസേഷൻ. Now 5 years later we would have a different conversation because many things would have changed because the way I do science communication would have also changed. അപ്പം അങ്ങനെ ഒരു രീതി. അപ്പം എനിക്ക് കൂടുതലും കൺഫ്രണ്ടേഷൻസ് കാണും and I will pick my battles. I'll choose my battles very specifically, but I would use this medium about writing more, maybe in different languages also. The other thing about bring it forward. Advising doctors, like ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ടെറിഷറി ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അതിന് ലിവറിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നോട്ട് ഓൾ ഓഫ് ദം ആർ ആസ് വോക്കലൈസിങ് അബൌട്ട് വാട്ട് ഡാമേജസ് ദ ലിവർ ഓർ ആൽക്കഹോളിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ കോവിഡിൻ്റെ സമയത്ത് ആൽക്കഹോൾ വളരെ കാര്യമായിട്ട് കഴിച്ച ആൾക്കാർ ഇവിടെ ഇപ്പോൾ അധികം വരുന്നു. ഇത് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ട്രെൻഡാണ്. സ്റ്റഡീസ് വരുന്നുണ്ട്. പക്ഷേ I don't see many of them, many of these doctors talking about it.
ഒരു പബ്ലിക് അവയർനെസ് അതിന് മുകളിൽ ബിൽഡ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് നമുക്ക് ഒരു ഡോക്ടറിനെ ഇപ്പം നമ്മളിപ്പോൾ MBBS പഠിച്ചു, MD പഠിച്ചു, DM ഒക്കെ പഠിച്ചു, നമ്മൾ ഡോക്ടറായി, ഒരു സ്പെഷ്യലിസ്റ്റായി, ഒരു സബ് സ്പെഷ്യലിസ്റ്റായി. അപ്പം നമുക്കിതിനെ 2 രീതിയിൽ ഡോക്ടേഴ്സിനെ കാണാം. ഒന്ന്, ദിസ് ഇസ് എ ജോബ്. ഓക്കെ അല്ലേ? ഏത് പ്രൊഫഷനെ പോലെ ഒരു പ്രൊഫഷനാണിത്. ഇതിനകത്ത് അല്ലാതെ വേറെ വലിയ മണ്ണാങ്കട്ടിയൊന്നുമില്ല. യു ആർ എ ഡോക്ടർ, ദർ ഇസ് എ പ്ലംബർ, ദർ ഇസ് എ കാർപ്പൻറ്റർ, ദർ ഇസ് എൻ IT ഗൈ. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദ പ്രൊഫഷൻ. ആ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് യു ഹാവ് എ 9 to 5 ജോബ്. യു ഡു ഇറ്റ്. You see as many patients as you want, ഓക്കെ and you create your own assets, build your own money, whatever. അങ്ങനെ പോകുന്ന കുറേ ആണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഡോക്ടേഴ്സ്. ഓക്കെ എന്ന് വെച്ചാൽ they take it as a professional job. ഇൻക്ലൂഡിങ് യങ്സ്റ്റേഴ്സ്. യങ്സ്റ്റേഴ്സിനെ പറ്റി എനിക്ക് അറിയില്ല, ബിക്കോസ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇല്ലേ, ഇവിടെ ആൾക്കാരെ വെറുപ്പിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഈ നീറ്റും മറ്റതൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഐ ഹാവ് നോ ഐഡിയ. പക്ഷേ നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ഗിവിംഗ് എക്സാംസ് ആർ ദർ. ലാർജ് നമ്പേഴ്സ് സ്റ്റിൽ വോണ്ട് ടു ബിക്കം ഡോക്ടേഴ്സ്. പക്ഷെ അത് ഇവിടെ നിന്ന് ആൾക്കാരെ സെർവ് ചെയ്യാനാണോ അതോ എന്താണ് അവർ മൈൻഡിൽ കൂടെ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പറയാൻ പറ്റില്ല. മേ ബി അനദർ ഡെക്കേഡ് ലേറ്റർ വിൽ നോ വാട്ട് ദിസ് ജനറേഷൻ ഇസ് ഡൂയിങ് ആസ് ഡോക്ടേഴ്സ്. മേ ബി ദർ വിൽ ബി മോർ ഓഫ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ദാൻ ആക്ച്വൽ ഡോക്ടേഴ്സ്. അങ്ങനെയൊക്കെ വരാം. അപ്പം രണ്ടാമത്തത്, ഇപ്പം എനിക്കൊക്കെ വന്നത്, ഞാൻ ഈ ചെയ്യുന്നതൊന്നും ഭയങ്കര ഡിഫറെൻറ്റ് ഫ്രം വാട്ട് അതർ ഡോക്ടേഴ്സ് ആർ ഡൂയിങ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ അതിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സോ I am definitely working as a doctor for my patients. I have a job. Monday to Friday I see my patients. പക്ഷെ ബിയോണ്ട് ദാറ്റ് ദർ ഇസ് എ കോളിംഗ് എന്നുള്ളത് എനിക്കൊരു വിടി വന്നു. അങ്ങനെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ, കണ്ടന്റ് ക്രിയേഷൻ, പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആക്ടിവിസം ഇതൊക്കെ തുടങ്ങിയത്. അപ്പം എല്ലാ ഡോക്ടേഴ്സും ഇത് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. ഇറ്റ് ഈസ് ദെയർ ചോയ്സ്. ഫോർ ഡോക്ടേഴ്സ് ടു റിമെയിൻ ഡോക്ടേഴ്സ് ഓർ ഡോക്ടേഴ്സ് ടു റിമെയിൻ ആക്ച്വൽ എഡ്യൂക്കേറ്റേഴ്സ്, ഇതിൽ വലിയൊരു ജമ്പുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാ ഡോക്ടേഴ്സും ചെയ്യാൻ പറ്റില്ലത്. പക്ഷേ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണം. യെസ്, യു ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഈ പുതിയൊരു ലോകത്തോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു 20-30 years ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇതിനകത്ത് സോഷ്യൽ മീഡിയ ലെവറേജ് ചെയ്ത് സോഷ്യൽ മീഡിയയെ കൂടെ പബ്ലിക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് വളരുന്ന ഡോക്ടേഴ്സാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഓൾറെഡി അത് വരുന്നുണ്ട്. പല MBBS ഡോക്ടേഴ്സും ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷേ പലരും വലിയ ബോധം ഇല്ലാതെയാണ് സോഷ്യൽ മീഡിയ കയറുന്നത്. അപ്പോൾ കുറേ മിസ്ഇൻഫോർമേഷൻ അവന്മാരുടെ നിന്നും വരുന്നുണ്ട്. ഇനി അതിൻ്റെ പുറകെ എനിക്കും പോകണം. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. പക്ഷേ അൾട്ടിമേറ്റ്ലി ഐ തിങ്ക് ദാറ്റ് ഡോക്ടേഴ്സ് ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യണമെന്നൊന്നും ആർക്കും ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. സം ഡോക്ടേഴ്സ് ലവ് സീയിങ് 100 patients a day. I can't do it. I can see only 20 patients a day. എന്നുവെച്ചാൽ ഞാൻ വളരെ ഡീപ്പായിട്ടാണ് എൻ്റെ പേഷ്യൻസിനെ കാണുന്നതും. ആൻഡ് ഐ വോണ്ട് ടു സീ ദ പേഷ്യൻസ് വെയർ ഐ ക്യാൻ ഗിവ് മൈ എക്സ്പെർട്ടീസ്. ഇപ്പം ഭയങ്കര രസകരമാണ്. ഞാനിപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻ്റർനെറ്റ് ഡോക്ടർ എന്നുള്ള സ്റ്റൈലിനാണല്ലോ എല്ലാവരും കാണുന്നത്. അപ്പം ഒരു ദിവസം ഒരു ലേഡി മലേഷ്യയിൽ നിന്ന് വന്നു. ഐ മീൻ മലയാളി ഫാമിലി സ്റ്റേയിങ് ഇൻ മലേഷ്യ. അവരെന്നെ കണ്ടിട്ട് പറഞ്ഞു, അവിടെ കുറേ ഡോക്ടർമാരെ കാണിച്ചു, ഡൽഹി വന്നിട്ട് കുറേ ഡോക്ടർമാരെ കാണിച്ചു, ഇവരുടെ സാധനം ഒന്നും ശരിയാകുന്നില്ല, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അവർക്ക് ഗൈനക്കോളജിക്കൽ പ്രോബ്ലമാണ്. അപ്പൊ അത്ര ഗതികെട്ടിട്ടാണ് അവർ നടക്കുന്നത്. അതായത് എന്റെ പേര് ലിവർ ഡോക്ടർ എന്നാണ്. എന്നിട്ട് ഇവർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദിസ് പെർട്ടിക്കുലർ. ഞാൻ നോക്കിയപ്പോൾ ഇന്റൻസ് ഗൈനക്കോളജിക്കൽ പ്രോബ്ലം. അപ്പൊ അതിനൊരു പ്രോപ്പർ ഗൈനക്കോളജിസ്റ്റ് കണ്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇത് ആരും മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. See, this is what, people, you've reached a point where people don't see you as just as a doctor. You're a doctor who they have access to. That is the biggest. See, social media has given me a lot of good things, but it has also given me very bad things. One final question about, ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ചോദിക്കാൻ താല്പര്യമുള്ള ഒരു സാധനമാണ് ഈ where is your inspiration? Who are you thankful for? Like many of your patients, അവർ ഒരു പക്ഷെ ദൈവം പോലെ കാണുകയോ അല്ലെങ്കിൽ വളരെ താങ്ക്ഫുള്ളായി നോക്കുകയോ ചെയ്ത ഒരാളായിരിക്കും ഡോക്ടർ ആബി ഫിലിപ്സ്. പക്ഷേ who are you thankful for? Because especially when you do these kind of stuff, it's not very normal for a doctor to do this. ഒരു കോട്ടയത്ത് നിന്ന് എത്രയോ ഡോക്ടർമാരുണ്ടായിട്ടുണ്ട്, എത്രയോ ലിവർ ഡോക്ടർമാർ കേരളത്തിലുണ്ടായിട്ടുണ്ട്. നോട്ട് ഓൾ ഓഫ് ദം ആർ ഡൂയിങ് ദിസ്. ലിവർ ഡോക്ടേഴ്സ് കേരളത്തിൽ കുറവാട്ടോ. ഹെപ്പറ്റോളജി കുറച്ച് പതൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ ഇവിടുന്ന് പുറത്തു പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഈ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന ആൾക്കാർ, what do you think when you look back in hindsight, ആരാണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഈ ഒരു പാത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ, ബോത്ത് ആസ് എ സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ആസ് എ, നേരത്തെ പറഞ്ഞല്ലോ ഒരു കോൺഷ്യൻസ് ഉണ്ടോ എന്നുള്ളത്, അതിനൊരു എനിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് എടുത്തു പറയുന്ന ഇൻസ്പിറേഷൻസോ എടുത്തു പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനൊന്നും അങ്ങനെ സ്പെസിഫിക് പേഴ്സണാലിറ്റീസോ പേഴ്സൺസോ ഇല്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എ കൾമിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഇൻസിഡൻസ്.
പല പല ചെറിയ 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 ഇൻസ്റ്റൻസസും എക്സ്പീരിയൻസസും ഇൻസിഡൻസും ആണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ഡൗൺ സ്ട്രീം ഇഫക്റ്റ് മുഴുവൻ എനിക്കറിയില്ല. ഓക്കെ. ഞാൻ ട്വിറ്ററിൽ ഒരു കാര്യം പറയുന്നു, പക്ഷേ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ആക്ടിവിറ്റി ഐ ഡോണ്ട് നോ, ഫുള്ളി ക്വാണ്ടിഫയബിൾ എനിക്ക് ആകുന്നില്ല. പക്ഷേ ജസ്റ്റ് ലൈക്ക് യു സെഡ്, ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു താങ്കളുടെ കുറേ ഫ്രണ്ട്സും കുറേ ആൾക്കാരും മദ്യപാനം നിർത്തി അതെ, അല്ലേ? ഇൻക്ലൂഡിങ് സെലിബ്രിറ്റീസ്. അല്ലേ? അപ്പം ഇങ്ങനത്തെ കുറച്ച് ഫീഡ്ബാക്സും എനിക്ക് ലാസ്റ്റ് ഒരു ഫ്യൂ ഇയേഴ്സ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ദിസ് ഓൾസോ മേക്സ് മീ വോണ്ട് ടു ഡു പക്ഷെ more of this. ഐ കൈൻഡ് ഓഫ് സെൻസ് ദാറ്റ് ഒരു ഡോക്ടറുടെ ജോലി ചെയ്യുന്നതിനോടൊപ്പം ഡോക്ടർ അല്ലാതിരിക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പം ദ ബുക്ക് യു ആർ ടോക്കിംഗ് അബൌട്ട് ആസ് എ ചൈൽഡ്, പുസ്തകം വായിക്കുന്നതും മറ്റ് പല അപ്പം ഒരു റീഡിങ് കൾച്ചർ, അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഇൻസ്പിറേഷൻ. സോ വെൻ യു ലുക്ക് ബാക്ക്, Yeah. ഡു യു സീ ഓൾ ദീസ് ഷേപ്പിംഗ്? എൻ്റെ ഒരു വലിയൊരു ഒരു ആക്ച്വലി ഒരു സ്പ്ലിറ്റ് ഇത് എൻ്റെ ലൈഫിൽ വന്ന് തന്നെ ഐ ഓൾവേസ് സേ ദാറ്റ് എവറി ഡോക്ടർ ഷുഡ് ഹാവ് എ സെക്കൻഡ് വൊക്കേഷൻ. രണ്ടാമതൊരു വൊക്കേഷൻ വേണം. അല്ലെങ്കിൽ ഞാൻ പറയാണ്, യു വിൽ ജസ്റ്റ് ഗെറ്റ് ബേൺഡ് ഔട്ട് അറ്റ് സം പോയിന്റ് ആൻഡ് യു വിൽ ബി ജസ്റ്റ് വർക്കിംഗ് ബിക്കോസ് യു ഹാവ് ടു വർക്ക്. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. അങ്ങനെ സിറ്റുവേഷൻസ് വരുന്നുണ്ട്. പല ഡോക്ടർമാർക്കും ഒരു ഏജ് കഴിയുമ്പം ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യുക? അപ്പോൾ എനിക്ക് ആ ഒരു റിയലൈസേഷൻ നേരത്തെ അറിയാം. ഐ മീൻ ഐ നോ ഇറ്റ് ബിക്കോസ് ഐ ബീൻ വർക്ക് വിത്ത് മൈ ഡാഡ് ഫോർ എ വെരി ലോങ് ടൈം ആൻഡ് ഐ ഹവ് സീൻ അതർ സീനിയർ ഡോക്ടേഴ്സ് ഓൾസോ ആൻഡ് അറ്റ് സം പോയിന്റ് ദേ ജസ്റ്റ് ലൂസ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഐ ഡോണ്ട് വോണ്ട് ടു ബി ലോസ്റ്റ് അറ്റ് വൺ പോയിന്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു സെക്കൻഡ് വൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ വൊക്കേഷൻ, ഇതിപ്പോൾ എനിക്കൊരു കരിയറുമായി മാറുകയാണ് ആസ് എൻ ഓത്തർ. ഇറ്റ് ഈസ് ഓൾസോ എ വേ ഓഫ് ചാനലിങ് ഔട്ട് വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇൻ മൈ റിയലിസ്റ്റിക് ലൈഫ്. ഒരു കോണ്ടുവിറ്റ് മാതിരിയാണ്. ആൻഡ് ഇറ്റ് ഓൾസോ റിലാക്സസ് മീ. ഇത് മാത്രമല്ല, ഞാനിപ്പം ഇതിപ്പം എനിക്കൊരു പ്രിവിലേജ് ഉള്ളാറും ഞാൻ ചെയ്യുന്നതാണ്. മൺഡേ ടു ഫ്രൈഡേ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ. എനിക്ക് സാറ്റർഡേ സൺഡേ വർക്കില്ല. പക്ഷെ ഇവിടെ 99% ഓഫ് ഡോക്ടേഴ്സ് വിൽ വർക്ക് ഫ്രം മൺഡേ ടു സാറ്റർഡേ. സം വിൽ ഈവൻ വർക്ക് ഓൺ സൺഡേസ് ഓൾസോ ബിക്കോസ് ദേ ഹാവ് ടു. എന്ന് വെച്ചാൽ പലർക്കും ദേ നീഡ് ടു മേക്ക് എൻഡ്സ് മീറ്റ് ആൻഡ് ദേ ഹാവ് ടു ഡു ഇറ്റ്. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാനിപ്പം ഒരു സബ് സ്പെഷ്യലിസ്റ്റ് ആയത് കാരണം നമ്മൾ കാണുന്ന പേഷ്യൻസിനെ എനിക്ക് കുറച്ച് കണ്ടാൽ മതി. ഐ ഡോണ്ട് ഹാവ് ടു ലൈക്ക് കീപ് സീയിങ് എ ലോട്ട് ഓഫ് പേഷ്യൻസ് ഓൾ ത്രൂ ദ വീക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് എക്സ്ട്രാ ടൈം അവിടെ എനിക്ക് വേണ്ടി തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫാമിലി ഓർ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അവിടെ. അപ്പം ഇനീഷ്യലി ആ ബുക്കിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ആ ലേണിംഗ് പീരീഡിലൊക്കെ ഞാൻ DM ഒക്കെ ചെയ്ത സമയത്ത്, MD ഒക്കെ ചെയ്ത സമയത്തൊക്കെ എനിക്ക് എൻ്റെ കുട്ടിക്ക് എന്താ സംഭവിച്ചത് പോലും എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ ഹൗ ദേ ഗ്രൂ അപ്പ്. മൂന്നാമത്തെ ആൾ വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും അത് അറിയുന്നത്, ദിസ് ഇസ് ഹൗ ദേ ഗ്രൂ അപ്പ് എന്നുള്ളതേ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഓഫ് ലോസും അതൊക്കെയാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ടു ഹാവ് എ ബാലൻസ്ഡ് വേ ഓഫ് ലിവിങ്. യു നോ, നോട്ട് ജസ്റ്റ് ഡ്രഞ്ച് യുവർ സെൽഫ് ഇൻ ദ വർക്ക് ആൻഡ് യു ഗെറ്റ് മാരിഡ് ടു യുവർ വർക്ക്. ആ ഒരു പ്രിവിലേജ് എല്ലാ ഡോക്ടേഴ്സിനും ഉണ്ടാവണമെന്നില്ല. ബട്ട് ഇഫ് ദേ ഹാവ് എ ചാൻസ് ടു മേക്ക് ഇറ്റ് ഹാപ്പൻ, ദേ ഹാവ് ടു. താങ്ക്സ് എ ലോട്ട്. ഐ തിങ്ക് ദിസ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ ഈ പറയുന്ന ആൽക്കഹോളിനെ പറ്റിയിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് ആൽക്കഹോൾ പറയുന്ന സമയത്ത് മറ്റേ ലിവറിന്റെ പടം എടുത്ത് കാണിക്കാം. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. ബട്ട് ദിസ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ്. താങ്ക്സ് എ ലോട്ട്. യു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് us.